ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഖിൽ മാരാർ ഇൻ്റർവ്യൂ വേടൻ പാർട്ട് 1 ജിഞ്ചർ മീഡിയ എന്നൊരു സംഗതി ഒന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വേടൻ അഖിൽ മാരാർ വിഷയമാണ്. അഖിൽ മാരാർ വേടനെ കുറിച്ച് സംസാരിക്കുകയാണ്. റോഹനായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം കേട്ടോ. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഒക്കെ ഇനി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 11 മണി സമയത്ത് എന്താണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സമയം 1:49 അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഇതിൽ അഖിൽ മാരാർ ഒരു ചേരിയിൽ, വേടൻ വേറൊരു ചേരിയിൽ, അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ടുള്ള ഡിസ്കഷൻസൊക്കെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാനുണ്ടായി. അതായത് ആളുകൾ അഖിൽ മാരാറുടെ കൂടെ കുറച്ച് പേര്, അതുപോലെ വേടൻ്റെ കൂടെ കുറച്ച് പേര്, അതുപോലെ വേടൻ്റെ കൂടെ കൂടുന്ന ആളുകളൊക്കെ ദളിതർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദളിത് ഒരു ഐഡൻറ്റിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസിൽ നിന്നും അഖിൽ മാരാർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു എന്താ പറയുക എലീറ്റ് എന്നൊക്കെയുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു ചർച്ചയുണ്ട്. എനിക്ക് ഈ സാധനം ആദ്യം തന്നെ ഒരു വെട്ടിത്തായിട്ട് തോന്നിയത്, അതായത് വേടൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ വേടൻ്റെ പേഴ്സണൽ ലൈഫ് ഒന്നോ അല്ലെങ്കിൽ വേടൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ മൂപ്പർ പറഞ്ഞായിരിക്കും. പക്ഷേ ആ വേടൻ പറഞ്ഞത് വേടൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരും. അങ്ങനെ വേടൻ മൊത്തം സമൂഹത്തെ കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ. എന്താ എനിക്കറിയില്ല, അത് വേടനോട് തന്നെ ചോദിച്ചോക്കേണ്ടി വരും. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ മാരാറുടെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നതാണ് വേടൻ എന്നൊരു വ്യക്തി, വേടനല്ല ഹിരൺദാസ് മുരളി എന്ന വ്യക്തി, നമുക്ക് ആ പേരിൽ തന്നെ വിളിക്കുക. ഹിരൺദാസ് മുരളി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നു. ഓക്കെ, നമ്മൾ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കാം. ഇപ്പുറത്ത് അഖിൽ മാരാർ എന്ന പേരുള്ള ഒരു വ്യക്തി, അവരുടെ പേരേതാണല്ലോ അഖിൽ മാരാർ എന്നാണല്ലോ, അഖിൽ മാരാർ എന്ന പേരുള്ള ഒരു വ്യക്തി അഖിൽ മാരാറിൻ്റെ ഒരു കാഴ്ചപ്പാടും പറയുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കി ആരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഇവിടുത്തെ വിഷയമല്ല. പിന്നെ എനിക്ക് തുടക്കത്തിൽ ഞങ്ങൾ പറയുള്ളത്, ദയവ് ചെയ്ത് ഇമോഷണലി ചാർജ്ഡ് ആയിട്ട് ഈ കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത്. അതായത് ഒരാൾ ഇപ്പോൾ അഖിൽ മാരാർ ഒരു കാര്യം പറയുകയാണെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ വേടൻ ഹിരൺദാസ് മുരളി ഒരു കാര്യം പറയുകയാണെങ്കിൽ അയ്യോ എൻ്റെ മൈൻഡിലുള്ള ഒരു കാര്യത്തിനെതിരെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുന്നു, അങ്ങനെ എടുക്കുന്നതിന് പകരം ഒരാളൊരു അഭിപ്രായം പറയുന്നു. അതെ അല്ലേ, അപ്പോൾ ആളുടെ ഒരു പോയിൻ്റ് ഇങ്ങനെയാണ്. ആളൊരു അഭിപ്രായം പറയുമ്പോൾ അതിനെ ന്യായീകരിക്കണം. അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ് ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു ലോജിക്ക് ഉണ്ടാവുമല്ലോ, ആ ലോജിക്കിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടല്ലോ. അങ്ങനെ ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വലിയ ഇങ്ങനെ പൊട്ടൽ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. അതായത് നമ്മൾ ഈ ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിനെ അങ്ങനെയല്ല എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഇതാണ് ശരി എന്ന് പറയുന്നതിന് പകരം ശരി തെറ്റൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യാം, കുറച്ചുകൂടി രസമായിരിക്കും. നമ്മൾ ആ ഡിസ്കോഴ്സിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ് ഫീലിങ്സൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യം ഒരാളൊരു അഭിപ്രായം പറയുന്ന സമയത്ത് അയാളുടെ ഒരു വേ ഓഫ് തിങ്കിങ് എന്താണ്, അയാൾ എങ്ങനെയാണ് ഇപ്പോൾ അയാളുടെ ഒരു പോയിൻറ്റിനെ, അയാളുടെ ഒരു അഭിപ്രായത്തെ എങ്ങനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നു, ഒരു സംഗതി അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറച്ചുകൂടിയൊക്കെ ഒന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആവും അത് എന്ന് തോന്നുന്നു. ആ ലെവലിൽ നിന്ന് നമുക്ക് തന്നെ വീണ്ടും പറയണല്ലേ, ഇതൊരു വലിയൊരു വീഡിയോ ആണ് കേട്ടോ. താല്പര്യമുള്ളൊരു മാത്രം കണ്ടാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നാൽ നോക്കല്ലേ. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു സന്തോഷം എന്തായിരുന്നു വെച്ചാൽ, അപ്പോൾ റോഹൻ ഒരു ഇൻ്റർവ്യൂവർ എന്ന രീതിയിൽ റോഹനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോഹനെ, അതേപോലെ തന്നെ ഇവിടെ അഖിൽ മാരാർ, വേടൻ, ഇവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇവർ 3 പേരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലൂടെ സംസാരിക്കുമ്പോൾ ഇതിൽ കമ്മ്യൂണിറ്റി കയറി വരുന്നു, കാസ്റ്റ് കയറി വരുന്നു, അതേപോലെ ദേശീയത കയറി വരുന്നു, അല്ലേ, പാർട്ടി പൊളിറ്റിക്സ് കയറി വരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ 3 വ്യക്തികളെ മാത്രമാണ് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെ അതിലിങ്ങനെ ആഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, പഠിപ്പിക്കാനും കഴിവുള്ള ബ്രാഹ്മണനാക്കുന്നെങ്കിൽ ഇത്രത്തോളം പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള അഖിൽ മാരാറിനെ ഒരു ബ്രാഹ്മണനായി കണ്ടിട്ട് ശബരിമല മേൽശാന്തിയാക്കും. വേടന്റെ വിഷയത്തിൽ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയാണെന്ന് മാരാർക്ക് പറയാൻ പറ്റുന്നില്ല. അയാളുടെ വളർച്ചയ്ക്ക് അയാളുടെ ജാതി തടസ്സമായിരുന്നു. എനിക്കിപ്പോഴും വേടന്റെ ജാതി എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഒരാളുടെ 5 ലക്ഷത്തിൽ നിന്നുള്ള പ്രതിഫലം 25 ലക്ഷത്തിലേക്ക് ഉയർത്തി കൊടുക്കുന്നത്? വേടം റേപ്പ് കേസിൽ പെട്ടപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ 2017 ഒരു ക്രിമിനൽ പറയുകയാണ്, ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കേരള സമൂഹം ദിലീപിനെ തള്ളി പറഞ്ഞു. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒരു കഞ്ചാവ് കേസിൽ അയാൾ പിടിക്കപ്പെടും. അയാളുടെ കഴുത്തിൽ പുലിപ്പല്ലി കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് 2ാമത് ഫോറസ്റ്റ് ഒരു കേസ് എടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ? പക്ഷെ പുറത്തിറങ്ങിയ വേടൻ പാട്ട് കല എന്നത് മാറ്റി വേടൻ പിന്നീട് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയമാണ്. അവിടെയാണ് അപകടങ്ങൾ വന്നത്. വെല്ലുവിളിയാണ്. ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കണം.
ഒരു വർഷം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനറൽ സീറ്റ് ദളിതനെ നിർത്തി മത്സരിപ്പിച്ചിട്ട് ഞങ്ങൾ ജയിപ്പിക്കും. ഇന്നാട്ടിലെ മനുഷ്യർക്ക് ജാതിയില്ല എന്ന് തെളിയിച്ച് വേടനെ മത്സരിക്കും. അപ്പുറത്ത് വേണമെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കും. അല്ലാതെ ഞാൻ ദളിതനാണ്, നീ നായരാണ്, നീ മറ്റവനാണ്, ആണേൽ എനിക്കൊരു കോപ്പുമില്ല എന്നൊന്നും പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. ഒരാൾ എഴുതുന്ന വരികൾ അത് മറ്റുള്ളവർക്ക് ഇത്രത്തോളം ഇൻജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അനുഭവിച്ച ഒരുപാട് പേര് സമൂഹത്തിലുണ്ടെന്ന് കൂടി വേണം മനസ്സിലാക്കുന്നത്. കല മാറ്റി, പാട്ട് മാറ്റി, വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയാണ് ജയശ്രീരാമിനെ കുറിച്ച് ദളിതരുടെ DNA പഠിക്കാനുള്ള ഇല്ല എന്ന് പറയും. ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാന്നാ പറയുന്നത്. കറക്റ്റ് ആ ഇന്റർവ്യൂ ഒന്ന് ലോകത്ത് ആരെന്തോ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോണ്ട് ഇയാൾക്ക് പറയുമ്പോ പറയാണ് കറക്റ്റാണ്. ബിഗ് ബോസ് ശേഷം ആയതിനു ശേഷം കിട്ടിയ ശേഷം കിട്ടുന്ന പ്രതിഫലം കുത്തിരി വരുന്നുണ്ട്. എവിടെയോ കിടന്ന അഖിൽമാരാര് റേപ്പ് കേസിലും കഞ്ചാവ് കേസിലും പിടിക്കപ്പെട്ടതിന് ശേഷം റേറ്റ് കൂട്ടിയതല്ല. അല്ല ഞാൻ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അഖിലിനൊപ്പം എന്തിനു മാരാരും ആലോചിച്ചു? ഈ നായന്മാരിലെ മാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അഖിൽ മരാറിന്റെ ജാതി ഒന്ന് ആലോചിച്ചു നോക്കൂ. രാമനെ അറിയില്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഡബ്സിയെ ഒരു പർട്ടിക്കുലർ കേസിൽ പിടിക്കപ്പെടുന്നു എന്ന് വെച്ചു. പുറത്ത് കേസ് പിടിക്കപ്പെട്ട് ഡബ്സിയെ കൊണ്ട് പോലീസ് പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കും ഒരു സ്വരം പുറത്ത് വരികയാണ്, മുസ്ലിം ആയതുകൊണ്ട് ഡബ്സിയെ ഉപദ്രവിക്കുകയാണല്ലോ, മുസ്ലിം ആയതിന്റെ പേരിൽ ഡബ്സിയെ വേദനിപ്പിക്കുകയാണല്ലോ, മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു നരവേട്ടയല്ലേ ഇത് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഒരു ശബ്ദം ഉയരുകയും ഒരു വിഭാഗം ഏറ്റുപിടിക്കുകയും എതിർക്കാൻ വരുന്നവൻ അത് അപ്പം ഒരു ഹിന്ദു ഒരുത്തൻ ചോദിക്കുകയാണ്, എന്റെ പൊന്നെ ഏട്ടാ അവനെ കേസിൽ പിടിക്കപ്പെട്ടതിന്റെ പേര് നിങ്ങൾ എന്ത് മുസ്ലിം എന്ന് പറയാം. ആ എടാ വർഗീയവാദി തെണ്ടി, നീ സംഗീതം തന്നെ. നവമാധ്യമങ്ങളിൽ എന്റർടൈൻമെന്റ് അപ്പുറത്തേക്ക് ചൂടുകയറിയ ചർച്ചകൾ നമ്മൾ കാണും. ഇതിലെ പ്രധാനപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതുവരെ ഇൻ്റർവ്യൂ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ആളുകൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാനൊക്കെയാണ് ആഗ്രഹം. ഇതിൽ ഞാൻ തുടക്കത്തിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാര്യം പറയട്ടോ, ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെ കണ്ടിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഞാൻ തുടക്കത്തിൽ പറയുന്നു, അഖിൽ മാരാറിനും വേടനെയും ഈ റോഹനെയും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടെ ഇതുമായി ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കോൺട്രവേഴ്സികൾ വന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരു മോഡറേറ്റർ എന്ന രീതിയിൽ ഒരാൾ, അതിപ്പോൾ റോഹൻ ആങ്കറിലെ റോഹനും അതേപോലെ ഇൻ്റർവ്യൂവർ, അതേപോലെ തന്നെ ഒരു വശത്ത് ഒരു സീറ്റിൽ അഖിൽ മാരാറും ഒരു സീറ്റിൽ വേടനും ഇരുന്ന് ഉള്ള ഒരു ചർച്ച കാണാൻ ഞാൻ കാര്യമായി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് 3 പേര് ഒരേ സമയത്തോടെ കാണണം, അപ്പോൾ രസമായിരിക്കും. വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ റോഹന് പകരം രജനീഷോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അടിപൊളി. ഇപ്പോൾ രജനീഷും അടിപൊളിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളാണല്ലോ. അതായത് ക്ഷമയുള്ള ഇൻ്റർവ്യൂവർ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ക്ഷമയുള്ള ഒരു ഇൻ്റർവ്യൂവർ, അത് റോഹൻ ആയിക്കോട്ടെ, രജനീഷ് ആയിക്കോട്ടെ, വേടനും ഹിരൺദാസ് മുരളി അതേപോലെ അഖിലും, ഈ 3 പേരായിട്ടുള്ള ഒരു സംഗതി. എനിക്കിതിനെ നിരാശപ്പെടുത്തിയുള്ള കാര്യം എന്ന് വെച്ചാൽ, റോഹൻ പലപ്പോഴും അഖിൽ മാരാർ പറയുന്ന ഒരു കാര്യത്തെ പലപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സംസാരിക്കണം. എന്തെങ്കിലുമൊക്കെ മൂപ്പരിങ്ങനെ സംസാരിക്കും അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞങ്ങൾക്ക്. അതായത് നമുക്കറിയാലോ, ഇവിടെ അത്ര സപ്പോർട്ട് കിട്ടാത്ത ഒരാൾ അഖിൽ മാരാറാണ് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ അത്ര സപ്പോർട്ട് കിട്ടാത്ത ഒരാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ഒരു ഇത് നമുക്കുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, തെറ്റാണെന്ന് അറിയില്ല കേട്ടോ, കേസിൻ്റെ അഭിപ്രായം പറയാം. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് വേടനാണ്, ഹിരൺദാസ് മുരളിക്കാണ്. ഇവിടെ അഖിലിന് അത്ര സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത്ര സപ്പോർട്ട് കിട്ടാത്ത ഒരാളുടെ വോയിസിനെ നമ്മൾ അടിച്ചമർത്തുന്നത് ശരിയില്ലല്ലോ, അതൊരു തരം ചൂഷണമല്ലേ. അപ്പോൾ അത്ര സപ്പോർട്ട് കിട്ടാത്ത ഒരാൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മളെന്ത് ഒന്ന് കേൾക്കാനുള്ള ശ്രമം നടത്തുക എന്ന് പറയുന്നത് ക്ഷമ കാണിക്കുന്നത് വലിയ കാര്യമില്ലേ. ഇവിടെ പലപ്പോഴും എനിക്ക് റോഹൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴേക്ക് റോഹൻ എന്തോ കൃത്യമായിട്ട് ഒരു അജണ്ട ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ അവരൊരു വ്യൂ റേറ്റിംഗ് വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും അഖിൽ മാരാർ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് മാക്സിമം മുതലെടുക്കണമല്ലോ. കാരണം അഖിൽ മാരാർ കാശ് കൊടുക്കണം അങ്ങനെ ഇൻ്റർവ്യൂവിൽ വരണമെങ്കിൽ. പിന്നെ ആ ചാനലിലും ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെൻറ്റ് അല്ലേ, നല്ല വ്യൂസൊക്കെ കിട്ടണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചെയ്യണതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റേ രേണുസുധീനെ ഹോട്ട് സീറ്റിൽ ഇരുത്തിയിട്ട് ഷാരിക ഒരു അവരുടെ ഒരു ഇൻ്റർവ്യൂ സംഗതി ഉണ്ടായിരുന്നില്ലേ, ഒരു പ്രോഗ്രാം. അത്തരത്തിൽ സജീവമായിട്ടുള്ള സാന്നിധ്യമാണ് ഇന്ന് ജിഞ്ചർ മീഡിയയോടൊപ്പം ചേരുന്നത് റൈറ്റർ, ഡയറക്ടർ, ബിഗ് ബോസ് വിന്നർ അഖിൽ മാരാർ. നമസ്കാരം. കയ്യിലെ തിളക്കൊക്കെ കൂടി തുടങ്ങിയോ? ഈ നോർമലി നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ ഏറ്റവും ഒടുവിൽ ഞാൻ ബിഗ് ബോസ് വിന്നർ എന്നുള്ളതാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ അഖിൽമാറിന്റെ ഒരു എൻ്റയർ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ഇന്നിംഗ്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അല്ലെ, അടുത്തൊരു ഘട്ടത്തിലേക്ക് കൃത്യമായി കടന്നത്
തീർച്ചയായിട്ടും. ഇപ്പൊ പണ്ട് അഖിൽമാരാർ പറയുന്ന വിഷയങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രമം കൊണ്ട് മാത്രമാണെന്നുള്ളത് പറയുമ്പോഴും ഇവിടെ എങ്ങനെയാണ് ഇതേ രീതിയിലേക്കുള്ള വളർച്ച കാലക്രമേണ ഉണ്ടായ വേടന്റെ വിഷയത്തിൽ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയാണെന്ന് മാരാർക്ക് പറയാൻ പറ്റുന്നില്ല? അല്ല, ഞാൻ പറഞ്ഞത് വേടന്റെ രാഷ്ട്രീയമായ അജണ്ടയൊന്നല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു അല്ലെങ്കിൽ ദളിത് ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അതിന് ഇത്രത്തോളം ശ്രമിക്കുന്നതെങ്കിൽ ആ ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണെന്നുള്ള രീതിയിലേക്ക് വേടന്റെ വളർച്ചയിൽ എങ്ങനെയാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ ഞാൻ വേടനെ എപ്പോഴാണ് ലോകത്ത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധയിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഇത്രത്തോളം വലിയ ഷോകളും അല്ലെങ്കിൽ ബന്ധപ്പെട്ടല്ല. ഏകദേശം എത്ര നാളുകൾക്ക് മുന്നെയാണോ? ഒരു 2-3 വർഷം എനിക്ക് തോന്നുന്നു 2016 തോന്നുന്നല്ലോ വേടന്റെ ആദ്യത്തെ പാട്ട് സോങ് വരുന്നു. നമ്മളത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പൊതുവെ ഈ റാപ്പ് സോങ്ങുകൾ കേൾക്കുന്ന ഒരാളല്ല. ബിഗ് ബോസിൽ എൻ്റെ ഉണ്ടായിരുന്ന റിനോഷിന്റെ 1 കോടിയിലധികം ആൾക്കാർക്ക് പാട്ടാണ് ഈ മല്ലു. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം റിനോഷ് ചെയ്ത വർക്ക് എന്താണെന്ന് സെർച്ച് ചെയ്ത് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം പൊതുവെ റാപ്പ് സംഗീതം ഞാനങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷെ റാപ്പ് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർക്കുണ്ട്. അവർക്കിടയിൽ വേടൻ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വേടനെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് റേപ്പ് അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2023 ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു. ആ പെൺകുട്ടി കോടതിയിൽ പരാതി കൊടുക്കാത്തത് കൊണ്ട് നമ്മളാരും അതിന്റെ കേസിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചില്ല. പക്ഷെ ഇദ്ദേഹം അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 കഞ്ചാവ് കേസുമായിട്ട് പിടിക്കപ്പെട്ടു. രണ്ടാമത് വീണ്ടും കഞ്ചാവ് കേസുമായി പിടിക്കപ്പെട്ടു. അപ്പൊ ഈ ഒരു പരിധി മൊത്തം എടുത്ത് നോക്കൂ. ആരെങ്കിലും കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് 2016 ചെറിയ രീതിയിൽ തുടങ്ങി താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നു. പതിയെ തന്റെ കഴിവുണ്ട്. അദ്ദേഹത്തിന്റെ ഭയങ്കര ഒരു ഓറയുള്ള ഒരു പാട്ടുകാരനാണ്. ഭയങ്കരമായ രീതിയിൽ ഓഡിയൻസിനെ ആകർഷിക്കാൻ ശേഷിയുള്ള വാക്കുകളിലും വരികളിലും അഗ്നി വളർത്താൻ ശേഷിയുള്ള ഒരു പാട്ടുകാരൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അയാളിലേക്ക് ഒരുപാട് പേർ ആകർഷിതരായത്. അയാളുടെ വളർച്ചയ്ക്ക് അയാളുടെ ജാതി തടസ്സമായിരുന്നു. എനിക്കിപ്പോഴും വേണ്ട ജാതി എന്താന്ന് പോലും അറിയില്ല കേട്ടോ. അത് വേണം പറഞ്ഞു ആരോപണങ്ങളാണ്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഇത്രയേ ഉള്ളൂ. അതായത് ആ വളർച്ചയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് അകമ്പടിയോടെയോ അല്ലെങ്കിൽ അജണ്ടയോ ഉണ്ടായിരുന്നു? ആ വളർച്ചയ്ക്ക് ഇല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ഒരാളുടെ 5 ലക്ഷത്തിൽ നിന്നുള്ള പ്രതിഫലം 25 ഇവിടെ ഒന്നുമില്ല ലക്ഷത്തിലേക്ക് ഉയർത്തി കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? അത് ആരെങ്കിലും ഉയർത്തി കൊടുക്കുന്നത് ആരാ? ഒരു രാഷ്ട്രീയ പാർട്ടിയോ? അല്ല, അത് രാഷ്ട്രീയ പാർട്ടി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും അടുത്ത വരികളിലാണ് ഇത് കുറിക്കുന്നത്. അല്ല, ഞാൻ അത് എപ്പോഴാണ് നമ്മൾ ഏത് സാഹചര്യത്തിലാണ് എന്തുകൊണ്ടാണ് 2024 നമ്മൾ വേടനെ കുറിച്ചൊന്നും പറയാനില്ല? വേടൻ റേപ്പ് കേസിൽ പെട്ടപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല. ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ 2017 ഒരു ക്രിമിനൽ പറയുകയാണ്, ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കേരള സമൂഹം ദിലീപ് പറഞ്ഞു, ഭീകരമായിട്ട് ഒറ്റപ്പെടുത്തി. ചെയ്യാൻ അയാളോട് കാണിക്കാൻ പറ്റുന്ന എല്ലാ ക്രൂരതയും കാണിച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിലെ പല നടന്മാർക്കെതിരെയും ഇതേ ആരോപണം വന്നു. വേടന് സമാനമായി വന്ന ആരോപണമാണ്. അതൊന്നും തന്നെ ആ നിമിഷം അല്ലെങ്കിൽ ഇന്നുണ്ടായ പീഡനം നാളെ പറഞ്ഞതല്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പിന്നീട് ഹേമ കമ്മീഷൻ പറയുന്നത്. വേടനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ട്. പക്ഷേ വേടൻ ഇത് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട്. മാപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചായിരുന്നു ന്യായീകരണം. യെസ്, ഈ സംശയം എനിക്കുണ്ടായിട്ടുണ്ട് ഗൈസ്. വേടനല്ല ആരായാലും ഇതൊരു ഇനീക്വാലിറ്റി, അസമത്വമല്ലേ? ഇപ്പോൾ പറയില്ല ജാതിയുടെ പേരിൽ അവഹേളിക്കുന്നു, പ്രിവിലേജ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വേടന് പ്രിവിലേജ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു റേപ്പ് കേസിൻ്റെ അലിഗേഷൻ അവിടെ വന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ മാപ്പ് പറയുമ്പോൾ മാപ്പല്ല പറയേണ്ട, അങ്ങനെ കൊണ്ടിട്ട് ഒരു നിയമവ്യവസ്ഥയുടെ കീഴിൽ നിൽക്കേണ്ട ആ വഴിക്ക് അതങ്ങനെ പോകണമെന്നും സമൂഹം മൊത്തം അവർക്കൊരു ഭ്രഷ്ട് കൽപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരെ അങ്ങനെ മോശം, അതായത് അവർ ഒരു തെറ്റ് ചെയ്ത ആളുകളാണ് റേപ്പ് കേസ് എന്നുള്ളൊരു സംഗതി. ആ ലെവലിൽ അങ്ങനെ നിൽക്കുമ്പോൾ വേടൊരു പ്രത്യേക പ്രിവിലേജ് ആളുകൾ ചാത്തി കൊടുത്ത് അല്ലേ? നിങ്ങൾ ഈ ഇമോഷനും അതും അതൊക്കെ വിട്. നിങ്ങൾ വളരെ ന്യൂട്രലായിട്ട് ആലോചിച്ച് നോക്കി. ഇവിടെ വേടൻ പ്രിവിലേജറല്ല പറയുമ്പോൾ ഇവിടെ പ്രിവിലേജ് കിട്ടുകയാണ് ചെയ്തത് അല്ലേ? ഒരു കോമൺ സെൻസ് വയ്ക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. വേടൻ മാപ്പ് പറഞ്ഞില്ലേ, മാപ്പ് പറഞ്ഞ ഈ പ്രശ്നം തീരുക. 60 തിരുവത്ത് പോലും മാപ്പ് പറഞ്ഞതിന്റെ പേരിൽ പോയി ലൈക്ക് അടിച്ചതിന്റെ പേരിൽ പിന്നീട് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ മാപ്പ് കൊടുക്കണം. ഇനി ഞാൻ എവിടെയാണ്? അതാ ഞാൻ 2021 അതായത് വേടന് പൊതുസമൂഹം മാപ്പ് കൊടുത്തോ എനിക്കറിയില്ല. കേസ് നിൽക്കുന്നുണ്ടോ? വേടന് ഈ ലൈംഗിക ആരോപണത്തിൻ്റെ ഇതിൽ വേടൻ മാപ്പ് പറഞ്ഞപ്പോൾ പൊതുസമൂഹം മാപ്പ് കൊടുത്തോ വേടന്? 22, 23, 24, 25 തുടക്കത്തിലോ നമ്മൾ ആരും
വേടനെ എതിർത്തിട്ടുമില്ല. വേടന്റെ പാട്ട് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം വേടനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വേടൻ പൂർണ്ണമായും ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമാണ് വേടനെ നമ്മൾ കേരളത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ വരികളിൽ കുറച്ചും കൂടെ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് ജാതി നോക്കിയിട്ടല്ല, ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ആയിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലവർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ എന്നാലും ഒരാളെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ ഒരു പ്രവൃത്തി, അയാൾ എങ്ങനെയാണ് കാര്യങ്ങളോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഒരു ഇൻ്റലിജൻസ് ലെവൽ, അയാൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കണമെങ്കിൽ. എനിക്ക് ഇതിൽ വേടനെയും വീണ്ടും വേടൻ പറഞ്ഞ സ്വന്തം പേര് ഉപയോഗിക്കുക എനിക്ക് വായിൽ തന്നെ വരണം. അതായത് നമ്മൾ കേൾക്കണതാണ് ഹിരൺദാസ് മുരളിയോടും അതേപോലെ അഖിലിനോടും ഒക്കെ നമുക്ക് ഇഷ്ടം തോന്നാനുള്ള, എനിക്കിഷ്ടം തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവർ സ്ട്രഗിൾ ചെയ്ത് വളർന്നു വന്ന ആളുകളാണ്. ഇപ്പോൾ അഖിൽ ചെറുപ്പത്തിൽ ഒരുപാട് ദുരിതം അനുഭവിച്ച് ഓലപ്പുരയിലും ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെയാണ് വളർന്നു വന്നത്. കാശ് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നിലായിരുന്നു. എന്നിട്ട് എന്താ പറയുക, ക്ലാസ് ടോപ്പറായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പുറത്ത് വേടനും ഇത് ഏകദേശം ഇതുപോലുള്ള ദുരിതം അനുഭവിച്ചിട്ട്, അതായത് വേടൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചല്ല പ്രത്യേകം എടുത്ത് പറഞ്ഞു, ജാതീയമായിട്ട് അവഹേളനങ്ങളും അങ്ങനെ ദുരിതവും ഒക്കെ അനുഭവിച്ചിട്ട് രണ്ടുപേരും വടവീടുകളിലൊക്കെ താമസിച്ച് അങ്ങനെ വന്ന ടീംസാണല്ലോ, അപ്പോൾ ആളുകളാണല്ലോ. അപ്പോൾ എന്നിട്ട് വേടൻ പറയുന്ന പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കും മാർക്ക് കിട്ടണില്ല, മണ്ടേ കയറുന്നില്ല പഠിക്കണ കാര്യങ്ങളൊന്നും. അത് മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്, വേടൻ്റെ വാക്കാണ് പറയുന്നത്. വേടൻ എന്താ പറഞ്ഞത്, അത് DNA ഇല്ലാന്ന്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക അല്ലേ? എന്നിട്ട് അത് ഒരാളുടെ ഒരു കുട്ടിയുടെ DNA ഈ സാധനം എല്ലാ കുട്ടിക്കും മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ അത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മൊത്തം വെല്ലുവിളിക്കുന്ന ഒരു സംഗതിയല്ലേ? എനിക്ക് തോന്നുന്നില്ല. എനിക്കത് അങ്ങനെയാണെങ്കിൽ അല്ല, അത് വേടൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോഴേക്കും ആളുകൾ വേടൻ്റെ കമ്മ്യൂണിറ്റി മൊത്തം നോക്കിയിട്ട് വേടൻ ദളിതർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ടീം അങ്ങനെ വന്ന്, അതുപോലെ അഖിൽമാരാർ എന്താണ് ഒരു പ്രിവിലേജറായ ആളുകൾക്ക് വേണ്ടി സംസാരിക്കണം പറഞ്ഞിട്ട് ഇപ്പുറത്തൊരു ടീം. എനിക്കത് വിഡ്ഢിത്തമായിട്ട് തോന്നിയത്. വേടൻ്റെ അഭിപ്രായം പറഞ്ഞു, വേടന് പഠിക്കാൻ എന്താ പറയുക ഈ സാധനങ്ങളൊന്നും മണ്ടയിൽ കയറുന്നില്ലായിരുന്നെങ്കിൽ വേടൻ ഒരു ന്യായീകരണം പറയുകയാണ് DNA ഇതില്ലാന്ന്. അഖിലിന് പക്ഷെ പഠിക്കാൻ മണ്ടയിൽ കയറിയായിരുന്നു. ഒന്നർത്ഥം വേടൻ്റെ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അഖിലിൻ്റെ മണ്ടയിൽ ഇത് സാധനം ഉണ്ട് എന്നാണ്. എന്നത് മാറ്റി വെച്ചാൽ ഒരു ഭാഗത്ത് പോലും അയാളെന്ന് പറയുന്ന കലാകാരൻ നമുക്ക് നാളിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എപ്പോഴാണ് നമുക്കിത് തോന്നിയത്? ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒരു കഞ്ചാവ് കേസിൽ അയാൾ പിടിക്കപ്പെടുന്നു. അയാളുടെ കഴുത്തിൽ പുലിപ്പല്ല് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഫോറസ്റ്റ് ഒരു കേസ് എടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ? സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യമാണ്. ദളിതർക്കെതിരെയുള്ള ക്രൂരമായ പ്രശ്നങ്ങളാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് വേടൻ എന്ന് പറയുന്ന കലാകാരനെ അംഗീകരിക്കാൻ കഴിയാത്ത അതാരാ സർക്കാരിനാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് BJPയോ കോൺഗ്രസിനെയോ അല്ല. അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ഒരു ജനരോഷം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നു. അപ്പൊ പുറത്തിറങ്ങിയ വേടൻ നോക്കിയപ്പോൾ തനിക്ക് മുൻപെങ്കും കിട്ടാത്ത വിധം, തന്റെ പരിപാടിക്ക് മുമ്പില്ലാത്ത വിധം ആൾക്കാർ വരുന്നു, മുൻപ് കിട്ടാത്ത വിധം സ്വീകാര്യത കിട്ടുന്നു. കിട്ടിയതിന്റെ കാരണം ഈ ജാതിക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ അയാൾക്ക് അനുകൂലമായിട്ട് ഏതോ ഒരു വിഭാഗം ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരിക്കലും പറയാൻ പറ്റില്ല, യോജിക്കാനാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് വേടൻ എന്നുള്ള ഒരു സ്വീകാര്യത കിട്ടുന്നത് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട അല്ല. അപ്പൊ അതിന് മുൻപായിട്ടും ഇത്രത്തോളം സ്വീകാര്യത കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വിഷയം വന്നപ്പോഴാണെങ്കിലും ജനശ്രദ്ധയെ ആകർഷിച്ചത് അല്ലെ? അല്ല, ഞാൻ പറയുന്നത് അയാൾക്ക് അവിടെ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഞാൻ പറയുന്നത് നമ്മുടെ മലയാള സിനിമയിൽ ഏതെങ്കിലും പ്രമുഖരെ, ഇപ്പൊ മലയാള സിനിമയിൽ തന്നെ കഞ്ചാവ് മയക്കുമരുന്ന് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കരമായ ആരോപണങ്ങൾ ഇവർക്കെതിരെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇവരെയൊക്കെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കേസിലായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിലല്ല അറ്റാക്ക് വന്നത്, പിന്നീട് ഈ പുലിപ്പല്ലിന്റെ പേരിലായിരുന്നു അറ്റാക്ക് വന്നത്. അപ്പോൾ ഞാനും അനുകൂലിച്ച് എഴുതിയിട്ടുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഞാൻ വേടനെ അനുകൂലിച്ചാണ് ഞാൻ ആ സമയത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ പുറത്തിറങ്ങിയ വേടൻ പാട്ട് കല എന്നത് മാറ്റി വേടൻ പിന്നീട് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയമാണ്. അവിടെയാണ് അപകടങ്ങൾ വന്നു പറയുന്നത്. ഈ വേടൻ അരുൺകുമാറുമായിട്ട് കൊടുത്ത ഇന്റർവ്യൂ കൂടെ കഴിയുന്നതോടുകൂടി, അതായത് വേടൻ സംസാരിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ട് അഖിൽമാർ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. വേടൻ എന്താണ് അനുഭവിച്ചത് എന്നുള്ള രീതിയിലേക്ക്, അതല്ല അതിന് കമ്പാരിസൺ ആയിട്ട് താരതമ്യം ചെയ്യുന്നത് മണിച്ചേട്ടന്റെ പാട്ടുകളായിട്ടുമായിരുന്നു. മണിച്ചേട്ടന്റെ ഇപ്പൊ ഒന്നിനെ വിമർശിക്കാനോ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ആണെന്നുണ്ടെങ്കിൽ പോലും മറ്റൊന്നിനെ താരതമ്യം ചെയ്ത് പറയുക ചെയ്യുന്നത്. അപ്പം
മണിച്ചേട്ടൻ എഴുതിയത് സ്വന്തം അവസ്ഥയിൽ നിന്നാണ് മണിച്ചേട്ടൻ പാട്ടുകൾ എഴുതിയെന്ന് പറഞ്ഞോട് തന്നെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇത്രത്തോളം പഠിച്ചു മനസ്സിലാക്കി പറയുന്ന അഖിൽമാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റി. കാരണം മണിച്ചേട്ടൻ പാടിയ പാട്ടുകളെല്ലാം എഴുതിയത് അറുമുഖൻ എന്ന വ്യക്തിയാണ്. അപ്പൊ മണിച്ചേട്ടൻ സ്വന്തം അല്ലെങ്കിൽ ഉമ്പായി കുടിച്ചാണ്ട് പാണം കൗണ്ടർ ചോദ്യമുണ്ട്. ചോദിക്കും. സാധാരണ നമ്മൾ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നമ്മൾ നേരിട്ട് കാണാത്തടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ എങ്ങനെയാണ് റോഹൻ എങ്ങനെയാണ് ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ വിശ്വസിക്കുന്നത്? ഒരു കാര്യത്തിലേക്ക് ഓൾറെഡി അത് എഴുതിയോ അതിപ്പോ പാടിയ ആള് തന്നെ പരിഗണ എഴുതണം അല്ലെങ്കിൽ അവസ്ഥ അതുകൊണ്ടാണ് എഴുതിയെന്ന് ഇങ്ങനെ പറയാം. അങ്ങനല്ല റോഹൻ, ഏണ്ടോ റോഹൻ കൃത്യമായ അജണ്ട ഉണ്ട്. റോഹനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ റോഹൻ അതിനല്ല മറുപടി പറയണത്. റോഹൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് ഇന്ന ചോദ്യം ചോദിക്കാന്നുള്ള ഒരു ലെവലിലാണ് ഇവിടെ നിൽക്കുന്നത്. അത് റോഹൻ നമുക്ക് തെറ്റു പറയാൻ പറ്റൂല. മൂപ്പരാണ് ഇതിൻ്റെ തേരാളി, ഒരു ആങ്കർ എന്നൊക്കെ അല്ലേ, ആങ്കറാണ് ഇതിൻ്റെ മെയിൻ ആള്. ഇവിടെ അഖിൽമാരാർ പറഞ്ഞതിന് മുഴുവനായിട്ട് എനിക്കങ്ങോട്ട് മുഴുവനായിട്ട് അംഗീകരിക്കാനും പറ്റൂല കേട്ടോ. അതായത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ പക്ഷേ അഖിൽമാരാറിന് ലോജിക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. വേറെ നല്ല കഴിവുണ്ട്, അഖിൽമാരാറിനും കഴിവുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് നമുക്കിങ്ങനെ അന്ധമായ രീതിയിൽ ചില കാര്യങ്ങളങ്ങോട്ട് വൈകാരികമായിട്ട് അതിവൈകാരികമായിട്ട് എടുക്കണത് എനിക്ക് അങ്ങനെ കാര്യങ്ങളോട് വലിയ താല്പര്യമില്ല കേട്ടോ. നമുക്ക് ഈ ലോജിക്ക് വേണമല്ലോ. നമ്മളൊരാളെ വിഗ്രഹാരാധന നടത്തുന്ന പോലെ ഇയാൾ ഞങ്ങളുടെ പ്രതിനിധി, ഇയാൾ എന്ത് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ അത് അംഗീകരിക്കൂല, അയാളുടെ ഭാഗത്ത് തന്നെയാണ് ശരി, ഇയാൾ ഞങ്ങളുടെ നേതാവ് കൊണ്ട് പൊക്കിക്കൊണ്ടുവരുമ്പോഴാണ് വിഷയം. ഇപ്പോൾ അഖിൽമാരാർ എന്തൊക്കെ തോന്നിയാസം കാണിക്കണം, തോന്നിയാസം കാണിക്കുമ്പോൾ നമ്മളതിനെ ചൂണ്ടിക്കളിക്കും. അതിലുള്ള ലോജിക്കലി പ്രശ്നം എന്താണ് അതിൻ്റെ വിഷയങ്ങൾ, ഇതിപ്പോൾ അങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ എന്നൊക്കെ. ഇപ്പം പിന്നെ ഈ ചേരി തിരിഞ്ഞിട്ട് ആളുകൾ ഈ ആക്രമിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം കേട്ടോ. നമ്മൾ പറയല്ലോ, നമ്മളിപ്പം ബ്ലാക്ക് വൈറ്റ് എന്ന് പറയുമ്പോൾ അതിനിടയിൽ ഗ്രേ പറഞ്ഞുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഗ്രേ ഏരിയനെ കുറിച്ച് കൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അങ്ങനൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഈ ഡ്യുവാലിറ്റി മാത്രമല്ലല്ലോ, രണ്ട് തരത്തിൽ മാത്രമല്ല, മൂന്നാമതൊരു ഓപ്ഷൻ കൂടി അവിടെ വരൂലേ. 3, 4, 5 ഒക്കെ ഓപ്ഷൻസ് അവിടെ വരാൻ സാധ്യത ഉണ്ട്. അറ്റ്ലീസ്റ്റ് 2 മാത്രമല്ല മൂന്നാമത്തെ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു മിനിമം കോമൺ സെൻസാണ് ഒരു മനുഷ്യന് വേണ്ടത്. ആ ഒരു മിനിമം തുറസ്സായിട്ടുള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറേ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ മാറാൻ പറ്റും തോന്നുന്നു. ഇപ്പോൾ പലരും പറയുന്നുണ്ട് അഖിൽമാരാറുടെ കൂടെയാണോ വേടൻ്റെ ഹിരൺദാസ് മുരളിയുടെ കൂടെയാണോ, അഖിൽമാരാറിൻ്റെ കൂടെയാണോ, അഖിലിൻ്റെ കൂടെയാണോ, ഹിരൺദാസ് മുരളിയുടെ കൂടെയാണോ? ഈ 2 പേര് പറയണതിൽ ഒരു പിഴവുകൾ അല്ലെങ്കിൽ വിഡിത്തകൾ ഉണ്ടായിരിക്കും. ഈ 2 പേരും കറക്റ്റ്, അല്ലെങ്കിൽ ഇന്നാൾ മാത്രം കറക്റ്റ് മറ്റാൾ മാത്രം കറക്റ്റ്, അല്ലെങ്കിൽ ഇന്നാൾ മോശം മറ്റാൾ മോശം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഈ 2 പേരിൽ വിഷയമുണ്ട്. നമ്മളെ പോലെ തന്നെ മനുഷ്യരൻ്റെ വരും. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇവരുടെ ഇത് എനിക്ക് എന്തോ സെറ്റായി തോന്നുന്നില്ല, അല്ലെങ്കിൽ മറ്റാളുടെ ഇതുപോലെ സെറ്റായി തോന്നില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അത് മനസ്സിലാക്കാവുന്നൊരു സംഗതി പലർക്കും ഇല്ല തോന്നുന്നു. ചിലവർ വേടനെ ഹിരൺദാസ് മുരളീനെ ബ്ലൈൻഡായിട്ട് ഇങ്ങോട്ട് ഉള്ളിക്കിട്ട് ടങ്കാണ് മുത്താണ് എന്നുള്ളൊരു സംഗതി. ചിലവർ അഖിലിനെ അഖിൽ എന്ത് പറഞ്ഞാലും അഖിൽ അടിപൊളിയാണ്, അഖിലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. എന്ത് കഷ്ടമാണത്. പറഞ്ഞൊരു കാര്യമുണ്ട്, മണിച്ചേട്ടൻ എഴുതിയത് തന്റെ അവസ്ഥ കൊണ്ടാണെന്നുള്ളതും അത് ഇത് വേടന്റെ കാര്യത്തിൽ വരുമ്പോ അത് അങ്ങനെയല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതായത് ഞാനത് പറഞ്ഞെന്തുകൊണ്ടാണ് പറഞ്ഞത്, ഈ പറഞ്ഞത് നമ്മൾ ചില കാര്യങ്ങളെ പെട്ടെന്ന് ഒരു ദിവസം എടുത്തു വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. 2025 തുടക്കം മുതൽ വേടനെ എതിർക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ, ഞാൻ ഉൾപ്പെടുന്ന കുറച്ച് പേർ, എന്തുകൊണ്ട് വേടനെ എതിർത്തു അവിടെ തൊട്ട് വേണം നമുക്ക് തുടങ്ങാൻ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അരികവൽക്കരിക്കപ്പെട്ടവർക്കും കേരളത്തിലെ ദളിത് സമൂഹത്തിന് വേണ്ടിയാണ് വേടൻ എഴുതുന്നത് എന്ന് പറഞ്ഞപ്പോ പാലസ്തീനിലെ ജനത എന്ന് പറയുന്നത് കേരളവുമായിട്ടോ ഇന്ത്യയുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. മ്യാൻമാറിലെ ജനതയ്ക്ക് ഇവിടമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശ്രീലങ്കയിലെ തമിഴ് പുലികൾക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചത് കലാഭമണി എഴുതിയത് പാടിയത് എന്ന് ഞാൻ പറഞ്ഞത് കുമ്പായി കുച്ചാണ്ടിന്റെ കാര്യം പറഞ്ഞോടെ പറയുന്നത്. വരികളിലൊക്കെ തന്നെ ദയനീയമായിട്ടുള്ള അവസ്ഥകൾ തന്നെയാണ് കേൾക്കുന്നത്. ഇത് ഗൂഗിളിന്റെ അറിവാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് തെറ്റാ, ഗൂഗിളിനും തെറ്റാ. The song Mumbai Kuchand often associated with the name Mumbai Kuchand is written and sung by Kalapamani. It is a popular Malayalam folk song featured in the album Attappu according to Geo7. എന്നിട്ട് Geo7ന്റെ പേജിലും കിടക്കുന്നത് മുംബൈ കുച്ചാണ്ട് സോങ് ആൻഡ് റിലിക്സ് ബൈ കലാഭമണി എന്നാണ്. ഇത് എന്റെ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഗൂഗിളിന്റെ തെറ്റായിരിക്കാം. പക്ഷെ അത് മാറ്ററല്ല. അതായത് അതിലൊരു കാര്യം കൂടി പരിപാടി കൂടി ചേർക്കുന്നത് പോയി. അപ്പൊ ആ കാര്യത്തില് ഒരാള് എഴുതി വെച്ചു എന്ന് പോലും ഉറപ്പില്ല. അത് ഒരു പക്ഷെ ഞാൻ മനസ്സിലാക്കി തെറ്റ് വന്നായിരിക്കാം. നമ്മുടെ മാറ്ററല്ല ഞാൻ പറഞ്ഞു വന്നത്. അത്തരത്തിൽ ഒരാളെ വിമർശിക്കാൻ അവസ്ഥയിൽ നിന്ന് അവനവന്റെ അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ അവനവന്റെ കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ചും അത് കഴിഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ അനുഭവിച്ചത് കൂടിയാണ് എഴുതുന്നത് എന്നുള്ളത്.
ഇനി ആ ഒരാൾ എഴുതുന്ന വരികൾ അത് മറ്റുള്ളവർക്ക് ഇത്രത്തോളം ഇൻജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അനുഭവിച്ച ഒരുപാട് പേര് സമൂഹത്തിൽ ഉണ്ടെന്ന് കൂടി വേണം മനസ്സിലാക്കാൻ, അല്ലെ? ഇപ്പൊ ഞാൻ അവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് രോഹൻ. ആദ്യം ഇപ്പം ഞാൻ ഇതിനകത്ത് എപ്പോഴാണ് വേടനെതിരെ പറഞ്ഞു തുടങ്ങിയെന്ന് അറിയാമോ? റിപ്പോർട്ടർ ചാനലിലെ വേടന്റെ ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ്. കല മാറ്റി, പാട്ട് മാറ്റി, വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. വേടൻ അവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകികളാണ്, കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയെന്നാണ് ജയ് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇത് തിരിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഒരു കേരളത്തിൽ 5 നേരം കേൾക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വാക്ക്. എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിന് മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും 5 നേരം ബാങ്കിൽ ഇത് വിളിന്ന് മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വന്നിരുന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചുമ്മാ ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയിലെ ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയട്ടെ. വേടൻ ജയ് ശ്രീറാം വിളി കുറിച്ചിട്ട് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എനിക്ക് ഇന്ന് മനസ്സിലായത്, ചില ആളുകൾ ഇരന്താസ് മുരളി എന്നല്ല ആരായാലും സംസാരിക്കുമ്പോൾ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വലിയൊരു കാര്യത്തിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രം എടുത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ കാഴ്ചപ്പാട് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കാര്യങ്ങളെ അവതരിപ്പിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം, മഞ്ചരല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ജയ് ശ്രീറാം എന്നുള്ള ഒരു വിളി, ഇപ്പോൾ വേടനെ വിമർശിക്കുന്ന ആളുകളൊക്കെ സംഘികളാണെന്ന് പറഞ്ഞിട്ട് ചില വിവരം കെട്ട ജന്തുക്കൾ അങ്ങനെ വിവരം കെട്ട രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അതേപോലെ അഖിലിനെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വേറൊരു ടീമായിട്ട് മാറി എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വിമർശിക്കാൻ പറ്റും. അതിപ്പോൾ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടോ സംഘി ആയതുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. എന്തിനും എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ഈ പാർട്ടി കൊണ്ടുപോയി വെക്കണതിന് മനസ്സിലാവാത്ത സ്വതന്ത്രമായ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായ വ്യക്തി തന്നെയാണ് അതിനർത്ഥം. ഓക്കെ, അത്രയേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം അതാണ്. അപ്പോൾ ഇവിടെ ജയ് ശ്രീറാം വിളീനെ കുറിച്ച് ഇവിടെ പറയുന്ന സമയത്ത് വേടൻ ഒരു പക്ഷേ ഹിരൺദാസ് മുരളി ഒരു പക്ഷേ അങ്ങനെ കേട്ടിട്ടുണ്ടാവുള്ളൂ. അതിപ്പോൾ ഹിരൺദാസ് മുരളി എത്തുമ്പോൾ എന്താ മൂപ്പര് അങ്ങനെ പറയണത് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല. മൂപ്പര് അങ്ങനെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഏത് സ്ഥലത്തു നിന്നാണ് മൂപ്പരത് കേട്ടത്, ഏത് സാഹചര്യത്തിൽ നിന്നാണ് കേട്ടത്, അതിപ്പോൾ ടി വിയിലൂടെയാണോ റേഡിയോയിലൂടെയാണോ അതോ ഏതെങ്കിലും സിനിമയുടെ ഏതെങ്കിലും സീനാണോ അങ്ങനെ കണ്ടിട്ടുള്ളത്, അതോ ശരിക്കും റിയൽ ലൈഫിൽ മൂപ്പര് കണ്ണുകൊണ്ട് കാതുകൊണ്ട് ഇത് കാണുകയും കേൾക്കുകയും ചെയ്തോ എന്നൊക്കെ അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം മൂപ്പര് ഇങ്ങനെ പറഞ്ഞല്ലോ, മൂപ്പര് കേട്ടിട്ടുള്ളത് ഈ ഒരു അവസ്ഥയിലാണ്, സാഹചര്യത്തിലാണ്. ആ സാഹചര്യം എങ്ങനെയാണ് കണ്ണുകൊണ്ട് കാതുകൊണ്ട് ശരിക്കും റിയൽ ലൈഫിൽ മൂപ്പര് കാണുകയാണോ കേൾക്കുകയാണോ ചെയ്തത്, അതോ ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി ഏതെങ്കിലും വീഡിയോയിൽ കണ്ടതാണോ കേട്ടതാണോ ഒന്നും നമുക്കറിയില്ല. 130 കോടി ജനങ്ങൾക്കിടയിൽ 100 കോടിയോളം വരുന്ന ഹിന്ദുക്കൾക്കിടയിൽ ചിലപ്പം ആ 100 കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ 1 കോടിയാണ്. 1 കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണ്. 1 ലക്ഷത്തിന്റെ 1% എന്ന് പറഞ്ഞാൽ 1000ആണ്. 1000 പേര് പോലും എൻ്റെ അറിവിൽ ഈ രാജ്യത്ത് പശുവിന്റെ പേരിൽ ഒരു കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ നമ്മുടെ അറിവിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള തലയ്ക്ക് വെളിവില്ലാത്തിട്ടുള്ള ആരോ ചെയ്ത വെളികളുടെ പേരിൽ ഹനുമാൻ ശ്രീരാമദാസനായി മാറി, ഹനുമാൻ ഭക്തിയോട് കൂടിയിട്ട് ധർമ്മത്തിന് വേണ്ടിയിട്ട് വിളിച്ച ഒരു വാക്കിനെ യാതൊരു അറിവുമില്ലാതെ വന്നിരുന്നിട്ട് പറയുന്നു. രാമനെ അറിയാതെ രാവണനെ എങ്ങനെ അറിയാൻ പറ്റും? സേതുമാധവൻ ഇല്ലെങ്കിൽ കീരിക്കാടൻ ജോസിന് എന്ത് പ്രസക്തി? അപ്പൊ ഇത് ആലോചിക്കണം. ഞാൻ പറഞ്ഞത് ഈ ഇന്റർവ്യൂ കേട്ടതിന് ശേഷമാണ് പ്രതികരിക്കുക. അതായത് ഇന്ത്യയിലെ കർക്കിടക മാസം വരാൻ പോകും, രാമായണ മാസം എന്നാണ് പറയുന്നത്. ഇപ്പൊ ശ്രീരാമനെ മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിനെ ഒരു വിഭാഗം ആക്ഷേപിക്കുന്നത് അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് കളഞ്ഞതാണെന്നാണ്. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം വന്നു കേരളത്തിൽ. മുഖ്യമന്ത്രി മകളെ സംരക്ഷിക്കത്തക്ക നിലപാടാണ് എടുത്തത്. ജനങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ജനത്തിന്റെ ആരോപണങ്ങൾക്ക് കാതു കൊടുക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഭരണാധികാരി ചെയ്യേണ്ടത് ഈ ആരോപണങ്ങൾ, എൻ്റെ മകളെ എനിക്ക് വിശ്വാസമാണ്, അവൾ തെറ്റൊന്നും ചെയ്യത്തില്ല, 100% എൻ്റെ മകൾ തെറ്റ് ചെയ്തില്ല. പക്ഷേ ഞാൻ ഒരുപാട് ജനങ്ങളുടെ പ്രതിനിധിയാണ്, അവർക്ക് സംശയമുണ്ട് എൻ്റെ മകൾക്ക് തെറ്റുണ്ടോ ഇല്ലയെന്ന്. അപ്പം 100% അന്വേഷണത്തിന് തയ്യാറാവണമെന്നും അവളെ തള്ളിപ്പറയാണ്. അത് മകളെ അച്ഛൻ തള്ളിപ്പറയുന്നത് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അവിടെ മകളെ അച്ഛൻ തള്ളിപ്പറയുന്നത് തന്നെ വിശ്വസിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. ശ്രീരാമൻ സീതയെ തള്ളിപ്പറയുന്ന സാഹചര്യം വരുന്നത് വലിയൊരു വിഭാഗം സീതയുടെ ശുദ്ധിയെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്റെ ഭാര്യ ശുദ്ധിയുള്ളവളാണ്, 100% അയാൾക്കറിയാം. പക്ഷെ തന്റെ ജനത്തിന്റെ അത് ബോധ്യപ്പെടുത്തണം. അദ്ദേഹം ഭരണാധികാരിയാണ്. അങ്ങനെ ഒരു രാവണൻ എന്താ ചെയ്തത്? വല്ലവന്റെയും ഭാര്യയെ, നമ്മുടെ നാട്ടിൽ വല്ലവന്റെ ഭാര്യയെ മോഹിച്ച് അവളെ തട്ടിക്കൊണ്ടുപോയി അവളെ വെച്ച് പൊറുപ്പിച്ച് അത് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്ത് മാനസികാവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത്?
ഇവിടെയാണ് ഞാൻ ഈ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ചോദ്യം ഇനി ഒരു കാര്യം കൂടെ ആ. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയാം. അതിനുശേഷം ഞാൻ രോഹിത്തിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരാം. ദളിതരുടെ DNA-യിൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയും. ഇവിടെ എനിക്ക് ഒരു കാര്യം, എൻ്റെ ഒരു സംശയം കേട്ടോ, ഇങ്ങനെയാണോ ഇത് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്യണ്ടേ? ഹിരൺദാസ് മുരളി പറഞ്ഞ അങ്ങനെയല്ല. ഹിരൺദാസ് മുരളി പറഞ്ഞത് അദ്ദേഹത്തിന് ഈ പഠിത്തം ഈ സാധനങ്ങളൊന്നും മണ്ടേ കയറുന്നില്ല, അത് നമ്മുടെ ഒന്നും DNA-യിലില്ല, നീ നമ്മളെന്നുള്ളത് ഉദ്ദേശിച്ചത് എന്താ? മൂപ്പര് തന്നെ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മളിങ്ങനെ പറയുമ്പോൾ എന്നൊക്കെ ചില ആളുകൾ പ്ലൂരൽ രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നാം എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, നാം നോ എന്തായിക്കോട്ടെ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ DNA-യിൽ ഇതില്ല എന്നുള്ള ഉദ്ദേശിച്ച് മൂപ്പര് ദളിത് കമ്മ്യൂണിറ്റിയെ വിചാരിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ വേറെ കാര്യമുണ്ട്, ഈ നമ്മുടെ DNA-യിൽ ഇതില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എന്നുള്ളതുകൊണ്ട് ഈ മനുഷ്യരാശിനെ മൊത്തം എടുക്കണമെങ്കിലോ, അത് നമ്മുടെ ആരും DNA-യിൽ പഠിക്കാനുള്ള ഒരു കഴിവില്ല, നമ്മളത് ആർജിച്ചെടുക്കുന്നതാണെന്നാണോ? ഒരു അക്വയേർഡ് സ്കില്ലും ഇന്നേറ്റ് സ്കില്ലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയണ്ടായിരിക്കില്ലേ. ഇന്നേറ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവ്. അക്വയേർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളത് വളർത്തിക്കൊണ്ട് വരുന്ന, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സ്കില്ല്. അപ്പോൾ ഹിരൺദാസ് മുരളി നമ്മുടെ DNA-യിൽ പഠിക്കാനുള്ള ഒരു കഴിവില്ല എന്ന് പറയുമ്പോൾ ആരുടെ DNA-യിൽ? ഹിരൺദാസ് മുരളിയുടെ DNA-യിലാണോ അതോ ഹിരൺദാസ് മുരളി റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ പറയുകയോ ഹിരൺദാസ് മുരളി ഇടയ്ക്ക് പറയുന്ന, സ്വയം പ്രൊക്ലെയിം ചെയ്യുന്ന ദളിത് കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണോ അതോ ഹിരൺദാസ് മുരളി പറയുന്ന ഈ എന്താ പറയുക മൊത്തം ജനവിഭാഗത്തെക്കുറിച്ചാണോ, ജനങ്ങളെക്കുറിച്ചാണോ പറയുന്നത്? അതോ ഹിരൺദാസ് മുരളിയുടെ ഐഡൻറ്റിറ്റി വേണം വേറെ രീതിയിൽ എടുക്കുക അല്ലേ? ഹിരൺദാസ് മുരളി ഒരു ആണാണ്, അപ്പോൾ ആണുങ്ങളുടെ DNA-യിൽ ഇതില്ല എന്നാണോ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതെന്തുകൊണ്ടാണ് ഈ ജാതി മാത്രം ഇവിടെ മുളച്ചിരിക്കുന്നത് എനിക്ക് പലപ്പോഴും മനസ്സിലാവില്ല കേട്ടോ. ഇവിടെ അഖിലും പറയുന്നുണ്ടല്ലോ ദളിതരുടെ DNA-യിൽ ഇതില്ല എന്ന് പറഞ്ഞു. ദളിതർ എന്നുള്ളൊരു വാക്ക് അവിടെ മൂപ്പര് ഹിരൺദാസ് മുരളി പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണ്. അതെന്തുകൊണ്ടാണ് ഒരു ദളിത് ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഇവിടെ പെട്ടെന്ന് ആളുകൾ ചിന്തിച്ചു പോകുന്നത്? ദളിതരുടെ DNA-യിൽ ഇല്ല എന്നാവും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. എങ്ങനെ ഫിക്സ് ചെയ്യും? ദളിതരുടെ DNA-യിൽ ഇതില്ല എന്നാണ് പറയുന്നത് എന്ന് എങ്ങനെ ഫിക്സ് ചെയ്യണത്? ഹിരൺദാസ് മുരളി ഒരു ആണല്ലേ, ഞാൻ ഇപ്പോൾ കുറച്ച് പറഞ്ഞു. അപ്പോൾ ആണുങ്ങളുടെ DNA-യിൽ ഇത് ഇല്ല എന്നാണ് പറഞ്ഞതെന്ന് എന്തുകൊണ്ടാണ് അഖിലിന് തോന്നാത്തത്? അതെന്താ ആളുകൾക്ക് അങ്ങനെ തോന്നാത്തത്? എനിക്കങ്ങനെ സംശയമുണ്ട് കേട്ടോ ഗൈസ്. കാരണം ആളുകൾ ഇവിടെ എന്തു പറഞ്ഞാലും ജാതി, മതം, അതേപോലെ എന്താ പറയുക, പിന്നെ കുറേ ആണ് പെണ്ണ് പറഞ്ഞിട്ടുള്ള കുറേ വേർതിരിവുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭാഷയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിലൊക്കെ. അപ്പോൾ ഇവിടെ ജാതിയാണ് ചർച്ച. അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാന്നാണ് പറയുന്നത്. കറക്റ്റ് അത് ഞാനത് വിട്ടിട്ട് ആളത് കറക്റ്റ് ഇത് പറഞ്ഞത്. അതായത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിങ്ങനെ കേൾക്കുമല്ലോ, തെറ്റ് ശരി, അത് ശരിയാണ്, അത് തെറ്റാണെന്ന് ഒരാൾ പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ലത്. അതല്ലെങ്കിൽ മൂപ്പര് ആ ഒരു ഫ്ലോര് പറഞ്ഞു പോയതായിരിക്കും. ചില സമയത്ത് നമ്മൾ കിളിവാറിക്കിട സമയം ഉണ്ടാവില്ലേ, ശരിയാണ് കേട്ടോ, ചിലപ്പോൾ ഇത്തിരി ഇറങ്ങി കേട്ടോ, അയ്യോ ഞാൻ ഇപ്പോൾ എന്താ പറഞ്ഞത്. ചിലപ്പോൾ ചിലവരത് കറക്റ്റ് അത് അയ്യോ ഞാൻ അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ അതല്ലായിരുന്നു ചിലർ പറയൂല. നമ്മളത് ഇതിന് വളരെ സിമ്പിളായിട്ട് എടുക്കുക. നമ്മുടെ ഡെയിലി ലൈഫിൽ ചില ആൾക്കാർ നമ്മൾ കിളിവാറിയിരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും പറയും, ശരിയാണെന്ന് പറയൂലേ. ഇത്തിരി നേരം കഴിഞ്ഞാലേ നമുക്ക് തോന്നുന്നത് അയ്യോ ഇത് കയറില്ലാതെ ഈ ഒരുപാട് സീരിയസ് ആയിട്ട് ഇതെന്താ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടൂല കേട്ടോ. ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടൂല. കുറച്ച് സിമ്പിളായിട്ട് തഗ്ഗായിട്ട് ചിന്തിച്ച ഒരു പക്ഷം കിട്ടുന്നുണ്ടായിരിക്കും തോന്നുന്നത്. പിന്നെ ഈ പറയുന്ന അരുൺകുമാർ അരുൺ സാറ് കോളേജിൽ എൻ്റെ ഡിബേറ്റിനും അതേപോലെ തന്നെ പ്രസംഗ മത്സരങ്ങൾക്ക് ഒക്കെ മലയാളം ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിനൊക്കെ ജഡ്ജായിട്ടൊക്കെ കുറേ വന്നിട്ടുണ്ട്. ആൾ നമ്മളെ നോക്കുകയില്ല. നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് ഇവിടെ 7 അയലത്ത് നോക്കില്ല. ഇക്കോടെങ്കിലും പറഞ്ഞുകൂടെ എന്നെ എന്താ പറയുക, ഞാനൊരു ദളിതരായതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ജാതി ബാധിച്ചുകൊണ്ട് ഞാൻ കറുത്തോരായതുകൊണ്ട് എൻ്റെ പല്ലൂടെ വിടവ് എന്നുകൊണ്ട് മൂപ്പരിനെ നോക്കാണ്ടിരുന്നത് വേണം എനിക്ക് ആവശ്യപ്പെടാം. ഇങ്ങനെ പറഞ്ഞൂടെ? ഇങ്ങനെ പറഞ്ഞൂടെ? വിക്ടിം കാർഡുമായിട്ട് ഈ ഞാനപ്പാലോചിച്ച് അയാൾ കിളിവാറിയിട്ട് ഇരിക്കാവും ചിലപ്പോൾ. അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ കേൾക്കട് മാത്രമേ ഉണ്ടാവുള്ളൂ. അയാൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കാവും. അല്ലെങ്കിൽ അയാളിങ്ങനെ എന്താ പറയുക, നമ്മൾ പറയില്ലേ ധ്യാനത്തിലാണ്. അവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കണം, ആൾ ഇതിങ്ങനെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെ പോയിന്റുള്ളവർ. അല്ലെങ്കിൽ ആൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ആൾ ഗംഭീര വഞ്ചനല്ലേ, ആൾ ജാക്ക് ഡെറിഡ, ഡീകൺസ്ട്രക്ഷൻ്റെ ആൾ ജാക്ക് ഡെറിഡ, ഫ്രഞ്ച് ഫിലോസഫർ. മൂപ്പരുടെ ഒറിജിനൽ വാക്കുകൾ ഫ്രഞ്ചിൽ ഭാഷയിൽ എഴുതിയുള്ള സംഗതികൾ വായിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്ന അങ്ങനെയുള്ളൊരു മനുഷ്യരാണ്. ബുദ്ധിജീവിയാണ് ആ ഒരു മനുഷ്യരാണ് ഇവിടെ പറയുന്നത്. ശരിയാണ് ഇത് കറക്റ്റ് ഇത് എന്തത്
ആ ഇന്റർവ്യൂ ഒന്ന് ഞാൻ കേട്ടിരുന്നു. ഞാൻ പറഞ്ഞത് അത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളതുകൊണ്ടല്ല, മൂപ്പര് പറയാണ് കറക്റ്റ് ഇത്. അപ്പം മൂപ്പര് നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ടും മൂപ്പര് ഇങ്ങനെ ജഡ്ജായിട്ട് നിന്നുകൊണ്ട് മൂപ്പര് മറ്റുള്ളവരുടെ ഇടപഴകുന്നതും ഒക്കെ കണ്ടതുകൊണ്ട് കേട്ടുകൊണ്ടാട്ടോ അവളിത് ഇങ്ങനെ പറയണത്. അതായത് മൂപ്പര് പൊളിറ്റിക്കൽ സയൻസിൻ്റെ മാഷായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം മൂപ്പര് ഈ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് ഡോക്ടറേറ്റും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഡീറ്റെയിൽ ഇതില്ല, പഠിക്കാനുള്ള കഴിവില്ലാതെ പറയുമ്പോൾ അത് കറക്റ്റ് എന്ന് പറയുമ്പോൾ ആളുടെ ഉള്ളിൽ ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എന്നിട്ട് മൂപ്പര് അതിനോട് ഓക്കെ പറയണം അതങ്ങനെയാണെന്ന്. എന്നാൽ പിന്നെ ആരെങ്കിലുമൊക്കെ ഇത് DNA കുറിച്ച് പഠിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അല്ല അങ്ങനല്ല എൻ്റെ കാര്യം, ഒരു സയൻറ്റിഫിക് ടെമ്പറും ശാസ്ത്രബോധമൊക്കെ വേണ്ടേ. DNA കുറിച്ച് പഠിക്കുന്ന ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വിശ്വാസയോഗ്യമാവുമെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോണ്ട് ഇയാളത് പറയുമ്പോൾ പറയാണ് കറക്റ്റാണ്, കറക്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. കറക്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്. സാഹചര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്റെ സാഹചര്യം ഞാൻ പറഞ്ഞു, അതൊരു പക്ഷേ ഇന്റർജനറേഷണൽ അല്ലെങ്കിൽ അതിന്റെ പ്രിവിലേജുകൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, അതിന്റെ ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ എപ്പോഴും. പിന്നെ ഇതിൽ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഒരു കുട്ടിക്ക് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒരു കാര്യം മണ്ടയിൽ കയറുന്നില്ല, പഠിക്കാനുള്ള ഒരു കാര്യം ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം മണ്ടയിൽ കയറില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. ദളിതനായതുകൊണ്ടോ ആവണമെന്നില്ല, ജാതിയുടെ പേരിലായതുകൊണ്ടൊന്നില്ല. ഇപ്പോൾ വീട്ടിൽ അച്ഛൻ ഫുൾ ടൈം തണ്ണിയാണ് വിചാരിക്കുക, തണ്ണിക്കസ വിചാരിക്കുക, അമ്മേനെ പിടിച്ച് തല്ലുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് വിചാരിക്കുക, നമ്മളൊന്നും ശ്രദ്ധിക്കണില്ല വിചാരിക്കുക. അങ്ങനെയുള്ള വീട്ടിൽ അച്ഛനമ്മമാരുണ്ട്. അതേപോലെ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ഈ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവർ വീട്ടുകാരെ ആരെങ്കിലും കസിൻസ് ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ട് വിചാരിക്കുക, അങ്ങനെ സൈക്കോളജിക്കലായ ഒരു പ്രശ്നം ഉണ്ട് വിചാരിക്കുക, ഇമോഷണലായിട്ട് ആകെ സ്റ്റാഗ്നൻ്റ് ആയ ഒരു അവസ്ഥ വിചാരിക്കുക, നമുക്ക് ഭയങ്കര പേടിയാണ് വിചാരിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ ഒരാൾ പറയാൻ പറ്റില്ല വിചാരിക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ വിചാരിക്കുക, കുറേ കടമുണ്ട്, മാസം വലിയൊരു എമൗണ്ട് പലിശ അടക്കണം, അങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്ന കുട്ടികൾ വിചാരിക്കും ഈ സാധനം കയറണമെന്നില്ല, സ്ട്രെസ്സായിരിക്കും, രാത്രി വൃത്തിയായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുക. ഇപ്പോൾ പല വീടുകളിലും പല കുട്ടികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്നല്ല അവിടെയും ഇവിടെയൊക്കെ പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് ഒരു അച്ഛൻ കള്ളുടിച്ച് വന്ന് രാത്രി വന്നിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വലിച്ചെറിയുന്നത്, ഛർദ്ദിക്കണത്, ഈ കുട്ടിയാണ് ഈ ഛർദ്ദിച്ച ഈ സാധനമൊക്കെ കോരിക്കളയുക. നിങ്ങളെ അവസ്ഥ ആലോചിച്ചൊക്കെ. നിങ്ങൾ ജാതിയൊക്കെ കൂടി, ഇവിടെ ജാതിയും തേങ്ങയും കൊലയെന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്, അവരൊരു ലൈഫാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ അമ്മേനെ രാത്രി സമയത്ത് കഴുത്ത് കുത്തിപ്പിടിച്ച് ചുമരിനോട് ചേർത്ത് വെക്കുക, ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യണം. അപ്പോൾ അമ്മ സൗണ്ട് ഉറക്കെ അലറി വിളിക്കണതിന് ശബ്ദം ഈ കുട്ടി കേൾക്കുക. അപ്പോൾ ഈ കുട്ടി അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരുപാട് ജീവിതങ്ങളുണ്ട്. നിങ്ങൾ അധ്യാപകരോട് സംസാരിക്കും, അതുപോലെ കുട്ടികളോട് ഡയറക്റ്റ് സംസാരിക്കും. നിങ്ങൾ ചുമ്മാ ഇവിടെ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് തള്ളുമ്പോഴേക്കും അതുകൊണ്ട് മുഴുവനായിട്ട് എടുക്കല്ല. നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള അധ്യാപകരോട് ഇതൊക്കെ നിങ്ങൾക്ക് പേഴ്സണലി സംസാരിക്കുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളില്ലേ, അവരോടൊക്കെ സംസാരിച്ച് നോക്കിയാൽ കേസ് സ്റ്റഡീസ് അവർ പറയും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. ഇനിയിപ്പോൾ DNA ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് പഠിക്കാനുള്ള ഒരു കഴിവില്ലാതെ ആണോ എനിക്കറിയില്ല കേട്ടോ. എനിക്കത് പുതിയൊരു സംഗതിയായിരുന്നു അത്. സത്യം അറിയാലോ, എനിക്ക് പുതുമയായിരുന്നത്. എന്ന് കരുതി വേടൻ അങ്ങനെ പറഞ്ഞ വിഡ്ഢിത്തം പറയാൻ പറ്റില്ല. വേടൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ വേടൻ്റെ ഒരു ബോധ്യമാണ് വേടൻ പറഞ്ഞത്. അത് സയൻറ്റിഫിക് ആണോ അല്ലേ എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി അതങ്ങനെയാണല്ലോ. ഇപ്പോൾ വേടൻ ഇങ്ങനെ വീണ്ടും എന്താ വേടൻ പറഞ്ഞു, ഹിരൺദാസ് വേട്ടയാടുന്ന ആളാണോ വേടൻ ഗൈസ്? അങ്ങനെ ഒരു ഇതായതുകൊണ്ടായിരിക്കും വേടൻ എന്നുള്ള പേര് ഹിരൺദാസ് മുരളി സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇവിടെ ആരെ വേട്ടയാടുന്നത്? ഹിരൺദാസ് മുരളി മറ്റുള്ളവർ അഖിൽമാരാറിനെയാണ് വേട്ടയാടുന്നത്, അഖിൽമാരാർ ഹിരൺദാസ് മുരളിയാണ് വേട്ടയാടുന്നത്? അതോ ഏതെങ്കിലും പാർട്ട് ഹിരൺദാസ് മുരളീനെ വേട്ടയാടുകയാണോ? അതോ എന്താ സംഭവിക്കുക മനസ്സിലായില്ല. വേടൻ എന്നുള്ള വാക്കിൻ്റെ ഒരു ഇത് കൊണ്ട് പറയണത്. ഒരുപക്ഷേ ഈ സമ്പത്തിന്റെ ആണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഇപ്പോഴും പിന്നെ ഇതിൽ വേറൊരു കാര്യം കേട്ടോ, അഖില് പറയുന്ന ഒരു സംഗതി അതിക്കറിയാം. അതായത് ഇന്ന കമ്മ്യൂണിറ്റിക്ക് ഈ ഒരു സംഗതി DNA ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു തരം അവഹേളനമല്ലേ എന്നൊരു സംശയമില്ലാതില്ല. ഇപ്പം എനിക്കിപ്പോൾ പഠിക്കാനുള്ള ഒരു കഴിവ് കുറവാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണ് ഞങ്ങളുടെ DNA ഇതില്ലാന്ന്. അപ്പോൾ ഞങ്ങൾ എന്നുള്ളതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? എൻ്റെ കമ്മ്യൂണിറ്റീനെ മൊത്തത്തെ പോയിരിക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ ആണുങ്ങൾ മൊത്തം പഠിക്കാൻ കഴിവില്ലാത്തവരാണെന്നോ? ഒരു പക്ഷേ എൻ്റെ മടി കാരണം കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടെങ്കിലോ എൻ്റെ സാഹചര്യം ശരിയില്ലാത്തതുകൊണ്ടാണോ ആണെങ്കിലോ,
അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ കള്ളും കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലോ 13-ാമത്തെ വയസ്സ് മുതൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് വേടൻ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അത് വേടൻ ഹിരൺദാസ് മുരളി സ്വയം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കിളിവാറിയിക്കുന്ന സമയത്ത് ഇതെങ്ങനെ മണ്ടേ കയറുക? കയറണവരുണ്ടായിരിക്കട്ടോ, എനിക്കറിയില്ല. ഹിരൺദാസ് മുരളി അരുണായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അതിൽ പറയുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. 13-ാമത്തെ വയസ്സ് മുതൽ ഇത് ഉപയോഗിച്ചു തുടങ്ങിയെന്നോ. അത് ഇതിനെക്കുറിച്ചല്ലേ പറഞ്ഞത്. മേ ബി അതായിരിക്കും കാരണമെങ്കിലോ നമ്മളൊരാളെ എങ്ങനെ അത് ആയതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് നല്ലട്ടോ പറഞ്ഞു വരുന്നത്. എങ്കിലോ അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്തോടെ. ഒരുവൻ ജനിച്ചത് കൊണ്ട് താഴ്ന്നവനാണെന്നാണ് അവിടെ വേണം പറയുന്നത്. ഇത് ധാരണ വാക്കാണ്. ജനിച്ചതിന്റെ ഫലമായിട്ട് DNA-യിലൂടെ ജീനിലൂടെ അവന് പഠിക്കാനുള്ള കഴിവില്ല, അവൻ കൊള്ളരുതാത്തവനാണ്, അവൻ ഇത് പഠിച്ചാൽ മനസ്സിലാകാത്തൊരുത്തനാണെന്നാണ് ഇവിടെ വേണം പറഞ്ഞിരിക്കുന്നത്. അറിവ് അക്വയർ ചെയ്യുക, അറിവ് നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ഈ സമൂഹത്തിൽ ഏറ്റവും നോബിളായ കാര്യങ്ങളിലൊന്നായിട്ടാണ് കരുതുന്നത്. അല്ലാണ്ട് ജാതിയും മതവും തേങ്ങാക്കൊലയെന്നല്ല. അറിവ് നേടുക, അറിവ് സമ്പാദിക്കുക, അറിവ് നിർമ്മിക്കുക, സ്വതന്ത്രമായി ചിന്തിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. ഇവിടെ ഹിരൺദാസ് മുരളി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ജനനത്തിലൂടെ എങ്ങനെയാണ് ഒരാൾ കുലീനനാവുന്നത്, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് വാക്ക് എന്താണ്, ഏകദേശം ആശയത്താണ് തോന്നുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല എന്ന്. അങ്ങനെയുള്ള ഈ ഹിരൺദാസ് മുരളി പറയുകയാണ് എൻ്റെ DNA-യിൽ ഇതില്ലാന്ന്. അപ്പോൾ അയാളെ തന്നെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ചെയ്തിട്ടല്ലേ ഇവിടെ സംസാരിക്കുന്നത്. അയാളുടെ പോയിന്റിനെതിരായിട്ടല്ലേ ഇവിടെ സംസാരിക്കുന്നത്. ഈ ലോജിക്ക് ഉപയോഗിക്കും. നമ്മൾ വേറെ കുറ്റം പറയാമെന്ന് വിചാരിക്കണ്ട, ഹിരൺദാസ് മുരളിയെ കുറ്റം പറയാമെന്ന് വിചാരിക്കണ്ട. നമ്മൾ അഖിലിനെയും കുറ്റം പറയും, ഓക്കെ, എല്ലാവരും കുറ്റം പറയും. നമ്മളതിനെ കുറ്റം പറയും, എന്നിട്ട് നമ്മുടെ അപാകതകളെ കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. അത് അപ്പോഴല്ലേ ഒരു മെച്ചപ്പെടൽ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ ഹിരൺദാസ് മുരളി സ്വന്തം ഒരു സ്റ്റാൻഡ് പോയിന്റിനെ നേരെ ഓപ്പോസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഈ ഒരു ഇതിലൂടെയാണ് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ചിന്ത കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, ഞാനൊരു സ്വർണ്ണത്തളികയിൽ ജനിച്ചു വീണ ഒരാളല്ല. ഏതാണ്ട് ഒരു 7 or 8 വാടക വീടുകളിൽ കിടന്ന് താമസിച്ച്, അത് ദളിത് കോളനികളിൽ 3 വർഷം താമസിച്ച്, 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഓലപ്പെരയിൽ വയലിലെ ഒരു വീട്ടിൽ, എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന ഒരു വീട്ടിൽ, എല്ലാ മഴക്കാലത്തും എനിക്ക് ഇനിയിപ്പോൾ ഞാൻ തലയാട്ടുന്നത് അഖിലിനെ കഷ്ടപ്പാട് പറയുമ്പോൾ അഖിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയണം, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഇവിടെ ഹിരൺദാസ് മുരളിയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ പലരും ഇത് കേൾക്കുന്ന ആളുകൾ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ചിലവർ അതിൻ്റെ തീവ്രത കൂടും, ചിലവർക്ക് അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ തീവ്രത കുറയും. പിന്നെ നമുക്ക് കഷ്ടപ്പാടിൻ്റെ തീവ്രത കൂടുതലാണ് എന്നുള്ളത് മറ്റു പലരും ചിലപ്പോൾ അവരുടെ കണ്ണുകളിലൂടെ ഇത് വലിയ തീവ്രതയൊന്നും ഇല്ലാത്ത കഷ്ടപ്പാട്, ഇതെന്ത് കഷ്ടപ്പാട് എന്നൊക്കെ അവർ കരുതുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ചിലപ്പോൾ വലിയ കഷ്ടപ്പാടായിരിക്കും, അല്ലേ? ആയിരിക്കാം. അപ്പം ഞാനിവിടെ എന്താ പറഞ്ഞത്, ഇപ്പോൾ നമുക്കറിയാവുന്ന വീട്ടിലൊന്നും വേണ്ട രീതിയിൽ കെയറൊന്നും കിട്ടാത്ത, നിങ്ങളെല്ലാം ജാതി വെച്ചിട്ട് ചിന്തിക്കരുത് കേട്ടോ. വീട്ടിൽ വേണ്ട രീതിയിൽ കെയറൊന്നും കിട്ടാത്ത ആളുകൾ, അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും. ഒറ്റയ്ക്ക് ഇരുന്നൊന്നും പഠിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ ബുക്കൊക്കെ എടുത്ത് കത്തിക്കുണ്ടാവും, വലിച്ചെറിയുണ്ടാവും, ചോറ് കിട്ടുന്നുണ്ടാവില്ല, ഫുഡ് കിട്ടുന്നുണ്ടാവില്ല സമയത്ത്, അല്ലേ? ചിലപ്പോൾ പൊതിരി പിടിച്ച് തല്ലുണ്ടാവും അച്ഛനമ്മ ആരെങ്കിലുമൊക്കെ. അങ്ങനെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് ഇപ്പോൾ ഇൻട്രോവേർട്ടുകൾ, ഷൈ ആയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ പ്രൈവസി കിട്ടാത്ത ആളുകൾ, ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും ക്യാൻസറോ അസുഖമോ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ച ആളുകൾ, ഇവരൊക്കെ അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ സൈക്കോളജിക്കലി എന്തെങ്കിലും ട്രോമ ചെറുപ്പത്തിൽ അനുഭവിച്ച ആളുകളൊക്കെ, ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ ഇത് ഇനി ഹിരൺദാസ് മുരളി സ്വന്തം മടീനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതാണോ? DNA-യുടെ ഒരു കേസ് വെച്ചിട്ട്, DNA എന്നുള്ളൊരു സംഗതി എടുത്തിട്ടിട്ട്, DNA ഒരു കേസ്, ഈ ഒരു സംഗതി DNA-യുമായിട്ട് പഠനം നടത്തിയുള്ള ആൾക്കാർ സംസാരിക്കണം എന്നാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെയും പശുത്തൊഴുത്തിലും അല്ലെങ്കിൽ ചായ്പിലും പോയി അഗതിയായിട്ട് 3 മാസക്കാലം മഴക്കാലം എന്നൊക്കെ വന്നു, ആ സമയത്തൊക്കെ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ ടോപ്പറാണ് ഞാൻ. യെസ്, ഇത് സമ്മതിച്ചു കൊടുക്കണം കേട്ടാ. ഇവിടെ അഖില് അത് സമ്മതിച്ചു കൊടുക്കണം. അഖിലിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തു. അവിടെ ഞാൻ ചിന്തിക്കുന്നറിയോ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും അഭിമാനം കിട്ടുന്നില്ല. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ സമൂഹത്തിന്റെ പുച്ഛം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ആകെ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് അഭിമാനം ഉണ്ടാവണമെങ്കിൽ പഠിച്ചേ പറ്റൂ. ആകെ എൻ്റെ കുടുംബം അഭിമാനിച്ചത് ഞാൻ പഠിക്കുന്ന മകൻ എന്ന നിലയിൽ മാത്രമാണ്. അല്ലാതെ ഒരു സ്ഥലത്ത് നമുക്ക് അഭിമാനമില്ല. കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് താഴെത്തിട്ട് കിടക്കുക.
ഇനി ഒരു കാര്യം കൂടെ, പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അഖിലിനൊപ്പം എന്തിനു മാരാര് വാല് വെച്ചു? ഈ നായന്മാരിലെ മാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെയാണ് ഹിരൺദാസ് മുരളി റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നൊരു ഒരു കൂട്ടം ആളുകൾ അങ്ങനെ പറയുന്നത്. നമുക്ക് ആലോചിച്ച് അങ്ങനെ എടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ അഖിൽ എന്നുള്ള പേരിൻ്റെ കൂടെ മാരാർ എന്ന് ആഡ് ചെയ്തിട്ടുള്ള മാരാർ എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് അങ്ങനെ എടുക്കാം. പക്ഷേ ഇവിടെ പറയുന്നത് ഈ അഖിലായിക്കോട്ടെ ഹിരൺദാസ് മുരളി ആയിക്കോട്ടെ രണ്ടുപേരും ചൂഷണം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അത്ര പ്രിവിലേജർ അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നു എന്ന് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. പ്രിവിലേജർ അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നു രണ്ടുപേരും പറയുന്നുണ്ട്. രണ്ടുപേർക്കും ചൂഷണങ്ങളുടെ കഥ പറയാനുണ്ട്. രണ്ടുപേർക്കും അപമാനത്തിൻ്റെ, അവഹേളനങ്ങളുടെ, ഒറ്റപ്പെടുത്തലിൻ്റെ, അനീതികളുടെ കഥകൾ പറയാനുണ്ട്. അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ ആദ്യം സിനിമ എടുത്തു. എൻ്റെ പേര് അഖിൽ കോട്ടാത്തലാന്നായിരുന്നു. അതിൽ നിന്ന് ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്ത് ന്യൂമറോളജി പ്രകാരം ജോജി ചേട്ടനും എൻ്റെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ എടാ ഷാപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ പേരിടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിന്തിച്ച് അങ്ങനെ പല പേരുകൾ ആലോചിക്കാം. അപ്പൊ അച്ഛൻ്റെ പേര് അഖിൽ രാജേന്ദ്രൻ, അഖിൽ രാജേന്ദ്രൻ ഇടണോ, അഖിൽ അപ്പൂപ്പന്റെ പേര് അഖിൽ ഭാസ്കർ ഇടണോ, അമ്മൂമ്മയുടെ പേര് സരസമ്മ സരസ് ഇടണോ, അഖിൽ സരസ്, അങ്ങനെ 4-5 പേരുകൾ കണ്ടെത്തി ന്യൂമറോളജിയിൽ നിന്ന് ഈ അഖിൽ മാരാണെന്ന് പറയുന്ന പേരിലേക്ക് എത്തുന്നു. അത് മമ്മൂക്കയുടെ നന്ദഗോപാൽ മാരാറിന്റെ ഒക്കെ ഒരു ഗമയം കൂടെ വെച്ചിട്ടാണ് കൃത്യമായിട്ട് ആ വാലിനത്ര ഒരു പവർ വരുന്നുണ്ട്. വാലിൻ്റെ ഇതിന് വേറെ കാര്യമുണ്ട്. ഇതിപ്പോൾ വാല് ചേർക്കുമ്പോൾ ഒരു പവർ വരുന്നുണ്ട് എന്ന് പറയുന്നു പറഞ്ഞിട്ട് അത് തെറ്റോ ശരിയോ എന്നുള്ള കാര്യം വിടും. ഇപ്പോൾ തെറ്റായിട്ടാണ് അത് വെക്കണത് വിചാരിക്കുക. പവർ വയ്ക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇങ്ങനെ ഇടുകയാണ്, അപ്പോൾ ജാതീയത ഇൻസ്റ്റിൽ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ജാതി പറയുന്ന ആളുകളൊക്കെ ജാതീയതയല്ലേ പ്രചരിപ്പിക്കണത്? അല്ലേ, ഏത് ജാതി ആയിക്കോട്ടെ. ഇവിടെ ഒരു പവർ ഇത് വരുന്നതായിട്ട് തോന്നിയിട്ടാണ് ആ പേര് വെച്ചത് എന്ന് തന്നെ വിചാരിക്കുക. അഖിലിൻ്റെ കൂടെ മാരാറിനാടി അഖിൽ മാരാറിനാക്കിയെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്ന ജാതിക്കാരനാണ് എന്ന് ഹിരൺദാസ് പറയുമ്പോൾ അതൊരു പവർ സ്വയം തരുന്നില്ലേ? ആളുകൾക്ക് കോൺഫിഡൻസ് കിട്ടാനല്ലേ പൊതുവെ നമ്മളെ ലൈഫിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം ഉണ്ടാവുക, കോൺഫിഡൻ്റ് ആയിട്ട് ജീവിക്കാൻ. അപ്പോൾ നമുക്ക് ഒരു പവർ പത്രാസ് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മോശം പറയാൻ പറ്റുമോ? നിങ്ങൾ ജാതി വിടും. നമ്മുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണട ആയിക്കോട്ടെ, പല്ല് കെട്ടുന്നതായിക്കോട്ടെ, മേക്കപ്പ് ഇടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സംസാരിക്കുന്ന ശൈലി ആയിക്കോട്ടെ, ഇരിക്കുന്ന ശൈലി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇത് നമുക്ക് കോൺഫിഡൻസ് തരുന്ന, നമ്മുടെ വ്യക്തിത്വബോധം കുറച്ചുകൂടി സ്ട്രോങ് ആക്കി തരുന്ന ഒരു സംഗതിയായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ, അതിനെ നമ്മുടെ കോൺഫിഡൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ, അതിലിങ്ങനൊരു ജാതി വാല് വെക്കുന്നത് കൊണ്ട്, അഥവാ ജാതിയുടെ രീതിയിൽ അങ്ങനെ ഒരു വാല് മനഃപൂർവ്വം പവർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഹിരൺദാസ് മുരളിയും ജാതി പറയണില്ലേ? ഇല്ലേ? ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ, തെറ്റു പറയാൻ പറ്റില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ ഒരു ചിന്ത ഇങ്ങോട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളേ. ചിന്തിക്കുക എന്നുള്ളതാണല്ലോ മെയിൻ കാര്യം. നമുക്ക് ഇതിൻ്റെ ഒന്നും ഉത്തരം കിട്ടണമെന്നൊന്നുമില്ല, ചിന്തിക്കാതെ കാര്യം, അത്രയേ ഉള്ളൂ. അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പേരിന് എത്രത്തോളം പവർ ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അഖിൽമാരാർക്കുണ്ട്. അതുകൊണ്ടാണ് കോട്ടത്തല മാറിയിട്ട് മാരാറായത്. ഇവിടെ വേടന്റെ വിഷയത്തില് മാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ജനിക്കുന്നത് ഏത് കുലത്തിലാണെങ്കിലും ഏതവന്റെ മകനാണെങ്കിലും എവിടെ ജനിച്ചു എന്നതിലല്ല, അവൻ പഠിച്ച അല്ലെങ്കിൽ അവൻ കാണിക്കുന്ന സ്വഭാവത്തിന്റെയും ഗുണത്തിന്റെയും ആണ് സൃഷ്ടിക്കുന്നത് ഏതാണ് കുലം എന്നുള്ളത്. അല്ലെ, അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് അതാണ് അവന്റെ കുലം, അവന്റെ ജാതിയെങ്കിലും. അഖിൽമാരാറിന്റെ ജാതി ഏതപ്പോ? അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും മനുഷ്യജാതിയാണ്. പക്ഷെ സമൂഹത്തിൽ സർക്കാർ സൃഷ്ടിച്ച വേർതിരിവുകളാണ് ഇതിൽ ഏറ്റവും വലിയൊരു അസംബന്ധമായിട്ട്, ഏറ്റവും വലിയ അസംബന്ധം പറയാമില്ല, ഒരു അസംബന്ധമായിട്ട് എനിക്ക് തോന്നിയ കാര്യം അറിയാം. ഇപ്പം നമ്മൾ ഈ മനുഷ്യരെ പല രീതിയിൽ വിഭജിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ട്രാൻസ്, അതേപോലെ ജാതിയുടെ പേരിൽ അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല രീതിയിൽ. എന്നിട്ട് എല്ലാവരും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന സാധനം തന്നെ മനുഷ്യനായിട്ട് നമുക്ക് നമ്മളെ എടുക്കാമെന്ന്. ഞാൻ മുമ്പ് എഴുതിയൊരു കവിത ഇങ്ങനെയാണ്, നമുക്ക് മനുഷ്യരായിട്ട് എടുക്കാമെന്ന്. അതോടുകൂടി പ്രശ്നം തീർന്ന. അപ്പോൾ മനുഷ്യരല്ലാത്ത മൃഗങ്ങളോ? മൃഗങ്ങളുടെ അവസ്ഥ എന്താ? അപ്പോൾ മനുഷ്യർ മാത്രം ഒരു ടീം, മൃഗങ്ങൾ വേറെ ടീം എന്നാ? അപ്പോൾ സസ്യങ്ങളോ? ഈ യൂണിവേഴ്സിൻ്റെ, ഈ ഭൂമിയുടെ ശരിക്കുള്ള അവകാശികൾ ആരാ? ബഷീറിൻ്റെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ, ബുക്കിൻ്റെ പേര് അതല്ലേ? അതിലെന്താ പറയുക, മനുഷ്യർക്ക് മാത്രമായി ഈ ലോകങ്ങളിൽ. നമുക്ക് ആരത് തീർത്തി തന്നുള്ളത് ഈ ഭൂമി നമ്മുടേതാണ് പറഞ്ഞിട്ട്?
അപ്പം മൃഗങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ? നമുക്ക് മനുഷ്യർക്കുള്ള അതേ അവകാശം മൃഗങ്ങൾക്ക് ഉണ്ടാവേണ്ടതല്ലേ? നമ്മൾ ഇത്രയും ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ളതിൽ വളരെ കുറച്ച് മാത്രമുള്ള ആളുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിലൊരു ചെറിയ ശതമാനം ജീവജാലങ്ങളാണ് മനുഷ്യർ പറയുന്നത്. അവർക്കിടയിൽ ഇത്രയും വിഭിന്നമായ രീതിയിൽ സംഗതി, ചിലവർ മറ്റേ പക്ഷത്ത് ചേരും, ചിലവർ ഇപ്പുറത്തെ പക്ഷത്ത് ചേരും, തമ്മിൽ തല്ല്, അയ്യോ വിവാദങ്ങൾ, അത് ഇത്. നമ്മളെയൊക്കെ ഉളുപ്പുണ്ട് തോന്നുന്നു മൃഗങ്ങൾക്ക് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ എന്താ അത്? ഇനി അവിടെ വല്ല കച്ചറ നടക്കണമെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അറിയില്ല അല്ലേ? നമ്മൾ ഈ ഏലിയൻസിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പം നമ്മൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, വേണ്ട ആരോ പറഞ്ഞു കിട്ടുന്ന മുമ്പേ നമ്മളിപ്പോൾ നമ്മൾ പറയണം പ്രേതങ്ങളില്ല, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുടേതാണ് ഈ ലോകം നമ്മൾ വിചാരിക്കുക മനുഷ്യർ. അതായത് നമ്മൾ ചിന്തിക്കുകയാണ്, അതായത് നമുക്ക് മരിച്ച ആളുകളെ നമുക്ക് കാണാൻ പറ്റണില്ല. അങ്ങനെ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാട്ടോ ഞാനിത് സംസാരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രെയിം വേണമല്ലോ ഒരു കാര്യത്തെ കാണാൻ, എന്നിട്ടല്ലേ ആ ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞത് കുറച്ച് അസംബന്ധമായിട്ട് ഇങ്ങ് തോന്നുന്നുണ്ടായിരിക്കും കേട്ടോ. അത് നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ ഇല്ലാന്നും തോന്നാം. അത്യാവശ്യം ഡെറിഡേനെ കുറിച്ച്, ഡീകൺസ്ട്രക്ഷനെ കുറിച്ചും പോസ്റ്റ് സ്ട്രക്ചറിസത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നത് ക്ലിക്കാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന ശൈലിയിൽ ഞാൻ അവതരിപ്പിക്കണം മാത്രം. അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ അല്ലേ, ഇപ്പോൾ ഞാനിതിങ്ങനെ സംസാരിക്കണം, നിങ്ങളിത് കേൾക്കുന്നു. നമ്മൾ വിചാരിക്കണം നമ്മുടേതാണ് ഈ ലോകമെന്ന്. നമ്മുടെ ഇടയിൽ തന്നെ വേർതിരിവുകൾ ഉണ്ട് ഇല്ലേ സമൂഹത്തിൽ. അങ്ങനെയുള്ള ആളുകൾ പറയുന്നത്, അതായത് നമ്മളെ ഒരുമിക്ക ആളുകൾക്ക് താല്പര്യമില്ല. ആളുകൾ എന്തെങ്കിലും ഖത്തറുണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ഇതാരാണ് ഭരിക്കാൻ പറ്റുള്ളൂ, അത് വേറൊരു കാര്യം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് നമ്മൾ വിചാരിക്കണം നമ്മുടേതാണ് ലോകം, ജീവിച്ചിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഈ മരിച്ചുപോയ ആളുകളുടെ അവസ്ഥ എന്താ? ഇപ്പോൾ ഈ പ്രേതങ്ങളുണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പ്രേതങ്ങളെ കണ്ടിട്ടില്ല, അപ്പോൾ നമ്മൾ പറയണം നമ്മുടേതാണ് ലോകം എന്ന്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക, ഇതേപോലെ പ്രേതങ്ങൾ അതേപോലെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുണ്ട് വിചാരിക്കുക, അവർ സ്വയം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇപ്പം നമ്മുടെയാണ് ലോകം. അപ്പോൾ അവർക്ക് നമ്മളെ മനുഷ്യന്മാരെ കാണാൻ പറ്റണില്ല, അവർ പറയണം മനുഷ്യന്മാർ അതൊന്നും കാര്യമില്ല. അപ്പോൾ ശരിക്കും ഇവിടെ ആരാ ജീവിക്കുന്നവർ? നമ്മൾ വിചാരിക്കണത് നമ്മളല്ലേ ജീവിക്കണേ. അപ്പുറത്ത് പ്രേതങ്ങൾ ചിന്തിക്കണത് എങ്ങനെയായിരിക്കും? പ്രേതങ്ങളാണ് ജീവിക്കണത് എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലാവുണ്ടോ? ഈ ഒരു സാധനം നമ്മളങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആദ്യം ചില അസംഷൻസിനെ ഒഴിവാക്കണം. എന്നുവെച്ചാൽ ഈ ജീവിക്കുന്ന നമ്മൾ ഇപ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മളൊരു കാര്യത്തെ നോക്കുന്നതിന് പകരം അപ്പുറത്തെ ആളുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു ഇതെടുക്കുക. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യമില്ലേ, ഒരു സാധനത്തെ നമ്മൾ ചിന്തിക്കുന്ന അസംഷൻ വരുന്ന ഒരു കാര്യത്തെ നമ്മൾ ആദ്യം ഇല്ലാണ്ടേക്കുക, എന്നിട്ട് ചിന്തിക്കുക, ന്യൂട്രലായിട്ട് ചിന്തിക്കുക അല്ലേ. അതേപോലെ ഏലിയനുകളെ കുറിച്ച് അങ്ങനെ എടുക്കാമല്ലോ. നമ്മൾ പറയണേ ഏലിയൻസ് ഒന്നുമില്ല, നമ്മൾ തന്നെയാണ് ഈ ലോകത്ത് ഉള്ള വലിയ സംഭവങ്ങൾ ആളുകൾ. അപ്പോൾ ഏലിയൻസ് ഇതേപോലെ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏലിയൻസ് വിചാരിക്കുകയാണ് ഏലിയൻസിൻ്റേതാണ് ഈ ലോകം, മനുഷ്യരുടേതല്ല, മനുഷ്യരില്ല എന്ന് ഏലിയൻസ് അങ്ങനെ വിചാരിക്കുക. ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ? അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഈ ഭൂമി നമ്മൾ വിചാരിക്കണേ ഭൂമിയിൽ നമ്മൾ ജീവിക്കണോ, ഭൂമിയാണ് വലിയ സംഭവം എന്ന്. ഇപ്പോൾ ഇപ്പുറത്ത് ഏതെങ്കിലും ജീവജാലങ്ങൾ നമ്മുടെ മനുഷ്യരെ കണ്ടുപിടുത്തത്തിൽ എത്തിയിട്ടില്ലാത്ത ജീവജാലങ്ങൾ വേറെ എവിടെയെങ്കിലും ജീവിക്കേണ്ടി വരും. അപ്പോൾ അവർ വിചാരിക്കണം വേറെ ഏതോ രൂപമില്ലാത്തതായിട്ടുള്ള ജീവജാലങ്ങളുണ്ട് വിചാരിക്കാം. അപ്പോൾ അവർ വിചാരിക്കണം അവരുടേതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അവർ ഭൂമി എന്നുള്ളതിന് പകരം ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരായിരിക്കും അവിടെ ഇട്ടുണ്ടാവും വിചാരിക്കാം. അവർ വേറെ ഇതിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അവർ വിചാരിക്കാം അവരുടേതാണ് ലോകം, മനുഷ്യരുടേതല്ല എന്ന്. ചിന്തിക്കുകയാണെങ്കിൽ ആളുകൾക്ക് ക്ലെയിം ചെയ്യാനൊക്കെ എളുപ്പമാണ്, അവകാശപ്പെടാൻ. അല്ലേ? നമ്മൾ പിടിച്ച മുയലിന് 4 കൊമ്പ്. ഓരോ ജാതിയിലേക്ക് കൊണ്ട് കെട്ടിയേക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജാതി വരാൻ പറ്റില്ല. കയറുന്ന ഉടനെ നമ്മൾ എഴുതി കൊടുക്കുകയാണ് നമ്മൾ ഇന്ന ജാതി. ഞാൻ ചോദ്യത്തിന് ഉത്തരവല്ല അത്. ഞാൻ ചോദിക്കുന്നത് അത്തരത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഒരു തന്റെ ജാതി സൃഷ്ടിക്കപ്പെടുന്നെങ്കിൽ ശരിക്കും മകിൽ മാരാറിനെ കോട്ടത്തല മാറ്റി മാരാറ് വെക്കേണ്ട ഒരു കാര്യമില്ല. അല്ലല്ല, ഞാൻ അതാ പറഞ്ഞത്. ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രൗഢിയുള്ള ജാതി അല്ല. ഇത് പറയാൻ മടിക്കുന്ന, അതായത് പറയാൻ പ്രൗഢിയുള്ള ജാതി അല്ല എന്ന് പറയുമ്പോഴും വെച്ചത് എന്തുകൊണ്ടായിരുന്നു, എവിടെ കൊണ്ടായിരുന്നു വെച്ചത് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അത് ഓൻ്റെ ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ഓൻ്റെ താല്പര്യം കൊണ്ട്, ഓൻ്റെ ഇഷ്ടം കൊണ്ട്. അതിനിപ്പോൾ എന്താണ്? ഞാൻ ഇന്ന കാറ്റഗറി വരുന്ന ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ജാതി ഇതാണെന്ന് ആര് പറയുകയാണെങ്കിലും അത് അവർ ഇഷ്ടം കൊണ്ട് അവർ പറഞ്ഞോട്ടെ, പറയാണ്ടിരിക്കുക ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ. അതിനിപ്പോൾ എന്താ വിഷയം? ഇപ്പം ഒരുവൻ SC വിഭാഗത്തിൽ ജനിക്കുകയാണെന്ന് വെച്ചോ, ST വിഭാഗത്തിൽ ജനിക്കാന്ന് വെച്ചോ, അവൻ അഭിമാനത്തോടു കൂടി പറ, എന്താ പ്രശ്നം? ഞാനത് അതാ പറയാൻ വന്നത്. എന്റെ ഒറ്റ ബന്ധുക്കളും, എന്റെ ബന്ധുക്കൾ പറഞ്ഞോണ്ടെന്നറിയോ, ഞാൻ സിനിമ എടുത്ത സമയത്ത്, ഞാൻ സിനിമ എടുത്തപ്പോൾ അഖിൽ മാരാർന്ന് പേര് വെച്ചു.
എന്റെ എല്ലാ ബന്ധുക്കളും, അതായത് അച്ഛന്റെ ബന്ധുക്കൾ മൊത്തത്തിൽ പറഞ്ഞു അവന്റെ അമ്മ മാരാരാ, ആ. അച്ഛൻ നായരാ, ആ. അച്ഛന്റെ പേര് രാജേന്ദ്രൻ പിള്ളാണ്. ഓക്കെ. ഒരൊറ്റ മാരാരന്മാരുടെയും വാലിന്റെ ഒപ്പം മാരാരില്ല. അതായത് ഇവിടെ മാരാർ എന്നുള്ള ഒരു ജാതി, ആ ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കപ്പെടുന്ന അല്ലെങ്കിൽ വലിയ പരിഗണിക്കപ്പെടാത്ത പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയാണെന്നാണ് അഖിൽ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അഖിൽ എന്ന പേരിൻ്റെ കൂടെ മാരാർ എന്നൊരു വാക്കുകൂടി ചേരുമ്പോൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് സ്വയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പേര് വെക്കുന്നതെന്നാണ് ഇവിടെ റോഹൻ അവകാശപ്പെടുന്നത്, അല്ലേ? അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ എടുക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത്, അഖിൽ പറയുന്നത് ഹിരൺദാസ് മുരളിയെ പോലെ തന്നെ പ്രിവിലേജ്ഡ് അല്ല, അതായത് പ്രിവിലേജ്ഡ് അല്ല എന്ന് പറയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് മാരാർ കമ്മ്യൂണിറ്റി എന്നാണ് അഖിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ സംഗതി എനിക്ക് പിടിയിട്ടുണ്ടോ? ഇതാണ് സംഭവം. പിന്നെ എനിക്കിതിൽ വേറെ കാര്യം പറയുള്ളത്, ഇന്ന് പ്രിവിലേജ്ഡ് അല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് വേറൊരാളുടെ കണ്ണുകളിലൂടെ ചിലപ്പോൾ പ്രിവിലേജ്ഡ് ആയിരിക്കും. നമുക്കിത് പ്രിവിലേജ്ഡ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, അതിപ്പോൾ ജാതി മാത്രമല്ല, എന്തോ ആയിക്കോട്ടെ, നമുക്ക് പ്രിവിലേജ്ഡ് ആണ് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ പ്രിവിലേജ്ഡ് അല്ലാത്തൊരവസ്ഥയായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ, പെട്ടെന്ന് മനസ്സിലാകാൻ. ഇപ്പോൾ 100 സിംഹാസനങ്ങൾ എന്ന നോവൽ, ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ എന്ന നോവൽ വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് ക്ലിക്കാവും. അതിലൊരു കലക്ടറുണ്ട്, സിവിൽ സർവീസുകാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിൽ പറയുന്നത് അദ്ദേഹം താഴ്ന്ന ജാതിയിൽ നിന്ന് വരുന്ന ഒരാളാണെന്നൊക്കെ അദ്ദേഹം അതിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഭിക്ഷ യാചിച്ച് നാടോടി സ്ത്രീയാണ്, അങ്ങനെ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇദ്ദേഹം കളക്ടറായി. അപ്പോൾ ഒരു സോഷ്യൽ ലാഡറിൽ ഹൈ പൊസിഷനിലെത്തി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അമ്മ എങ്ങനെയൊക്കെ കരുതുന്നത് അറിയോ? ഇദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ്, മോനെ നിൻ്റെ ജീവിതം നശിച്ചു പോയി മോൻ അമ്മയുടെ കൂടെ വാടാ, നമുക്ക് ഭിക്ഷ യാചിച്ച് ജീവിക്കടാ, അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ള അന്തസ്സ് എന്ന്. ഇത് അതിലുള്ള ഒരു രംഗമാണ്, ഏകദേശം ഇതാണ് അതിൻ്റെ ഒരു വൈബ്. ഓക്കെ, അപ്പോൾ മൂപ്പര് പറയുന്നത് കലക്ടറായിട്ടും എന്താ പറയുന്നത്, അമ്മ ഇങ്ങനെയാണ് കരുതുന്നത്. അതിൽ വേറൊരു സംഗതി പറയാം. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഏതൊരു നാടക സംവിധായകനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ അമ്മ മരണക്കിടക്കിൽ മരിക്കാറായിട്ട് കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരുപാട് നാടകങ്ങൾ ചെയ്ത മനുഷ്യരാണ്. പേര് ഞാൻ മറന്നു, എനിക്ക് ഓർമ്മ കിട്ടില്ല, എനിക്ക് പേരുകളൊന്നും കിട്ടൂല, പെട്ടെന്ന് കിട്ടൂല, ഓർമ്മ വരില്ല. അപ്പോൾ അദ്ദേഹം മരണക്കിടക്കയുടെ അടുത്ത് വന്നിട്ട് അമ്മയുടെ സംസാരിക്കുമ്പോൾ അപ്പോൾ അമ്മ പറയത്രേ, ബാക്കി എല്ലാവർക്കും ഇദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനം, അത്രയും നാടകങ്ങൾ സംവിധാനം ചെയ്ത ഒരു മഹാനായ മനുഷ്യൻ ആ രീതിയിൽ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത്, മോനെ എനിക്കൊരു കാര്യത്തിലവിടെ വിഷമമുള്ളൂ, നീ എവിടെ എത്തിയില്ലല്ലോ അത്. അതായത് സംഗതികളൊരുണ്ട്. അപ്പോൾ ഇതാണ് ആളുകളുടെ ഒരവസ്ഥ. ഇപ്പോൾ ഞാൻ ചെറിയ കാര്യം പറയാം. ഒരാൾ കവിത എഴുതുന്നത് ചില ആളുകൾക്ക് ഭയങ്കര വലിയ സംഭവം തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ വേറെ ചിലർക്കത് കവിത എഴുതുന്നത് മോശമായിട്ടൊക്കെ അവർ എടുക്കുന്നുണ്ടായിരിക്കും. വേറെ ചില ടീംസ് അങ്ങനെ ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരു കവിത എഴുതുമ്പോൾ പലരും പറഞ്ഞു, കവിത എഴുതുന്ന ആളാണില്ലേ ഇത്. എൻ്റെ വീട്ടിലെ അച്ഛനൊക്കെ ഒരു പട്ടിയുടെ വിലയും കൂടി എനിക്ക് തരുന്നില്ലായിരുന്നു. കവിത എഴുതുന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ മോശമായിട്ട് എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവരെല്ലാം കാര്യം NSSൽ മാരാർ സമുദായം ചേർന്നതോടുകൂടി മാരാറിന് ഐഡന്റിറ്റി ഇല്ലാതായി പോയി. വാര്യന്മാർക്ക് സെപ്പറേറ്റ് സഭയുണ്ടായി, വാര്യർ യോഗക്ഷേമ സഭ, ബ്രാഹ്മണ യോഗക്ഷേമ സഭ. പക്ഷെ മാരാർ NSSലാണ്. അതുകൊണ്ട് തന്നെ ഈ NSSനുള്ളിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, കണ്ടാൽ പുച്ഛമാണ് ഇവർക്ക്. ആ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. ഇത് അഖിൽ പറഞ്ഞു വെച്ചതെന്ന് എനിക്ക് തോന്നുന്നത്, ഹിരൺദാസ് മുരളി ആയിക്കോട്ടെ, അഖിലായിക്കോട്ടെ, ഇവർ വളർന്നു വരുമ്പോൾ ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് എന്താ പറയുക, ഒരു ചൂഷണം ചെയ്യപ്പെട്ട വർഗത്തിൻ്റെ വികാരമാണ് ഉണ്ടായിരുന്നത് തോന്നുന്നു. അത് നമ്മളൊക്കെ പലപ്പോഴും പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ലേ. ചിലർ ജാതിയുടെ പേരിലായിരിക്കും, ചിലർ മതത്തിൻ്റെ പേരിലായിരിക്കാം, ചില ആളുകൾ നമ്മളെ പുച്ഛിച്ചിട്ടുണ്ടാവില്ലേ, ചില ആളുകൾ കറുത്തിട്ടാണ് അവൻ അല്ലെങ്കിൽ അവൾ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവില്ലേ, പുച്ഛിച്ചിട്ടുണ്ടാവില്ലേ, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ, ഇല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ കാര്യം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കുറേ കാശുണ്ട് വിചാരിക്കുക, അപ്പം നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഒരുപാട് കാശുണ്ട്, നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, പ്രിവിലേജാണെന്നൊക്കെ ചിലവർ കരുതുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മളല്ലെങ്കിൽ വേറെ ആൾ കരുതുന്നുണ്ട് വിചാരിക്കാം, അവൻ്റെ കയ്യിൽ കുറേ കാശുണ്ട്, വലിയ സംഭവമാണെന്ന് വിചാരിക്കുക. പക്ഷെ ഇവർ ചിലപ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കാശ് അധികം ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ ആ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ചിലപ്പോൾ പറയില്ലേ, എടാ അവൻ കാശുകാരനാണ്, അവനെ കൂടെ കൂട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൻ ശരിയല്ലെന്ന്. അപ്പോൾ ഈ കാശുണ്ട് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണുകളിൽ പ്രിവിലേജ്ഡായ ഒന്നാണ് എന്നും, പക്ഷേ ഇവരുടെ കണ്ണുകളിൽ രണ്ടാമത് പറഞ്ഞ കേസിൽ പ്രിവിലേജ്ഡ് അല്ലാത്ത രീതിയിൽ ഇവരെ പരിഹസിക്കുക കളിയൊക്കെ ഉണ്ടാവും.
ഇല്ലേ? ഇപ്പം ഞാൻ ചെറിയ കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ ഓടിപ്പിടുത്തം കളിക്കുക, അല്ലെങ്കിൽ നീന്തുക, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോവുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ അമൂൽ ബേബികൾ എന്ന് പറഞ്ഞ് കളിയാക്കണ ചില ആളുകളുണ്ടല്ലോ. ചിലവരൊക്കെ നമ്മൾ അങ്ങനെ കളിയാക്കില്ല. അതായത് വീട്ടിൽ ഭക്ഷണം കഴിച്ച് പാല് കുടിച്ച് അതേപോലെ ബിസ്ക്കറ്റൊക്കെ തിന്ന് അങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന, കാർട്ടൂണൊക്കെ കണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഞാൻ 90s കിഡ്സിന് ഞാൻ പറഞ്ഞ 90s കിഡ്സിൻ്റെ ഒക്കെ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവും കേട്ടോ, ക്ലിക്കാവുണ്ടായിരിക്കും തോന്നുന്നു. അവർ പുറത്തെ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും അവർ എന്ത് സന്തോഷമാണ്. ഈ കുട്ടികളുടെ ജീവിതം ചിലപ്പോൾ അങ്ങനെ ആവില്ല. ഒരു 3 നേരം ഭക്ഷണം എന്നെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയണ്ടാവില്ല. പക്ഷേ ഇവരുടെ കൂടെ കളിക്കാരൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ മറ്റോന് ചിലപ്പോൾ ഒരു കോംപ്ലക്സ് ആയിരിക്കും. ഇത് അമൽ ബേബിക്കാരൻ്റെ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ ഓടാൻ ചാടാൻ, അത്ര സ്റ്റാമിനയ്ക്കില്ലല്ലോ അതൊക്കെ. അപ്പോൾ അവനൊരു കോംപ്ലക്സ് അടിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് തന്നെ, ഈ ജാതിയുടെ പേരിൽ മാത്രമല്ല എന്നർത്ഥം. മറ്റുള്ളവർ പ്രിവിലേജ് എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ വേറെ ചിലവർക്ക് പ്രിവിലേജ് ആവില്ല. സംഗതി ക്ലിയർ ആവുന്നുണ്ടോ? പ്രിവിലേജ് അനുഭവിക്കുന്നു എന്ന് അപ്പോൾ എത്ര ആയിരിക്കാം. ഈ അമൂൽ ബേബി എന്ന് നമ്മൾ പറയുന്ന ഒരാളെ ഇവിടെ എടുക്കുക, സെൻറ്ററായിട്ട് എടുക്കുക. ഇപ്പുറത്തെ ഒരു കൂട്ടം ആളുകൾ, ഈ ഒരു കൂട്ടം ആളുകൾ പറയുകയാണ് ഓ അവൻ്റെ കയ്യിൽ എത്ര കാശാവും, പ്രിവിലേജറാണ്. ഇപ്പുറത്ത് വേറൊരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ ഇവർ പറയുകയാണ് ഇവർ വലിയ കാര്യമില്ല, അവർ നമ്മളെ കൂടെ കൂട്ടാട്ടറ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ പ്രിവിലേജ് അനുഭവിക്കുന്ന ആളോട് ഈ 2 ടീമിനും ഒരേപോലുള്ള ആറ്റിറ്റ്യൂഡാണുള്ളത്. അല്ല, സംഗതി ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇവൻ എന്താ തോന്നുക, ഈ അമൽ ബേബി പറയണ വെച്ചാൽ പയ്യനെന്ത് തോന്നുക, അല്ലെങ്കിൽ പയ്യത്തി പെൺകുട്ടി ആൺകുട്ടി എന്തായിട്ട് തോന്നുക. പിന്നെ ചിലവർ തലേ കയറ്റി വെക്കണോ, ചിലർ വലിയ സംഭവം അറിയണോ, ചില ആൾക്കാരിൻ്റെ തരതാത്തുള്ളത് അല്ലേ. അപ്പോൾ ഇവൻ ഏത് രീതിയിലുള്ള കഥയെ പറയണ്ടാവുക? ചൂഷണത്തിൻ്റെ കഥ ഇവന് പറയേണ്ടായിരിക്കും, ഇവന് കിട്ടിയ ഒരു അംഗീകാരത്തിൻ്റെ ഒരു കാര്യം പറയേണ്ടായിരിക്കും. ഓക്കെ, അതാണ് എൻ്റെ അഭിപ്രായം. എന്തോ പറഞ്ഞാലും ജാതി വെച്ചോട്ട് കളിക്കാട്. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, എന്ത് ഇവർക്ക് കൃത്യമായിട്ട് കിട്ടുന്ന പ്രിവിലേജുകൾ ഉണ്ട്. അതായത് പേരിന്റെ ഒപ്പം മാരാറ് വെക്കുമ്പോ അഖില് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രിവിലേജ് ഇല്ലാതെ പറയുന്നത്. പക്ഷെ പുറത്തെ ആൾക്കാർ ഇല്ല പ്രിവിലേജ് അനുഭവിച്ച ആളാണ് അഖിൽ എന്നൊക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഏതെങ്കിലും രീതിയിലുള്ള പ്രിവിലേജുകൾ ഉണ്ടായിരിക്കും ആരുടെയെങ്കിലും ഇടയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ അപ്പോൾ അതേപോലെ തന്നെ ചില ആളുകൾക്ക് നമ്മളിപ്പോൾ കുറച്ച് പറഞ്ഞില്ല, അതേ പോയിന്റ് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിവിലേജ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനം വേറൊരാൾക്ക് അത് പ്രിവിലേജ് ആയിരിക്കണം എന്നില്ല. അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നായരാണ്, അവന്റെ അമ്മയാണ് ഇത് മാരാറ്, പറയുന്നത് മടിയുണ്ട് എന്നുള്ളത്. അല്ല ഇപ്പൊ കൃത്യമായിട്ട് ബന്ധുക്കള് അപ്പൊ കൃത്യമായിട്ട് അതെ കൃത്യമായിട്ട് അതിൽ അതെ. അപ്പൊ വ്യക്തമായിട്ട് ഇതിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ് ഇത് സവർണർ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഉന്നത കുലരാണെങ്കിലും ഇത്രത്തോളം പ്രിവിലേജുകൾ കിട്ടുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ സവർണ എന്നുള്ളൊരു സാധനം വരുന്നു. ഇവിടെ പറഞ്ഞു മാരാർ എന്നുള്ളൊരു കമ്മ്യൂണിറ്റി, ആ ഒരു പേരിനെ, ആ പേര് ആ ഒരു ടേം ഡിനോട്ട് ചെയ്യുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ അവരുടെ ഇടയിൽ അവർണരായിട്ടാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ പൊതുസമൂഹം മറ്റു പലരും കരുതുന്നത് അതൊരു സവർണ കമ്മ്യൂണിറ്റിയാണ് എന്നാണ്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പറയാതെ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പൊ കൃത്യമായിട്ട് അൽമാരാർ എന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ആ എഴുതിയ സ്റ്റേറ്റ്മെന്റുകളിലെ വന്ന വരികളായിരുന്നു കൃത്യമായിട്ട് നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണ ഗുണമാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ അൽമാരാറിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് കൃത്യമായിട്ട് വരുന്നത്. അതിനൊപ്പം തന്നെ പോരാട്ട വീരം വീരനും നാട് നയിക്കാനുള്ള ശേഷി ഒരുവനെ ക്ഷത്രിയനാകുന്നു എന്നുള്ള രീതിയിലേക്ക് ഗുണവും കഴിവ് കൊണ്ടും കരുപ്പ് കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത തമോ ഗുണ സ്വഭാവമുള്ളവർ ശൂദ്രഗണത്തിലും പെടുന്നു എന്നുള്ളത് അല്ലെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ ഗണത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുത്തെ മേൽജാതിയെയും അല്ലെങ്കിൽ കീഴ്ജാതിയെയും എവിടെ കൃത്യമായിട്ടുള്ള പ്രിവിലേജുകൾ സംഭവിക്കുന്നു എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. DGP അത് ഒരു ജാതിയായിട്ട് എടുത്തോളൂ, SP ഒരു ജാതിയായിട്ട് എടുത്തോളൂ, SI ഒരു ജാതിയായിട്ട് എടുത്തോളൂ. ഈ 3 ജാതി ഒരാൾക്ക് ലഭിക്കുന്നത് കഴിവിന്റെ അടിസ്ഥാനത്തിലല്ലേ? അതെ. അതേപോലെ ഞാൻ പറഞ്ഞത് കൃഷ്ണൻ പറഞ്ഞതാണ്. അതായത് ഈ പഠിക്കാനും പഠിപ്പിക്കാനുള്ള കഴിവ് ബ്രാഹ്മണനാക്കുന്നു എന്ന് അയ്മാര് പറയുന്നു. ഞാൻ അതിൽ കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പൊ പറഞ്ഞൊരു ഉപമ വെച്ചുകൊണ്ട് പറയുന്നു. ഇപ്പൊ ഉപമ പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ. രാമനോ കൃഷ്ണനോ യശോദനോ ആരോ ആയിക്കോട്ടെ, അവർ ഏത് മതത്തിലെ ആളുകളും ആയിക്കോട്ടെ, ഏത് ജെൻഡറിലുള്ള ആളോ ആയിക്കോട്ടെ,
പലതും പറഞ്ഞിട്ടായിരിക്കും. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഇൻ്റർപ്രിട്ടേഷൻസും വന്നുകൊണ്ടിരിക്കും. അതായത് ഇതിൻ്റെ മീനിങ് ഒന്നും ഇതിൻ്റെ കൊണോട്ടേഷൻ ഒന്നും ഇത് എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും ഫിക്സഡ് അല്ല എന്നർത്ഥം. ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരേ ഒരു മീനിങ് എന്നുള്ള ഒരു സാധനം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ ഈ ഒരു സംഗതി, ഇത് മൈക്കാണ്. ഈ മൈക്കിനെ എനിക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സംഗതിയായിട്ട് ഉപയോഗിക്കാം, ഇതൊരു ആയുധമായിട്ടും ഉപയോഗിക്കാം. പറ്റൂലേ? ഇപ്പോൾ എന്തെങ്കിലും ഒരു നായ കടിക്കാൻ വരുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല, പൂച്ച കടിക്കാൻ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വരുമ്പോൾ സമയത്ത് ഇതുകൊണ്ട് എനിക്ക് എറിയാൻ പറ്റൂലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ആയുധമായി മാറും. ഇതിൻ്റെ ശരിക്കും ഇത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഇത് മൈക്ക് എന്ന് പറയുന്നത് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ഒന്നാണ്. ഇത് മാത്രമാണോ ഇതിനർത്ഥം? ഇത് ഇതിൻ്റെ കൊണോട്ടേറ്റീവ് ആയിട്ടുള്ള മീനിങ് എന്താ? ഇതൊരു ഒരു ആയുധമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഇല്ലേ? തീർച്ചയായും സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ ആയിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന് പല രീതിയിൽ നമുക്ക് ഒരു കാര്യത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കൃഷ്ണൻ അന്ന് അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു 100 കൊല്ലം മുമ്പ് ആൾക്കാർ എങ്ങനെയാണോ അതിന് ഇൻ്റർപ്രറ്റ് ചെയ്തെടുത്തിരുന്നത് അതേപോലെ ആവണമെന്നില്ല അന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കണത്. ഇതിലൊക്കെ മാറ്റങ്ങൾ വരില്ലേ? പിന്നെ എല്ലാത്തിനും ലിറ്ററലായിട്ടുള്ള മീനിങ് മാത്രമല്ല ഉള്ളത്. ഇപ്പം ഞാനൊരു ഈർക്കിലി കൈ പിടിക്കുന്ന സമയത്ത് ഈർക്കിലി വെച്ചിട്ട് ഒരാളെ തല്ലാനും സാധിക്കും, അല്ലേ? കുത്താനും സാധിക്കും, കണ്ണ് കുത്താനും, വയലൻസാണ് പറയണത്, അത് ചെയ്യാനും സാധിക്കും. ഈ ഈർക്കിലി എന്ത് ചെയ്യാൻ പറ്റും? ഈർക്കിലി വെച്ചിട്ട് ഈർക്കിലിൻ്റെ തലപ്പത്ത് ഞാൻ പൂവ് വെക്കുകയാണ്, പൂവ് വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയിട്ട് കളിക്കാനും പറ്റും. സംഗതി ക്ലിയർ ആണ്. ഇത് ഇതൊരു എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റ് സാധനമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം അത് അങ്ങനെയാണ് സംഗതി. അത് കഴിവുകൊണ്ടാണ് ആവുന്നതെന്ന് പറയുന്നു, അല്ലെ? ഈ കഴിവുകൊണ്ട് ആ പൊസിഷനിൽ എത്താൻ പറ്റുന്നു. ഒരു ജാതിയുടെ കാര്യത്തിൽ താരതമ്യം ഒരു ഇതിലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ പറഞ്ഞ വരികൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള ബ്രാഹ്മണനാക്കുന്നെങ്കിൽ ഇത്രത്തോളം പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള അഖിൽമാരാറിനെ ഒരു ബ്രാഹ്മണനായി കണ്ടിട്ട് ശബരിമല മേൽശാന്തിയാക്കും. ഇവിടെ ജാതി നമ്മുടെ സർക്കാർ ആക്കുമോ എന്നൊക്കെ വെച്ചാൽ അതൊരു കാലഘട്ടത്തിൻ്റെ ആളുകളുടെ ഒരു പ്രതികരണം പോലെ കൂടി ഇരിക്കും, അല്ലേ? ഒരു കാലത്ത് ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച സ്ഥലങ്ങളിൽ ആളുകൾ എത്തിയിട്ടില്ലേ? ഇല്ലേ? ഇപ്പോൾ നമുക്ക് ഗലീലിയോൻ്റെയൊക്കെ കാലഘട്ടത്തിലെടുക്കാം. നമുക്ക് ഈ ഇങ്ങനൊരു സാധനം ഇല്ല എന്ന് വിചാരിച്ചിരുന്ന സംഗതികൾ പിന്നീട് നമ്മൾ കണ്ടെത്തിയിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അവിടെ പോയി പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു പക്ഷേ പറ്റുന്നുണ്ടായിരിക്കാം. പക്ഷെ പഠിപ്പിക്കാൻ പറ്റുമല്ല, അവിടെ മേൽശാന്തി ആകുമോ എന്ന് ഒരു പക്ഷെ ചെയ്യുന്നുണ്ടായിരിക്കാം, ഇല്ലേ? അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. എങ്ങനെ ആരുടെ മകനായി ഏത് കുലത്തിൽ ഒരുവൻ ജനിക്കുന്നു, ഇതാണ് ഒരുവന്റെ ജാതി. അതായത് ഇപ്പം എൻ്റെ അച്ഛൻ ദളിതനാണെങ്കിൽ, അതായത് കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ കുറച്ച് നേരത്തെ സംഭവിക്കും, ചിലപ്പോൾ കുറച്ച് വൈകിട്ടേ സംഭവിക്കണ്ടായിരിക്കും. ദളിതനാണ്, പക്ഷെ എൻ്റെ അച്ഛൻ ഗുണം കൊണ്ട് ബ്രാഹ്മണനായേക്കാം. ഇതാരാ പറഞ്ഞത്? കൃഷ്ണൻ ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞതിന് കഴിവുകൊണ്ട് പഠിച്ച് നേടിയതിനൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. നേരത്തെ സമൂഹത്തിൽ നമുക്ക് വേർതിരിവുകളില്ലേ? എല്ലാ മേഖലയിലും വേർതിരിവുകളില്ലേ? മുതലാളി തൊഴിലാളി തൊട്ട് ഈ വേർതിരിവുകളുണ്ട്. ഗുണത്തിന്റെ അടിസ്ഥാനത്തിലും ഈ വേർതിരിവുകളുണ്ട്. മൃഗങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. ഈ നമ്മൾ എല്ലാത്തിലും കയറി തുല്യത പറഞ്ഞുകൊണ്ട് കിടക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഡ്ഢിത്തരം. ഇത് പറയാത്തതും ബോധമുള്ളതും ഇക്കാര്യത്തിലും മൃഗങ്ങൾക്കാണ്. മൃഗങ്ങൾ തുല്യത പറയാറില്ല. പോത്തു പോയി 4 കാലേ ഉള്ളെന്ന് പറഞ്ഞ് സിംഹത്തിനോട് പറയത്തില്ല, നമ്മൾ ഡിവിക്കലോ അത് പറയത്തില്ല. മനുഷ്യർക്കിടയിലും ഈ പ്രശ്നമുണ്ട്. നമ്മൾ 2 കാലും ഇരുകാലികളാണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ആരും ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഞാൻ ഒരുപക്ഷെ അത് പറയാൻ മറക്കും, അതുകൊണ്ട് ഇപ്പോൾ പറയണം. അതായത് തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഹിരൺദാസ് മുരളി നിലകൊള്ളുന്നത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തുല്യതയ്ക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് തുല്യതയാണ്, ഇക്വാളിറ്റിയാണ്, സമത്വമാണ് നമുക്ക് ഈ സമൂഹത്തിൽ വേണ്ടത് എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തുല്യത എന്ന സംഗതിക്ക് വേണ്ടി മാത്രമാണോ നിലകൊള്ളുന്നത്? വിദ്യാഭ്യാസ സമ്പ്രദായം ആയിക്കോട്ടെ, നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം സ്കൂളുമായി ബന്ധപ്പെട്ടത് പൊതുവേ അങ്ങനെയാണല്ലോ. സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കണം എന്നൊന്നുമില്ല കേട്ടോ, വേറെ രീതിയിലും പഠിക്കാൻ പറ്റും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സമൂഹത്തിൽ നടക്കുന്ന അതിൻ്റെ ഒരു മിനിയേച്ചർ സൊസൈറ്റി ആണല്ലോ ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ഇക്വാളിറ്റി മാത്രമല്ല, ഇക്വിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. EQUITY. ഇക്വാളിറ്റി വേറെ, ഇക്വിറ്റി വേറെ, തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മൾ സമത്വമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പരമോന്നതമായിട്ടുള്ള മൂല്യം എന്നൊക്കെ പറയണവർക്ക് ചെറിയ വിഷയങ്ങളില്ലേ? വിഷയങ്ങളുണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്, വിഷയങ്ങളില്ലേ എന്നൊരു സംശയമുണ്ട്.
എന്താണ് ഇക്വിറ്റി ഇക്വാളിറ്റി തമ്മിലുള്ള വ്യത്യാസം? ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സമത്വം, എല്ലാവരും തുല്യരാണ്, സമരോ സംഗതി മനസ്സിലായില്ലേ? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ വേറെ സംഗതിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിത് എവിടെ നിന്നിട്ട് ഇതാണ് മതിൽ എന്ന് വിചാരിക്കുക. ഈ മതിലിൻ്റെ അപ്പുറത്ത് ഫുട്ബോൾ കളി നടക്കുകയാണ്. ഓക്കെ, ഫുട്ബോൾ കളി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇത് മതിലാണ് വിചാരിക്കുക കേട്ടോ, ഫുട്ബോൾ കളി നടക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ, ഇത് മതിലാണ്, മതിൽ. ഞാൻ അപ്പുറത്ത് നിന്ന് ഫുട്ബോൾ കളിയാണ്. അപ്പോൾ എന്നേക്കാൾ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് വിചാരിക്കുക. 2 പേർക്കും ഫുട്ബോൾ കളി കാണണം. അപ്പോൾ ഇത്രയാണ് ഹൈറ്റ് വരുന്നത് വിചാരിക്കുക. അപ്പോൾ 2 ഒരേ ബെഞ്ചിൽ ഈ 2 പേരും ഇട്ട് വിചാരിക്കുക, നിർത്തി വിചാരിക്കുക. ഈ 2 പേർക്ക് ചിലപ്പോൾ എനിക്ക് മാത്രം ഫുട്ബോൾ കളി കാണാൻ പറ്റില്ല, ഇത്രയും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ മറ്റേ ആൾക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, എത്ര എത്തുണ്ടാവില്ല, ഇവിടെ ചുമരല്ലേ, കാണുന്നുണ്ടാവില്ല. ഈ സമത്വം വേണമെന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഈ 2 പേരും അങ്ങനെയാണെങ്കിൽ ഒരേ ബെഞ്ചിൽ ഇവരെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ സമത്വം വന്ന്. പക്ഷേ ഒരു കാര്യമല്ലേക്കുക, അതവിടെ സാമൂഹികമായ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ സമത്വത്തിൽ ഇപ്പം ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഫുട്ബോൾ കളി കാണാൻ പറ്റുന്നുണ്ടോ? ഫുട്ബോൾ കളി കാണുന്നത് നമ്മുടെ അവകാശമാണെന്ന് നിൽക്കുക. ഈ 2 പേർക്ക് അപ്പോൾ ഈ അവകാശം കിട്ടണ്ട. അപ്പോൾ സമത്വം കൊണ്ട് അവകാശം കിട്ടണ്ട അവിടെ. സമത്വം മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരണത്. ഞാനൊരു ഒരു ചിന്ത നിങ്ങളുടെ മുന്നിലേക്ക് ഡിസ്കഷന് വേണ്ടിയിട്ട് തരുന്നു എന്ന് മാത്രമേ ഉള്ളേ. എൻ്റെ ഒരു പൊട്ട ചിന്തയുണ്ട്, അങ്ങനെ എടുക്കുക. ഇനി ഇക്വിറ്റി എന്ന് പറയുന്ന സംഗതിയുണ്ട്. എങ്ങനെ അറിയോ? അപ്പോൾ എനിക്കൊരു ബെഞ്ച് ഇവിടെ ഇട്ട് തന്നില്ലേ, ആ ബെഞ്ചിലൂടെ എനിക്ക് എന്തായി ഇതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, കളി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എനിക്കെൻ്റെ അവകാശങ്ങൾ കിട്ടുന്നുണ്ട്, കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എനിക്ക് എന്താണ് പർപ്പസ് കാണാൻ പറ്റുന്നുണ്ട്, കളി കാണാൻ പറ്റുന്നുണ്ട്. എന്നേക്കാൾ ഉയരം കുറഞ്ഞ ആൾക്ക് ഞാൻ ഏത് ബെഞ്ചിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ആ ബെഞ്ചിനേക്കാൾ ഉയരം കൂടിയൊരു ബെഞ്ച് ഇട്ട് കൊടുത്ത് വിചാരിക്കുക. അപ്പോൾ അയാൾ ഞാനും ഈ ചുമരിൻ്റെ ഇവിടെ ഇത്രയും ഹൈറ്റ് ഒരേപോലെ നിൽക്കണം വിചാരിക്കുക. 2 ആൾ ഇവിടെയാണ് മറ്റാളുടെ തല, എൻ്റെ തല ഇവിടെ. അപ്പോൾ 2 പേർക്ക് ഇത് കാണാൻ പറ്റും, ഫുട്ബോൾ കളി കാണാൻ പറ്റും അല്ലേ? ഈ 2 പേരും ഒരേ വലിപ്പമുള്ള ഒരേ ഉയരമുള്ള ബെഞ്ചിലാണ് നിൽക്കുന്നത്, അല്ല. അപ്പോൾ എനിക്ക് ഉയരം കുറഞ്ഞ ബെഞ്ചും മറ്റേ ആൾക്ക് ഉയരം കൂടിയ ബെഞ്ചുമാണ്. എന്നിട്ടിപ്പോൾ ഞാൻ ഇങ്ങനെ പറയാണ്, അയ്യോ എനിക്ക് ഉയരം കുറഞ്ഞ ബെഞ്ചാണല്ലോ തന്നെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ഇങ്ങനെ പറഞ്ഞാലും മറ്റേ ആൾക്ക് ഉയരം കൂടിയ ബെഞ്ച് കൊടുത്തു എന്ന് പരാതി പറഞ്ഞിട്ട് എന്താ അതിൻ്റെ അവസ്ഥ? അങ്ങനെ പരാതി പറയുകയാണെങ്കിൽ അപ്പം വേറൊരാൾ പറയണം മറ്റാൾക്ക് ഉയരം കൂടിയ ബെഞ്ച് കൊടുത്തു, മറ്റാൾക്ക് ഉയരം കുറഞ്ഞ ബെഞ്ച് കൊടുത്തു എന്ന്. ഇതാണ് ഇക്വാളിറ്റി ഇക്വിറ്റി തമ്മിലുള്ള വ്യത്യാസം. 2 പേർക്കും കളി കാണുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു പർപ്പസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ല, ഇവിടെ ആണും പെണ്ണും തുല്യരാണെന്ന് പറഞ്ഞു നടക്കും. നിയമത്തിന്റെ മുന്നിൽ പോലും ഇവരാരും തുല്യരല്ല. ഇപ്പൊ സർക്കാർ തന്നെയാണ് സൃഷ്ടിച്ചു വെച്ചേക്കുന്നത് മുന്നോക്ക ജാതി, പിന്നോക്ക ജാതി. നമ്മളിവിടെ സംവരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇക്വാളിറ്റി ആണോ ഇക്വിറ്റി ആണോ വേണ്ടത്, എങ്ങനെയാണ് സംഭവം, എന്തുകൊണ്ടാണ് സംവരണം സംഭവിക്കുന്നത്, സാമ്പത്തികമായ സംവരണമാണോ വേണ്ടത്, അതോ ജാതീയമായ സംവരണമാണോ വേണ്ടത്, അതേപോലെ EWS എക്കണോമിക്കലി വീക്കർ സെഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു സംവരണം കൊടുക്കുന്നത് വേണോ വേണ്ടേ പറഞ്ഞിട്ട് ചൂടേറിയ ചർച്ചകൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഇതാണ്, ഇക്വിറ്റി ഇക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതും കൂടി മൈൻഡിലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നു. സമത്വസുന്ദരമായ ഒരു ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഹിരൺദാസ് മുരളി നിലകൊള്ളുന്നത് ആണോ? എനിക്കറിയില്ല കേട്ടോ. സമത്വസുന്ദരമായ ഭൂമിക്ക് വേണ്ടിയിട്ടാണ് അഖിൽ നിലകൊള്ളുന്നത് ആണോ? എനിക്കറിയില്ല. അതിന് ഒരു മന്ത്രിയെ സൃഷ്ടിക്കുന്നു. സർക്കാർ പോലും ഈ മനുഷ്യനെ വേർതിരിച്ചാണ് കാണുന്നത്. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് അവർക്ക് ജാതിയും മതമൊന്നുമില്ല. ഇന്നത്തെ നല്ല കേട്ടോ, കുറെ കാലങ്ങൾക്ക് മുന്നേ തന്നെ എടുക്കാം. അതൊക്കെ പലർക്കിടയിലും പോയി. പിന്നെ ഇതുണ്ട്, കുറച്ച് പഴയ തണ്ട് കൊണ്ട് നടക്കുന്ന, പ്രത്യേകിച്ച് ഒരു മെച്ചവും ഉണ്ടാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവർക്ക് ആകെയുള്ള മെച്ചം ഞങ്ങൾ എന്തോ കൊമ്പത്തെ ജാതി ജനിച്ചവരാണ്. കാരണം ഇവന്മാരുടെ കയ്യിൽ പൈസയില്ല, സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു വിലയുമില്ല. ഈ വിലയില്ലാത്ത ഒരു വിഭാഗം സ്വയം സൃഷ്ടിച്ചെടുത്തു ഞങ്ങൾ ഇവിടുത്തെ എന്തോ വലിയ ജാതി. ഞാൻ ഇതിനോടൊന്നും മുഴുവനായിട്ട് യോജിക്കുന്നില്ല കേട്ടോ. ഞാൻ ഒന്നിനോട് ഇപ്പോൾ വാക്കുകൾ കൊണ്ട് പ്രതികരിക്കണമെന്നില്ല എന്നതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്നു എന്നല്ല കേട്ടോ ഇതിനർത്ഥം. ഞാനത് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ജാതിയുടെ സ്വയം പ്രിവിലേജിൽ ഇവന്മാർ സ്വയം ആശ്വസിച്ച് കഴിയുന്നതല്ലാതെ ഇവർക്കൊന്നും ഞാൻ ഇരുന്നിട്ട് കാല് ധരിക്കാൻ തുടങ്ങി. ആരും ഒരു വിലയും കൊടുക്കാറില്ല. എന്റെ നാട്ടിൽ ദളിത് വിഭാഗത്തിലുള്ള ഒരു SI വന്നാൽ അവിടുത്തെ ബ്രാഹ്മണൻ അയാളുടെ മുന്നിൽ പോയിട്ട് എന്താ സാറേ എന്ന് ചോദിക്കൂ. അതിന് വേണ്ടിയിട്ട് വളരുക എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഞാൻ ദളിതനാണ്, നീ നായനാണ്, നീ മറ്റവനാണ്, ആണയിൽ എനിക്കൊരു കോപ്പുമില്ല എന്നൊന്നും പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. താഴെ തട്ടിലുള്ള ഓരോരുത്തരെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. തുടക്കം നമ്മുടെ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അഖിൽമാര പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്ന ശബ്ദം ഒരാളും കേട്ടിരുന്നില്ല. എന്റെ ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷമാണ് എന്നെ കൂടുതൽ പേരിലേക്ക് കേട്ടുന്നതും സ്വീകരിക്കുന്നതും. അതിലെ പ്രിയ സത്യങ്ങളുണ്ടാവും, അപ്രിയ സത്യങ്ങളുണ്ടായിരിക്കാം. ഈ മുമ്പ് കേട്ടിരുന്നില്ല, അതിനൊപ്പം തന്നെ താരതമ്യം കാര്യമുണ്ട്.
മുൻപ് അഖിൽമാരെ ഒരു അല്ലെങ്കിൽ വേദിക്ക് അല്ലെങ്കിൽ ഉദ്ഘാടനത്തിനോ എന്തിനോ വിളിക്കുന്ന ഒരു പ്രതിഫലം എന്തായിരുന്നു? അല്ലെങ്കിൽ ബിഗ് ബോസ് വിനു ശേഷമായതിനു ശേഷം സ്വീകാര്യത കിട്ടിയതിനു ശേഷം കിട്ടുന്ന ഒരു പ്രതിഫലം കുത്തിരി വരുന്നുണ്ട്. മാരാറിന് മാത്രം കഴിവാണ് അല്ലെ? അതിൽ പിന്നിലൊരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയോ ഒന്നും സംഭവങ്ങളില്ല. അതിൽ തന്നെ മാരാർ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ദുൽഖറുണ്ടായിരുന്ന ഒരു വേദിയിൽ ഒരു സെൽഫി എടുക്കാൻ പോലും നിൽക്കാൻ പറ്റാത്തടത്തു നിന്ന് അത്രയും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വേദിയിലേക്ക് ഉള്ള വളർച്ച എന്നുള്ളത് അവനവന്റെ ശ്രമം കൊണ്ട്. അപ്പൊ എവിടെയാണ് ഒരാൾക്കുള്ള ഒരു മാർക്കറ്റിനെ അല്ലെങ്കിൽ ഒരു വില നിശ്ചയിക്കുന്നതിനെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട ആയിട്ടാണ് എങ്ങനെയാണ് കരുതാൻ പറ്റുന്നത്? അതാണ് അതിൽ വിയോജിക്കുന്നത്. ഞാൻ ചിരിച്ചത് നീ എന്റെ വായിക്കൊന്ന് കഴിച്ചു പോയല്ലോ. ഞാൻ ചിരിച്ചത് കാരണം നീ താരതമ്യം ചെയ്തത് ഭയങ്കര വിഡിതമല്ലേ. എവിടെയോ കിടന്ന അഖിൽമാരാര് റേപ്പ് കേസിലും കഞ്ചാവ് കേസിലും പിടിക്കപ്പെട്ടതിന് ശേഷം ഏറ്റുകൂട്ടിയതല്ല ഇത്. ഈ ഒരു പോയിന്റ് ഇത് പറഞ്ഞ പലരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോട്ടിച്ചിട്ട് വരും, എന്താണോ മോനെ അങ്ങനെ പറഞ്ഞെന്നൊക്കെ. ഇവർ റേറ്റ് കൂട്ടണമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഹിരൺദാസ് മുരളി അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് റേറ്റ് കൂട്ടി തുടങ്ങിയ ടൈം എന്താ നോക്കുക എന്നാണ് അഖിൽ പറയുന്നത്. അഖിലിൻ്റെ ഒരു വാദം, അഖിലിൻ്റെ ഒരു അഭിപ്രായം, ഒരു പെർസെപ്ഷൻ എങ്ങനെയാണ്. അഖിലും കൂടുതൽ റേറ്റ് ചോദിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ അഖിലിന് നല്ല എമൗണ്ട് റേറ്റായിട്ട് റിവാർഡായിട്ട് കിട്ടി തുടങ്ങിയ ഏത് ടൈമിലാണ്? കേസുകൾ എന്നുള്ള രീതിയിലേക്കുള്ള യോജിപ്പോ എമൗണ്ടിന്റെ കേസാണ് പറഞ്ഞത്. അതായത് അത് ഞാൻ എന്താ ചെയ്തത്, ഈ എവിടെയോ കിടന്ന് പരിഹസിക്കപ്പെട്ട അഖിൽമാരാറ് സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞു, ഒരു തിരക്കഥ എഴുതി, അത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റിന് എടുത്ത് പോയി കഥ പറഞ്ഞു, അയാളെ കൺവിൻസ് ചെയ്തു, അത് നിർമ്മിക്കാൻ വേണ്ടി ഒരു നിർമ്മാതാവിനെ കൺവിൻസ് ചെയ്തു, പലരിടത്തും കൺവിൻസ് ചെയ്ത് അത് കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ കൃത്യമായിട്ട് ഇറക്കി സംവിധായകനും തിരക്കഥാകൃത്തുമായി മാറി. സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലും നിരവധി തവണ ചാനൽ ചർച്ചകളിൽ വന്നു. അതിലൂടെ വിവാദമോ അല്ലാതെയോ ഈ ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു, അവിടുത്തെ ഇന്റർവ്യൂവിൽ മനോഹരമായി അറ്റൻഡ് ചെയ്യുന്നു, അതിലൂടെ ബിഗ് ബോസിൽ കയറുന്നു. 7% വോട്ട് 82% വോട്ടാക്കി മാറ്റി എതിർത്ത ആൾക്കാരെയൊക്കെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച് തിരിച്ചിറങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ശമ്പളവും പൈസയും കൂട്ടി മേടിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് ഞാൻ പണം വാങ്ങാൻ തുടങ്ങിയത്. വേടനെ സംബന്ധിച്ച് വേടൻ പുതിയതായിട്ട് ഒരു പാട്ടും ചെയ്ത് ഹിറ്റാക്കിയിട്ടല്ല കാശ് കൂട്ടിയത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഹിറ്റായതൊക്കെ തന്നെ ഈ കേസിന് മുന്നേ ആയിരുന്നു. അദ്ദേഹത്തെ ജനം സ്വീകരിച്ചതൊക്കെ തന്നെ ഈ കേസിന് മുന്നേ തന്നെ ഓൾറെഡി വലിയൊരു ഓഡിയൻസ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, സ്വീകാര്യനായിട്ടുള്ള, കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന റാപ്പറായിരുന്നു. അപ്പം മഞ്ഞുവെല്ലിയൊക്കെ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു, കുതന്ത്രം ആ പാട്ടൊക്കെ. അതുപോലെ പലതും ഞാൻ പലതും കേട്ടിട്ടില്ല, പക്ഷെ പലതും കുട്ടികൾക്കിടയിൽ ഭയങ്കര ചർച്ചയായിട്ടുള്ള പാട്ടുകളാണ്. ആ വേടൻ കഞ്ചാവ് കേസിൽ ഇനി വേറെ വല്ലവരും പറയും ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല എന്ന് അഖിൽ പറയുന്നു, അത് അഖിലിന് പുച്ഛമാണ് ഹിരൺദാസ് മുരളിയോട്. അയ്യോ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ചിലവർ അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഒരാളുടെ തന്നെ പിന്നാലെ കാത് കൂർപ്പിച്ചിട്ട് നിൽക്കാൻ പറ്റുമോ? അവരെന്തൊക്കെ ചെയ്യണം, അവർ പാട്ടുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ പെർഫോമൻസാണ്, നമുക്ക് നമ്മുടേതായ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അത് തിരിച്ചോ അഖിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഹിരൺദാസ് മുരളി ഇങ്ങനെ നോക്കേണ്ടിയിരിക്കുക. ഇപ്പോൾ ചിലവരൊക്കെ ഇതിൽ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ആ വേടൻ്റെ പേരും പറഞ്ഞ ആളാവും നോക്കുന്ന അഖിൽമാരാർ. വേറെ ചിലവർ അഖിൽമാരാർ ഒന്ന് വേടനെതിരെ സംസാരിച്ചിരുന്നത് കൊണ്ട് വേടന് ഇനി കൂടുതൽ ആളാവാൻ പറ്റും, വേടൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നൊക്കെ. എനിക്ക് ഈ 2 സാധനം വിട്ടിത്തേട്ട തോന്നിയത്. അവരങ്ങനെയൊക്കെ ചിന്തിക്കണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആവോ? മേ ബി ആയിരിക്കാം അല്ലേ, നമുക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കാം. കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം റേറ്റ് കൂട്ടുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? റോഹൻ പറ. ആ ആൾക്കൂട്ടം പാട്ടിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ, കേസിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ, കലയിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ? ഇതൊരു സംശയം കേട്ടോ. അതല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഒരു കേസ് വരുമ്പോൾ സാധാരണ ആളുകളുടെ ഒരു മൊത്തത്തിൽ ഇമേജിനെ അത് ബാധിക്കുക ചെയ്യുക. ഇവിടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ സംഭവിച്ച്? അതെങ്ങനെ സംഭവിച്ച്? എനിക്ക് ലോജിക്ക് മനസ്സിലാവണില്ല, എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. ഈ കാലഘട്ടമുണ്ടായ ആൾക്കൂട്ടത്തിനൊപ്പം തന്നെ വിവാദം കൂടിയവരെ കാരണമായിട്ട് അപ്പൊ അത് ഞാൻ പറയുന്നത് ആ കേസ് ഇവിടെ ക്യാഷ് കൺവേർട്ട് ആവാൻ കാരണം പുറത്ത് അയാൾക്ക് വേണ്ടി അനുകൂലിച്ച് സംസാരിച്ച മറ്റൊരു വിഭാഗം, വേടൻ അറിയാതെ വേടനെ അനുകൂലിച്ച ഒരു വിഭാഗം, അവർക്ക് അജണ്ടകൾ ഉണ്ടാവാം. അതില്ലെന്ന് എനിക്ക് റോഹൻ എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ വരുന്ന അവർ വേടനെ മുൻനിർത്തി ഹിന്ദുക്കൾക്കിടയിൽ ഭയങ്കരമായ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ചുമ്മാ കാര്യം അറിയാണ്ട് നമ്മളിങ്ങനെ കളിക്കുക തോന്നണം. പലരും വേടനെ കുറ്റം പറയുന്നു അഖിൽമാരാർ, അല്ലെങ്കിൽ അഖിൽമാരാറിനെ കുറ്റം പറയുന്നു വേടനെ, അല്ലെങ്കിൽ ആ 2 കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നോ സംസാരിക്കാൻ പോകണമെന്നോ എന്തായിക്കോട്ടെ, എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇതിന് പിന്നിലുള്ള വേറെ കുറേ കളികളുണ്ടായിരിക്കും പലരും. കാരണം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. ഒരു പക്ഷേ വേടനെ വെച്ചിട്ട് ഹിരൺദാസ് മുരളിയെ വെച്ച് വേറെ പലരും സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ
നമ്മൾ വിഡ്ഢികൾ രണ്ട് ചേരിയായി നിന്നുകൊണ്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് അത് നിന്നുകൊണ്ടിരിക്കൂലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവർ പല രീതിയിൽ ഓരോ സാധനങ്ങൾ അവർ പ്രൊഡക്ട്സ് വിൽക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗൂഢമായ സംഗതികൾ അവർ നടപ്പിലാക്കുക ചെയ്യണമെങ്കിലോ. നമുക്ക് പറയുന്ന കാര്യമല്ലേ, ബ്രിട്ടീഷുകാർ ഇന്ത്യനെ ഭരിച്ചത് എങ്ങനെയാണ്? ഇവിടെ ആദ്യം സ്പ്ലിറ്റ് ഉണ്ടാക്കിയവർ, എന്നിട്ടല്ലേ ഭരിച്ചത്. അതായത് ഒരുമിച്ച് നിൽക്കുമ്പോൾ ബലം കുറയും, അവർ കീഴടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ചേരിയായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾക്ക് ഭരിക്കാനും അവരുടെ ബിസിനസ് വ്യാപിക്കാനും ഒക്കെ പറ്റും അല്ലേ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അജണ്ടകൾ ഉണ്ടെങ്കിൽ ഒരാൾ വിളിച്ച് ഇവിടെ വരുന്ന ജനോപലക്ഷങ്ങൾ ഇത്രയും ആളുകൾ കൂടിച്ചേരുന്നത്, അല്ലെ പല സ്ഥലത്ത് ഏതെങ്കിലും കൃത്യമായ സ്ഥലത്തല്ല ഇത്ര ആളുകൾ കൂടുന്നത് അല്ലെ. ഇത്രയും സ്ഥലങ്ങൾ വരുന്നത് വേടന്റെ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ വേടന്റെ ഇത്തരം അജണ്ടകൾ നോക്കിയിട്ടോ ഒന്നും, പാട്ട് തന്നെയാണ്. ഇത് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഒരു റാപ്പ് സിംഗർ ആയിട്ട് കാണുക എന്നുള്ളത് മാത്രമാണ്. ആ സിംഗർ ആയിട്ട് ഒരു ആസ്വാദകനായിട്ട് ഒരു കലാകാരൻ ജനങ്ങളുടെ ഇടയിൽ വളരുന്നുണ്ടെങ്കിൽ അത് അവനവന്റെ കഴിവ് തന്നെയാണ് അല്ലെ. അതിനെയാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലൊരു കഴിവിൽ ഇത്രത്തോളം സ്വീകാര്യത കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതില് അവനവന്റെ റിമുനറേഷൻ എത്രയാണെന്നുള്ളത് കൂട്ടുനികുതും അതിൽ മാത്രം. എൻ്റെ ഒരു അഭിപ്രായം, വേടൻ എത്ര രൂപ വാങ്ങുന്നു, ഹിരൺദാസ് മുരളി എത്ര രൂപ വാങ്ങുന്നു, അഖിൽ എത്ര രൂപ വാങ്ങുന്നു എന്നതൊക്കെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നമുക്കൊന്നും പറയാൻ പറ്റൂല. അവർക്കിപ്പോൾ തോന്നുകയാണ് 10 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വേണം ഒരു പ്രോഗ്രാമിന് എന്ന് പറയുകയാണെങ്കിൽ അത് അവർ പറയുമ്പോൾ കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. അതെന്താവട്ടെ. ചിലപ്പോൾ ഇവർ പറയുകയാണ് ഞാൻ അടുത്ത സ്റ്റേജ് ഫ്രീ ആയിട്ട് ചെയ്തു തരാം, അതും അവരുടെ ഇഷ്ടമാണ് അല്ലേ. അല്ലാതെ ഒരു ആളുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിട്ടും ഇത്ര അതിനെ പറ്റിയല്ല സംസാരം. യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോ ജോർജിന്റെ കേസ് തന്നെ എടുത്താൽ വളരെ ചെറിയ പൈസക്ക് 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് അഭിനയിച്ചു തുടങ്ങി, പതിയെ ലീഡ് കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങി. ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ച് നടനായി അഭിനയിച്ച് ജനങ്ങൾക്കിടയിൽ ഒരുപാട് ശ്രദ്ധ നേടി. അതിനുശേഷം അയാൾ പറയുകയാണ് തനിക്ക് 1 കോടി രൂപ വേണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാം. അതേസമയം ഇതേ ജോർജിന് ഒരു സുപ്രഭാതത്തിൽ ഒരു വിവാദം വരുന്നു, അല്ലെങ്കിൽ ഇനി പാട്ടിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഇപ്പൊ ഡബ്സി ഒരു സമയത്ത് കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ച ഒരു പാട്ടുകാരനായിരുന്നു ഡബ്സി. ഞാൻ ഡബ്സിയും ഖത്തറിൽ ഞങ്ങൾ ഒരുമിച്ചൊരു വേദിയിൽ പങ്കെടുത്തു. അന്ന് ഖത്തറിൽ പോലും ഭയങ്കര ആൾക്കൂട്ടത്തെ എൻഗേജ് ചെയ്ത ഒരു പാട്ടുകാരനാണ് ഡബ്സി. ഡബ്സിയെ ഒരു പർട്ടിക്കുലർ കേസിൽ പിടിക്കപ്പെടുന്നു എന്ന് വെച്ചോളൂ. പുറത്ത് കേസിൽ പിടിക്കപ്പെട്ട് ഡബ്സിയെ കൊണ്ട് പോലീസ് പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കും ഒരു സ്വരം പുറത്ത് ഉയരുകയാണ്, മുസ്ലിം ആയതുകൊണ്ട് ഡബ്സിയെ ഉപദ്രവിക്കുകയാണല്ലോ, മുസ്ലിം ആയതിന്റെ പേരിൽ ഡബ്സിയെ വേദനിപ്പിക്കുകയാണല്ലോ, മുസ്ലിങ്ങളുടെക്കെതിരെ നടത്തുന്ന ഒരു നരവേട്ടയല്ലേ ഇത് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഒരു ശബ്ദം ഉയരുകയും ഇതൊരു വിഭാഗം ഏറ്റുപിടിക്കുകയും എതിർക്കാൻ വരുന്നവൻ അത് അപ്പം ഒരു ഹിന്ദു ഒരുത്തൻ ചോദിക്കുകയാണ്, എന്റെ പൊന്നു ചേട്ടാ അവനെ കേസിൽ പിടിക്കപ്പെട്ടതിന്റെ പേര് നിങ്ങൾ എന്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ എടാ വർഗീയവാദി തെണ്ടി നീ സംഖ്യ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയുടെയും മുഖത്ത് നോക്കിയിട്ട് ഇതിനെ അനുകൂലിച്ചില്ല എന്നുള്ള പേര് വേറൊരുത്തനെ എതിർക്കാൻ ഇവിടെ തുടങ്ങുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഡബ്സി നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഡബ്സി എന്ന് പറഞ്ഞാൽ ഡബ്സി ക്ഷമിക്കണം, ഞാൻ ഒരു ഉദാഹരണം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയാണ്. ഇത് കേൾക്കുന്നല്ലേ ഡബ്സിയിലെ എൻ്റെ നെഞ്ചത്ത് കയറടാ അല്ലേ. അഖില് പറയുന്നതിൽ ലോജിക്കില്ലേ. അയാൾ നോക്കുമ്പോ ഇത് കൊള്ളാലി പരിപാടി എന്നാ ഇനിയൊന്നും ആലോചിക്കാല്ലേ, ഞാൻ ആ മുസ്ലിങ്ങളെ രക്ഷകൻ എന്ന് പറഞ്ഞ് അയാൾ പുറത്തിറങ്ങി രാഷ്ട്രീയം പറയാൻ തുടങ്ങിയാൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ വേണം പാടുക, വേണം കാശ് മേടിക്കുക, എതിർക്കപ്പെടേണ്ടതാണ് നമുക്ക് പറയാൻ പറ്ററിയില്ല. വീണ്ടും അവർക്ക് എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളോ ആത്മാർത്ഥത കൂടിയത് കൊണ്ടോ പേഴ്സണൽ താല്പര്യമോ അല്ലെങ്കിൽ ചിലപ്പോൾ കിളിവേറിയുണ്ടെങ്കിൽ സംസാരിക്കുന്നതോ ആവാം. ഈ കിളിവേറി സംസാരിക്കുന്ന ആവാമെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയോ, ചിലപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് ഒരു വിഷയത്തിൽ എന്ത് എങ്ങനെ പ്രാന്തത്തരം പറയണമെന്നൊക്കെ. ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുന്ന സമയത്ത് ഞാൻ വേറെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞുള്ള ഒരു കാര്യമാണ്, വേറെ ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താ അറിയില്ല. ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആർട്ട് വർക്കുകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് എന്താ അതിൻ്റെ അർത്ഥം, എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക, യുദ്ധത്തെക്കുറിച്ചാണോ ഇത് പറയുന്നത്, മനസ്സിൻ്റെ സങ്കീർണതയെക്കുറിച്ചാണോ ഇത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകളും അതും ഇതും പഠനങ്ങളും ആളുകൾ അത് എഴുതിയിരിക്കണം എന്തൊക്കെയാണ് സംഭവത്തിൽ. അപ്പോൾ ഉണ്ട് ഇത്ര ഒരു സ്ഥലത്ത് ആർട്ടിസ്റ്റിനെ കാണാനില്ലാത്ത ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ചുമര്, അതിൻ്റെ താഴെ ഒരു കണ്ണട കിടക്കുന്നു അത്രേ, കണ്ണട വെച്ചിറക്കത്ര. അപ്പോൾ ആളുകൾക്ക് കണ്ടോ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താ അർത്ഥമാക്കുന്നത് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുക അത്ര അവിടെ. അതായത് ഇവരിതെന്തോ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ആർട്ട് വർക്കാണ്, എക്സിബിഷനാണല്ലോ ആർട്ട് വർക്ക്. അപ്പോൾ ആർട്ടിസ്റ്റ് വന്നിട്ട് ആ കണ്ണട എടുത്തിട്ട് പറഞ്ഞത് എൻ്റെ കണ്ണട ഞാൻ അവിടെ മറന്നു വെച്ചാൽ വീട് പോയതാണ്. അങ്ങനെയാവാം പറ്റിച്ചേ ഉള്ളൊരു സംഗതി അല്ലേ. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടും, അതോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ചെയ്തത്, അങ്ങനെയും സംഭവിക്കാം. ഇപ്പം നമ്മുടെ ഹനുമാൻ കൈൻഡ്
ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന റാപ്പറാണ് കേരളത്തിൽ നിന്നുള്ള. ആ രീതിയിൽ അദ്ദേഹം പോട്ടെ. പക്ഷേ ഒരു കേസ് വന്നതും ആ കേസിന് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. വളരെ മര്യാദയ്ക്കുള്ള സംസാരമായിരുന്നു അതൊക്കെ തന്നെ. പിന്നെ വന്നിരുന്നിട്ട് ഇപ്പൊ രാമനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമനെ അറിയില്ലെന്ന് പറയണ്ടക്ക. വേടൻ കഞ്ചാവ് കേസിൽ പിടിച്ച സമയത്ത് വേടൻ അത് തെറ്റുപറ്റി ചെറിയ പ്രായം മുതൽ ഉപയോഗിക്കുന്നതാണ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെയുള്ള കേസ് എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റുപറ്റി ഞാൻ അങ്ങനെ ചെയ്യൂല, നല്ല മാതൃകയാവാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞത്. എനിക്ക് വേടനോട് ഹിരൺദാസ് മുരളിയോട് നല്ല സ്നേഹം തോന്നിയിട്ടാ, കാര്യം അറിയാലേ അല്ലേ, അടിപൊളിയല്ലേ. ആരും എന്താണ് അപ്പൊ ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം. ഇപ്പൊ എന്നോട് ഒരു അഭിപ്രായം ചോദിക്കണം, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലിന്റെ അഭിപ്രായം? എന്നെ സംബന്ധിച്ച് ഇത് രണ്ട് രാജ്യങ്ങൾ മാത്രമാണ്, രണ്ട് രാജ്യത്തെ ജനത മാത്രമാണ്. അല്ലാതെ ഇപ്പുറത്ത് ജൂതരില്ല, ഇപ്പുറത്ത് മുസ്ലിം ഇല്ല. യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നാലും എന്നെ സംബന്ധിച്ച് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇനി ഇന്ത്യയെ അനുകൂലിക്കുന്ന രാജ്യം വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് എന്ത് പ്രശ്നം വന്നാലും ഒപ്പം ഉണ്ട് എന്നും ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായ ഇസ്രായേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളിപ്പറയേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജനത, അതിന് ഞാൻ ഇനി കരയാൻ തുടങ്ങാന്ന് വെച്ചോ. ഞാൻ ഗാസയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നെങ്കിൽ, സൊമാലിയയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നെങ്കിൽ, ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട്, യുക്രൈനിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട്. ഇതൊക്കെ ലോകത്തിന്റെ പല കോണിലും നടക്കുന്നുണ്ട്, പല കോണിലും. ഇപ്പൊ ഇറാനിലൊക്കെ ഈ സെലക്റ്റീവ് അട്ടറൻസ് മനസ്സുണ്ട്, സെലക്റ്റീവ് മെമ്മറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, അവർ കഷ്ടപ്പെടുന്നുണ്ടല്ലേ, ഇവർ ദുരിതം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, ഭയങ്കര വിഷമകരമായ ഒരു കാര്യമാണത്, പലരും ചൂഷണം ചെയ്തിരിക്കാം. പക്ഷെ നമ്മളൊരു യുദ്ധം നടക്കുന്ന സമയത്ത് പല രാജ്യങ്ങളിലും പല കോണുകളിലും ലോകത്തിൻ്റെ പല മുക്കിലും കോണിലൊക്കെ മൂലകളിലൊക്കെ ആളുകൾ ഇങ്ങനെ അച്ഛനില്ലാണ്ട് അമ്മയില്ലാണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികൾ പിടഞ്ഞു വീഴുന്നുണ്ട്. ഇത് അഖിലതാണോ പറയുന്നത് തോന്നണം ഇല്ലേ. നമ്മൾ പലപ്പോഴും അത് മറക്കും. കാരണം എന്താ പറയുക, നമുക്കൊരു പൊളിറ്റിക്കൽ സാധനമായിരിക്കും ഒരു പക്ഷെ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മളാണ് മറക്കും, അത് പറയൂല അല്ലേ. സെലക്റ്റീവ് മെമ്മറി. വേറെ സംബന്ധിച്ച് അവിടെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയാണ്. യെസ്, പൊളിറ്റിക്കൽ അജണ്ട ഇവിടെ ഹിരൺദാസ് മുരളിക്ക് മാത്രമല്ല കേട്ടോ. നമ്മൾ തന്നെ പലപ്പോഴും ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നമ്മുടേതായ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടേതായ സാമ്പത്തികമായ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ കുറേ ആൾക്കാർ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മ്യൂണിറ്റിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങക്ക് വേണ്ടിയിട്ട് ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരു പക്ഷെ നമ്മളങ്ങനെ പറയുന്നുണ്ടായിരിക്കാം. ഹിരൺദാസ് മുരളിയും ഒരു മനുഷ്യനാണ്. അപ്പോൾ ഹിരൺദാസ് മുരളി അഖിലും മനുഷ്യരാണ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്. അപ്പോൾ ഹിരൺദാസ് മുരളിക്കും അങ്ങനെ വ്യക്തി താല്പര്യങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അതുകൊണ്ടായിരിക്കാം ചിലത് മറക്കുന്നു. കാരണം മൂപ്പര് ഒരു പ്രത്യേക ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക രാഷ്ട്രീയം. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഗതികളായിരിക്കും മൂപ്പര് പറയുന്നുണ്ടായിരിക്കുക. മൂപ്പരിപ്പോൾ കണ്ണ് കാണാത്ത ഒരാളുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കാലില്ലാത്ത ഒരാളുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരുപാട് കാശുണ്ടായിട്ടും ഉയർന്ന ജാതിയിൽ, മറ്റുള്ളവരുടെ കണ്ണുകളിൽ ഉയർന്ന ജാതി എന്ന് പറയുന്ന ജാതിയിൽ ജനിച്ച ഒരാൾ വേറൊരു രീതിയിൽ ഇപ്പോൾ ദുരിതം അനുഭവിക്കേണ്ടി വിചാരിക്കുക, കാശില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. കുറച്ചുകൂടി സിമ്പിളായിട്ട് ഈ കാര്യത്തെ നമുക്ക് പറയാം എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. ഉയർന്ന ജാതി എന്ന് പറയുന്ന ഒരു ജാതിയാണ് മറ്റുള്ളവരുടെ കണ്ണുകൾ ബ്രാഹ്മിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിലുള്ള കറുത്ത നിറമുള്ള ഒരാൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് വിചാരിക്കാം. അയാളെല്ലാവരും കറുത്ത നിറമുള്ളവനെ, കറുത്ത നിറമുള്ളവളെ എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ് വിചാരിക്കുക, അവർ കൂടെ കൂട്ടലില്ല വിചാരിക്കാം. അപ്പോൾ അവരെ കുറിച്ചിട്ട് ഒരു 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 സംഗതി ഇപ്പോൾ ചുറ്റും, അല്ലെങ്കിൽ കറുപ്പിൻ്റെ കാര്യം വിടുക, അല്ലെങ്കിൽ നിറമല്ല വേറെന്താ ആയിക്കോട്ടെ, അപ്പോൾ അവർക്ക് കാശ് കുറവാണ് വിചാരിക്കുക. അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഹിരൺദാസ് മുരളി അറിയാൻ വിചാരിക്കുക. ഹിരൺദാസ് മുരളിയുടെ കവിതകളിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കാം അല്ലേ. കാരണം ഏത് തരത്തിലുള്ള ചൂഷണങ്ങളും നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഹിരൺദാസ് മുരളി നിലകൊള്ളുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലേ എല്ലാം. ജാതി മാത്രമല്ല അല്ലേ. സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയുള്ളതും, ജാതീയമായിട്ട് അവഹേളനങ്ങൾ നേരിടുന്നവരും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവഹേളനങ്ങൾ നേരിടുന്നവരും, ഒറ്റപ്പെടുത്തൽ അനുഭവിക്കുന്നവരും,
ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് ജെൻഡറിലുള്ള ആളുകൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് അഖിലും ഹിരൺദാസ് മുരളിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഏത് മാറ്ററാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ആളിക്കത്തി ചർച്ചയായിട്ടുള്ളത് ആ മാറ്ററുകളെല്ലാം കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. മോദിക്കെതിരെ വേണം 1000 പ്രാവശ്യം പറഞ്ഞു, പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% അനുകൂലിക്കാം. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ആണ് വേടൻ പറയുന്നതെങ്കിൽ ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ സംഘപരിവാർ വിരുദ്ധ ശക്തികളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ബോധപൂർവം രാജ്യത്തിന്റെ രാമൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇതിഹാസത്തിൽ ഇപ്പൊ ഇവിടെ ജീവിച്ചിരുന്നോ ചരിത്ര പുരുഷനോ എന്നൊന്നും ഞാൻ ഇപ്പം അതിനോടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ രാമൻ എന്ന് പറയുന്നത് രാജ്യത്തെ ജനത്തിന്റെ വലിയൊരു വികാരമാണ്. രാമക്ഷേത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു സങ്കല്പം, ഒരു ക്ഷേത്രമായിരുന്നു. ഇവിടുത്തെ മതങ്ങൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, രാമനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അനുകൂലിക്കുന്നത്? ബാബറി മസ്ജിദ് രാമക്ഷേത്രം തമ്മിൽ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണ്, എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വളരെ വർഗീയമായിട്ടുള്ള. ശരിക്കും ഈ വേടനെ വിമർശിച്ചത് ഞാൻ ഇവിടെ വരട്ടെ, രാമനെ അറിയാത്ത വേടൻ അല്ലെങ്കിൽ രാമൻ്റെ വേടൻ മറ്റുള്ളവർ വേടൻ്റെ രാമൻ, ഹിരൺദാസ് മുരളിയുടെ രാമൻ വേറൊരു ടൈപ്പ് രാമനാണ്. അതായത് രാമനെ അറിയാത്ത ഹിരൺദാസ് മുരളി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഗതി എനിക്ക് തോന്നുന്നത് ഇതാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം, ഹിരൺദാസ് മുരളിക്ക് രാമനെ അറിയില്ല, പക്ഷേ രാവണനെ അറിയാമെന്ന് പറയില്ല. അത് ഹിരൺദാസ് മുരളി രാഷ്ട്രീയമായിരിക്കും, അല്ലെങ്കിൽ രാമൻ എന്നുള്ള ഒരു ആശയത്തെ നമ്മൾ പറഞ്ഞല്ലോ, രാമൻ എന്നുള്ള ഒരാളുമായിട്ട് ദൈവമായിട്ട് അങ്ങനെ തന്നെ എടുക്കണമെന്നൊന്നുമില്ലല്ലോ. രാമൻ എന്നുള്ളത് ഒരു സിമ്പലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു മെറ്റഫറായിട്ട് എടുക്കാം അല്ലേ. അവർ ഏത് ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ സ്വഭാവ സവിശേഷതയാണെന്നുള്ളത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ രാമൻ, അങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ അതിനറിയില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മൂപ്പർക്ക് രാമനോട് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അറിയില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ മൂപ്പര് ഒരു രാഷ്ട്രീയത്തിന് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ടായിരിക്കും, പലതും ആയിരിക്കാം അല്ലേ. എന്തായാലും വേണം ഇതിന് പല രീതിയിൽ നമുക്ക് എടുക്കാം. അതായത് രാമനെ അറിയാനുള്ള ഒരു ശ്രമം ഹിരൺദാസ് മുരളി നടത്തിയിട്ടില്ല എന്ന് വേണം എടുക്കാം. അല്ലെങ്കിൽ രാമനെ നമ്മൾ പറയില്ലേ, എത്ര പഠിച്ചാലും എനിക്കത് മനസ്സിലായിട്ടില്ല, ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സംഗീതം അനന്തമായ സാഗരമാണ്, നമ്മൾ അതിൽ ഇറങ്ങി ചെല്ലുന്തോറും ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറയില്ല. അതേപോലെ ഒരാളാണെങ്കിലോ ഒരു സാഗരമാണ് രാമനെങ്കിലോ, അങ്ങനെ എടുത്തോടെ. അപ്പോൾ ഹിരൺദാസ് മുരളി ശിശുവാണ് രാമനെ അറിയുന്നതിൽ, ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അല്ലേ, അങ്ങനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ പല രീതിയിൽ എടുക്കാം അല്ലേ. പിന്നെ വേറൊരു കാര്യം, ഹിരൺദാസ് മുരളിക്ക് രാമനെ അറിയില്ല എന്നതുകൊണ്ട് രാമൻ്റെ ഇമേജിന് എന്തെങ്കിലും ബാധിക്കുമെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ചിലപ്പോൾ ബാധിക്കില്ലായിരിക്കും. അതേപോലെ ഹിരൺദാസ് മുരളിക്ക് രാമനെ അറിയുമെന്നതുകൊണ്ട് രാമൻ്റെ ഒരു ഇമേജ് ഖ്യാതി കൂടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ഒരാൾക്ക് ഒരാളെ അറിയില്ല അല്ലെങ്കിൽ അറിയുമെന്നതുകൊണ്ട് അയാൾക്കിപ്പോൾ എന്ത് സംഭവിക്കുക? ഇപ്പോൾ വെളിച്ചപ്പാടിന് എല്ലാവരെയും അറിയണം എന്നില്ല, വെളിച്ചപ്പാടിന് എല്ലാവരും ആ ഒരു സാധനത്തേക്ക് വരുമോ, ആ ഒരു ബഹുമതിക്ക് വരുമോ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ എന്തൊക്കെ പറയുന്നത്. സാധനത്തിലേ ഉള്ളൂ, രാമനെ അറിയൂല ഹിരൺദാസ് മുരളിക്ക് എന്നാണ് പറയുന്നത്. അറിയണ്ട, അറിഞ്ഞാലും അറിഞ്ഞില്ല, നമുക്കെന്ത് തേങ്ങ വെച്ചാൽ. ഈ അറിയാന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥമില്ല. അറിയാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരാളെ അറിയുന്നില്ല അങ്ങനെയൊക്കാം, പരിചയമില്ല, കേട്ടിട്ടേ ഇല്ല, ആ ഒരു രീതിയിൽ എടുക്കാം അല്ലേ. അറിയാന്നുള്ള മനസ്സിലാക്കുക എന്നുകൂടി കേൾക്കാമല്ലോ. അപ്പോൾ രാമൻ ഏതൊക്കെ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്, ഏതൊക്കെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് ഇനിയും ഹിരൺദാസ് മുരളിക്ക് മനസ്സിലായില്ല എന്നാണെങ്കിലോ, അത് ഹിരൺദാസ് മുരളിയുടെ കഴിവുകേടാണെങ്കിലോ. ഇപ്പോൾ DNA ഇല്ല എന്ന് പറഞ്ഞില്ലേ, പഠിക്കാനുള്ള കഴിവ് DNA ഇല്ല എന്ന് പറഞ്ഞ പോലെ രാമനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഹിരൺദാസ് മുരളിയുടെ DNA ഇല്ലെങ്കിലോ. ഇതിനെ വേറെ ഒരു രീതിയിലും എടുക്കണ്ട, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വാർത്തെടുത്താൽ ന്യൂട്രലായിട്ട് എടുക്കുക. മൂപ്പര് അതേ ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ സംഗതിയെ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിലോ അപ്പോൾ നമുക്ക് ഒരാളെ ജീവിതകാലം മുഴുവൻ കൂടെ നടന്നാലും അല്ലെങ്കിൽ അയാളെക്കുറിച്ച് ചിന്തിച്ചാലും കൂടെ നടന്നാലും മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ എത്രത്തോളം സ്നേഹമായിരുന്നു എന്നൊന്നും ചിലപ്പോൾ നമ്മൾ എത്ര സിനിമകൾ കാണുന്നത് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ ഏതോ സിനിമയിൽ പറയുന്നുണ്ടല്ലോ,
മറ്റേ വീണ്ടും ചില വീട്ടുവിശേഷങ്ങൾ വീട്ടുകാര്യങ്ങൾ എന്തോ ജയറാമിൻ്റെ അച്ഛനായിട്ട് തിലകനായിട്ട് ഇവർ നാടകമൊക്കെ കളിച്ച് നടന്നിട്ട് അവസാനം പിന്നെ ഉത്തരവാദിത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സംഭവം സംയുക്ത വർമ്മ ഇവൻ്റെ ഭാര്യയായിട്ട് എന്നിട്ട് ഇവൻ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുമ്പോൾ പറയില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ അറിയില്ല എന്ന്. അപ്പോൾ എൻ്റെ അച്ഛനെ പിന്നെ അനക്കാണ് അറിയുക എന്ന് ഞാൻ ചോദിക്കണില്ലേ. അപ്പോൾ അവസാനം ആ അച്ഛനെ മനസ്സിലാക്കണ ആര്? ജയറാം. പിന്നീട് മനസ്സിലാവുന്നുണ്ടെങ്കിലോ ഹിരൺദാസ് മുരളിക്ക് രാമനെ ഇപ്പം മനസ്സിലാവാത്തതാണെങ്കിലോ നമുക്ക് ഒരാളെ അറിയാൻ പറ്റാത്തതോ മനസ്സിലാക്കാൻ പറ്റാത്തതോ ഒരുപക്ഷെ നമ്മുടെ കുറേ അസംഷൻസ് വെച്ചുകൊണ്ടോ നമ്മുടെ കുറേ മുൻവിധികൾ വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലേ. ഈ സുഹൃത്തുക്കൾ തമ്മിൽ കച്ചറണ്ടാവുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഇടപെട്ടത് കൊണ്ടോ കുറ്റം പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ചില മിഥ്യാധാരണകൾ വെച്ചുകൊണ്ടോ ചില ബാഡ് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലുള്ളതുകൊണ്ട് ആ ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടിട്ട് ഇയാളുടെ കുറേ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും അയാളെ നമുക്ക് ഇഷ്ടമല്ലാണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷെ പിന്നീട് ഇതൊക്കെ മാറി വരാൻ സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. ഒന്നും പെർമനൻ്റ് അല്ല. ഇഷ്ടവും ഇഷ്ടക്കേടും അറിയാൻ പറ്റുന്നതും പറ്റാത്ത അവസ്ഥയൊക്കെ അല്ലേ. മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പോൾ എന്താണ് ഹിരൺദാസ് മുരളി വേടൻ എന്ന് സ്വയം വിളിക്കുന്ന ഹിരൺദാസ് മുരളിക്ക് രാമനെ അറിയില്ല എന്നത് ഇത് മാറിയും വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് രാഷ്ട്രീയം, അതായത് ഇത് ചില സമയത്ത് നമ്മളല്ലേ ഒരു ആത്മീയമായ ലോകത്ത് ജീവിച്ച ആളുകൾ പിന്നീട് നേരെ വേറൊരു മേഖലയ്ക്ക് വരുന്നതും അല്ലെങ്കിൽ പക്ക ബിസിനസ് ആ രീതിയിൽ ജീവിച്ച ആളുകൾ പിന്നീട് ആത്മീയമായ മേഖലയിലേക്ക് വരുന്നതും ചിലരിത് കുറച്ച് ആത്മീയതയും കുറച്ച് ബിസിനസ്സും അല്ലെങ്കിൽ കുറച്ച് വേറെ കുറേ സംഗതികളും ഒക്കെ ചേർന്നിട്ട് ജീവിക്കുന്ന ടീംസൊക്കെ. ഇടതുപക്ഷത്തിനോടുള്ള വിയോജിപ്പും കൂടിയാണ് അത് തുറന്നു കാണിച്ചത്. ഇടതുപക്ഷം വിരുദ്ധനാണ് ഞാൻ, പക്ഷെ എന്ന് കരുതി ഇടതുപക്ഷം ചെയ്യുന്ന ശരികൾക്കെതിരെ പറയുന്ന ഒരാളാണ്. ശരിക്കും വരാൻ്റെ രാഷ്ട്രീയം എന്താ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. എനിക്ക് തോന്നിയുള്ളത് അഖിൽമാരാർ ഒരു സ്വതന്ത്രമായ രീതിയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നാണ്. എന്നാൽ എൻ്റെ വിശ്വാസം ഉണ്ടോ, ഞാൻ അഖിൽമാരാറിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നല്ല അതിനർത്ഥം. എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ ഭയങ്കര ഇഷ്ടമാണ്. സ്വതന്ത്രമായി ചിന്തിക്കാമെന്ന് വലിയ സംഭവമാണത്, എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ലത്. കാരണം ചില ആളുകളില്ലേ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമുക്ക് തന്നെ പലപ്പോഴും നമ്മുടെ ബാഡ് എക്സ്പീരിയൻസുകൾ വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളെ ആ ഇമോഷൻ വെച്ചിട്ട് നമ്മൾ ആ പെയിൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും ചിലതിനോട് ഇഷ്ടം തോന്നുന്നതും ചിലതിനോട് ഇഷ്ടം തോന്നാണ്ടിരിക്കുകയൊക്കെ ചെയ്യാം അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് പുഴുവില്ലേ, കമ്പിളിപ്പുഴു, ചുവപ്പ് കറുപ്പ് നിറത്തിലുള്ള രോമങ്ങളൊക്കെ ഉള്ള കമ്പിളിപ്പുഴു. ഈ കമ്പിളിപ്പുഴു ഒരു കുട്ടിയുടെ ശരീരത്തിലൂടെ ചെറുപ്പത്തിലും, അതായത് ഷർട്ട് അങ്ങോട്ട് എടുത്ത് അയയിൽ തൂക്കിയിട്ട് ഷർട്ട് ഇങ്ങോട്ട് ഇട്ടു, എന്നിട്ട് കുറച്ച് ഓടിക്കളിക്കുകയൊക്കെ ചെയ്തിട്ട് വന്നപ്പോൾ വേർക്കുകയൊക്കെ ചെയ്ത്, എന്നിട്ട് ഇവിടെ വന്നപ്പോൾ എന്തോ ചൊറിയണം ഇവിടെ, എന്നിട്ട് ഒരു പോക്കറ്റിൻ്റെ ഇവിടെ നോക്കും, അതിൻ്റെ ഉള്ളിൽ കമ്പിളിപ്പുഴു. അപ്പോൾ ഈ കുട്ടിക്ക് ഈ ബട്ടൺസ് പൊട്ടിക്കാനൊന്നും പറ്റില്ല, ഷർട്ട് പെട്ടെന്ന് പോരാൻ പറ്റില്ല, ഇങ്ങനെ കൈകാലിട്ടടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിലവിളിക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അത് ഊരി കൊടുത്തു അമ്മ. നോക്കുമ്പോൾ അതിൻ്റെ ഒരു അലർജിയോ അവിടെ എന്തോ സംഗതി അവിടെ പോക്കിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായി. കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. രാത്രി സമയത്ത് കുട്ടി ദുസ്വപ്നം കാണും. കുട്ടിക്ക് പുഴു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ പെടയുന്നതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ കുട്ടി പിന്നീട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴുക്കളെ കാണുമ്പോഴൊക്കെ അടുപ്പിലിട്ടിട്ട് ആ പുഴുവിനെ കൊല്ലുകയാണ്. അതായത് അടുപ്പിൻ്റെ കനലില്ലേ, ഇതിലേക്ക് ഈ കമ്പിളിപ്പുഴുവിനെ കോലുകൊണ്ട് ഇട്ടിട്ട് കരിച്ച് കളയാണ്. അങ്ങനൊരു കുട്ടി ആലോചിച്ചൊക്കെ. ആ കുട്ടിക്ക് പുഴുവിനെ പേടിയാണ്. ഈ പേടിയിൽ നിന്നാണ് പിന്നീട് ഇത് ദേഷ്യമൊക്കെ ആയിട്ട് മാറുന്നത്, വെറുപ്പൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കണത് ആ കമ്പിളിപ്പുഴു ആ കുട്ടിയുടെ പോക്കറ്റിൽ അവിടെ കിടന്നത് കൊണ്ട് മനഃപൂർവ്വം കമ്പിളിപ്പുഴു വന്ന് കിടന്നായിരിക്കും, അറിയില്ല. ചിലപ്പോൾ അവിടെ കണ്ടപ്പോൾ അയൽ ഡ്രസ്സ് കണ്ടപ്പോൾ ഇട്ടായിരിക്കും. അപ്പോൾ ആ കുട്ടി ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരിക്കുന്നിരിക്കുമല്ലോ ഒരു പക്ഷേ. ഇതിപ്പോൾ തെറ്റോ ശരിയോ ഒന്നുമില്ല, അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് കമ്പിളിപ്പുഴു അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അല്ലേ. അറപ്പും വെറുപ്പും ദേഷ്യമൊക്കെ വിഷമത്തിൽ നിന്ന്, അല്ലെങ്കിൽ വിഷമമല്ല പേടിയിൽ നിന്ന്. അപ്പോൾ എന്തിനോട് നമുക്കൊരു അഫിനിറ്റി, ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു വിമുഖത, ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കാം. താല്പര്യമില്ലായ്മ തോന്നാൻ ഇങ്ങനെ പല കാരണങ്ങളുണ്ടായിരിക്കാം. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നോ നമ്മളെ ആരെങ്കിലും വേറെ എന്തെങ്കിലും ആശയപരമായിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലേ. പിന്നെ ഈ ജാതി മതമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഫേവർ ചെയ്ത് സംസാരിക്കുക, ദൈവത്തെ എതിർത്ത് സംസാരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേമസ് ആവാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ കയ്യിലുള്ളൊരു സാധനം വിൽക്കപ്പെടുന്ന അറിയണ കുറേ ടീംസ് ഉണ്ട്. ഞാൻ പൊതുവിൽ പറയുകയാണേ. അപ്പം അങ്ങനെ ആണെങ്കിലോ
അതാണ് എന്റെ രാഷ്ട്രീയം, അത്തരത്തിലൊരു ചിന്തയുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അടുത്ത സമയത്ത് ഒരു രാജ്യദ്രോഹ കേസിൽ പോലും പെട്ട ആളാണ്. അപ്പൊ എന്നെ അതിനു മുമ്പ് പലരും സംഗീന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും. അത് ഓരോരുത്തർക്കും ഓരോ സമയത്തും അവരുടെ രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിന്നാൽ ഞാൻ അവരുടെ ഭാഗം. അതായത് മാരാറിന് ശരിയെന്ന് തോന്നുന്നതാണോ മാരാൻ രാഷ്ട്രീയം, അതോ മാരാർക്ക് ഇഷ്ടമുള്ളവർക്ക് തോന്നുന്നത് എന്താണോ അതാണോ മാരാൻ രാഷ്ട്രീയം? എങ്ങനെ തോന്നുന്നു? ഞാൻ കണ്ടെത്തുന്ന എന്റെ കുറെ ശരികളുണ്ട്. അതായത് ഇപ്പം ദളിതരെ നമ്മൾ ഇവിടുന്ന് രക്ഷിക്കണം. ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ജാതീയ കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കണം. അതിന് മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ ആരെങ്കിലും ഒരുത്തൻ മുന്നോട്ട് വെച്ചതായിട്ട് നിങ്ങൾക്കറിയാമോ? ഇതൊരു ചോദ്യമാണല്ലേ ഗൈസ്, ഇതൊരു ചോദ്യമല്ലേ? ജാതി വേണ്ട, ജാതീയത ഇല്ലാണ്ടാക്കണം എന്നൊക്കെ പറയണ ആളുകൾ എന്തെങ്കിലും ഒരു പ്രാക്ടിക്കലായി സൊല്യൂഷനായിട്ട് വന്നിട്ടുണ്ട്? അവർ ഇത് വേണ്ട, ഇത് പാടില്ല എന്ന് പറയുമ്പോഴും അവർക്ക് ജാതീയമായിട്ട് ആളുകൾ തമ്മിൽ തല്ലണം എന്നാണ് ആളുകൾക്ക് ആഗ്രഹം തോന്നുന്നു. എന്നാലാണ് അവരുടെ കുറേ പരിപാടികൾ ഇവിടെ നടക്കുള്ളൂ സമൂഹത്തിൽ. ഡിവൈഡ് ആൻഡ് റൂൾ, അതന്നെ ഡിവൈഡ് ആൻഡ് റൂൾ. ഇവിടെ ആളുകൾ തമ്മിൽ തല്ലണ കാണണം ഇവർക്ക്, എന്നാലാണ് ഇവരുടെ പരിപാടികൾ ചെയ്യുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, ഇവിടെ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. ആ റിലേറ്റീവ് ഫാമിലിയിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവരവിടെ ഒരു കൊനിഷ്ഠനായിട്ട് കച്ചറ ഉണ്ടാക്കും. എന്നെന്താ അറിയോ, ഈ കച്ചറ ഉണ്ടാക്കുമ്പോഴാണ് രണ്ട് ടീമായിട്ട് തിരിയുമ്പോഴാണ് അവർക്ക് അവിടെ ഒരു വില ഉണ്ടാവുള്ളൂ. കാരണം അവരെ പരിഗണിക്കുള്ളൂ ആൾക്കാർ. ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരെ ആൾക്കാർ പരിഗണിക്കൂല എന്നൊരു തോന്നലാണ്. അപ്പോൾ അവർ കച്ചറ ഉണ്ടാക്കും അല്ലേ? പറഞ്ഞത് ഇങ്ങനെ സമൂഹത്തിൽ കാണാം ഉള്ള ടീംസിനെ. ഇവിടെ പുരോഗമനം പറഞ്ഞ്, ജാതിയുടെ പേരും പറഞ്ഞ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ പേരും പറഞ്ഞ്, അടിച്ചമർത്തപ്പെട്ടവന്റെ പേരും പറഞ്ഞ് മുതലാക്കുന്നതല്ലാതെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് 68 വർഷമായില്ലേ നമ്മൾ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം. ഈ ഇതുവരെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിർദ്ദേശം ഇവിടെ ആരെങ്കിലും പറഞ്ഞു? എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരു നായരും ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന കുട്ടിക്ക് ഏത് ജാതി പറയും? ആ കുട്ടിയെ ആരോട് ഏത് ജാതി പറയും? മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ജാതിയിലുള്ള മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരം മിശ്ര വിവാഹങ്ങൾ, ഇത് അഖിൽമാരാറിന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഗൈസ്, നമ്മളത് ഇങ്ങനെ കേൾക്കണമെന്ന് മാത്രം. സർക്കാർ സംവരണം കൊടുക്കണം, ഗ്രാന്റ് കൊടുക്കണം. അതായത് ഏതെങ്കിലും ഇപ്പൊ അങ്ങനെ വരുമ്പം ഒരു കെവിനും നീതും ഉണ്ടാവില്ല. ആ ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സർക്കാർ പറയണം ഞങ്ങൾ ആ കല്യാണം നടത്തി തരും. അതിനായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ, എനിക്കറിയാം നിങ്ങൾ ഇത്തരത്തിൽ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ സർക്കാർ തരാൻ തയ്യാറാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ അഖിലിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അഖിലിൻ്റെ അനുഭവങ്ങളിൽ നിന്നും വായനയിൽ നിന്നും അഖിലിൻ്റെ ഒബ്സർവേഷനിൽ നിന്നും അഖിലിൻ്റെ ഒരു ആദർശങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് അഖിലിൻ്റെ ഒരു ലോജിക്ക്, അഖിലിൻ്റെ ഒരു താല്പര്യം സംഗതിയാണ്. നമ്മൾ അഖിലിൻ്റെ ഒരു അഭിപ്രായമായിട്ട് അതിനെടുക്കാം. എന്ന് കരുതി നിർബന്ധിച്ചിട്ട് ആൾക്കാരെ കല്യാണം കഴിപ്പിച്ചു വിടാൻ പറ്റില്ല. ആളുകൾക്ക് ഇഷ്ടം ചിലർ പറയും സ്നേഹം ഉണ്ടെങ്കിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിലർ തോന്നുന്നുണ്ടാവും. ചില ആളുകൾക്ക് സ്നേഹം മാത്രമല്ല വേറെ രീതിയിലെ കോമ്പാറ്റബിലിറ്റി നോക്കുന്നുണ്ടാവും. ചിലർ സാമ്പത്തികമായിട്ട് ഈക്വലാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ചില ആളുകൾക്ക് അങ്ങനെയുള്ള ഈക്വലായ ടീംസിനെ അല്ല വേണ്ടി വരിക. അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഫുള്ള് കേൾക്കണം അങ്ങനെ വിചാരിക്കുന്ന ടീംസ് ആയിരിക്കും. അതാണായാലും പെണ്ണായാലും ആരായാലും അല്ലേ, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ജാതി മാത്രം നോക്കിയിട്ട് ഇത് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് കല്യാണം തന്നെ ആളുകൾക്ക് കൈക്കാട്ടാതെ വിചാരിച്ചിട്ട് കുറേ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. സമൂഹം മാറിയോണ്ടേ ഇരിക്കണം. അതിൻ്റെ ഇടയിലാണ് ഇത് ഈ രീതിയിൽ കല്യാണം കഴിക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കണം എന്നല്ലേ. പ്രാക്ടിക്കലാണോ അറിയില്ല, പക്ഷെ അതൊരു നല്ലൊരു ഐഡിയ ആണ് തോന്നുന്നു അല്ലേ. പക്ഷെ ഇത് വീണ്ടും ഇത് ജാതി ഇൻസ്റ്റിൽ ചെയ്യുന്ന രീതിയിലാവൂല, ഇത് ആയിരിക്കുമോ? കേരള സമൂഹത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ 8 വർഷത്തിലുള്ള രീതിയിലേക്കുള്ള എന്ന് പറയുമ്പോൾ ഈ വർഷക്കാലം അത്രയും തുടർഭരണം ഉണ്ടായിരുന്ന ഇടത് പക്ഷമല്ല. അപ്പൊ ഞാൻ 5 വർഷത്തിൽ ഭരണം മാറിപ്പോയി. 5 വർഷത്തിൽ ഭരണം മാറാതെ പോയത് കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രമാണ് അല്ലെ, കഴിഞ്ഞ കാലഘട്ടം മാത്രമാണ്. അപ്പൊ ഇതിനു മുമ്പ് മാറി എപ്പോഴെങ്കിലും മറ്റു പാർട്ടികൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് ഏകീയമായിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഒരു പാർട്ടിയെ മാത്രം വിമർശിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഭരണമാറ്റങ്ങൾ അതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഞങ്ങളാണ് ദളിതരുടെ രക്ഷകർ, ഞങ്ങളാണ് ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവന്റെ രക്ഷകർ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വോട്ട് പിടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ കാലങ്ങളായിട്ട് അവർ അഴിമതിക്കാരാണ്. അവർക്ക് ഇടയിൽ അവർക്ക് കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ സമൂഹത്തിലെ അപ്പർ കാറ്റഗറിപ്പെടുന്ന ആൾക്കാരാണ്. ആരെ അനുകൂലിക്കുന്നു, ആർക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുന്നു, ആർക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്തു, അതാണല്ലോ ചോദ്യം. ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യം വെല്ലുവിളിയാണ്. ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കണം. 1 വർഷം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ മേൽജാതി കീഴ്ജാതി അല്ലെങ്കിൽ ദളിതൻ മറ്റവരെന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ വേർതിരിവ്. ഈ വേർതിരിവ് സർക്കാർ സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ടും മാറ്റം കൊണ്ടുവരുന്ന രാഷ്ട്രീയ പാർട്ടി സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ടും സംവരണം നിയമസഭയിൽ കൊടുക്കുന്നുണ്ട്. സംവരണ സീറ്റിലല്ലാതെ
സംവരണ സീറ്റിലല്ലാതെ ഒരു ദളിതനെ ഒരു ജനറൽ സീറ്റിൽ നിർത്താനുള്ള ധൈര്യം ഇന്നാട്ടില് ഇടതുപക്ഷത്തിനുണ്ടോ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനറൽ സീറ്റിൽ ദളിതനെ നിർത്തി മത്സരിപ്പിച്ചിട്ട് ഞങ്ങൾ ജയിപ്പിക്കും, ഇന്നാട്ടിലെ മനുഷ്യർക്ക് ജാതിയില്ല എന്ന് തെളിയിച്ച് വേടനെ മത്സരിപ്പിച്ചു. അപ്പുറത്ത് വേണമെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ല, സ്വതന്ത്രമായിട്ട് മത്സരിക്കാം. നമുക്ക് ജാതി ഇല്ലാതാക്കാൻ അങ്ങനല്ലേ പറ്റും. ജാതി ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? താഴ്ന്ന ജാതിയാണെന്ന് തോന്നുന്ന ഒരുവന് തനിക്ക് ജാതി ഇല്ല എന്ന് തോന്നണമെങ്കിൽ അവൻ ജനറൽ കാറ്റഗറിയിൽ തന്നെ പോയി നിൽക്കണം. അവിടെ ജയിക്കുമ്പോഴേ അവന് അഭിമാനം ഉണ്ടാകത്തുള്ളൂ. അവനെ സമൂഹം സ്വീകരിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി നമുക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോട് പറയാം, കേരളത്തിൽ മനുഷ്യർക്ക് ജാതിയില്ല. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇതിലെ റിസർവേഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, ജാതിയുടെ രീതിയിലുള്ള റിസർവേഷൻ വേണ്ട എന്ന് പറഞ്ഞ് ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷന് അപ്ലൈ ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് റിസർവേഷൻ ഇല്ലാണ്ട് ജനറൽ കാറ്റഗറിയിൽ മത്സരിച്ച് വിജയിക്കുമ്പോഴാണ് എന്ന് കരുതിയിട്ട് ഈ ഒരു റിസർവേഷൻ വഴി അഡ്മിഷൻ നേടുന്നവർ മോശക്കാരാണെന്നൊന്നല്ല കേട്ടോ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ്, നമ്മുടെ ചോയ്സാണത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ജനറൽ ആയിട്ട് ഒരാളെ നിർത്തുന്നുണ്ടോ രാഷ്ട്രീയക്കാർ, അത് രാഷ്ട്രീയം വേറൊരു ലോകമാണ് അല്ലേ. അപ്പോൾ ഇവിടെ അറിയില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്സ് ആണ് എന്നൊക്കെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചെടുക്കുകയാണെങ്കിൽ വേറെ രീതിയിൽ. ഇപ്പോൾ എന്തായാലും ഇവിടെ അറിയില്ല. അങ്ങനെ ഹിരൺദാസ് മുരളി പൊളിറ്റിക്സിലൊക്കെ അങ്ങനെ ഇറങ്ങും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസർവേഷൻ സീറ്റിലല്ലാണ്ട് ഒരാളെ ജനറൽ കാറ്റഗറിയിൽ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജാതീയതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ എന്താ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ താഴെയുള്ള കുറച്ച് കമൻറ്റുകൾ നോക്കട്ടെ. ഈ മാരാറിനോട് ഇഷ്ടമുണ്ടായിരുന്നു, ഇത് അവൻ തന്നെ കളഞ്ഞു കുളിച്ചു, വേടനാണ് ശരിയെന്ന്. ശരിയും തെറ്റൊക്കെ തീരുമാനിക്കണം. വേടൻ ഇയാളെയാണല്ലോ ബിഗ് ബോസിൽ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്, വളരെ കുറ്റബോധമുണ്ട്. എൻ്റെ സുഹൃത്ത്, ഞാൻ ഒരു കാര്യം പറയട്ടെ, പകലായിക്കോട്ടെ ഹിരൺദാസ് മുരളി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അവർ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ പെരുമാറണം, ചിന്തിക്കണം എന്നൊക്കെ ഉണ്ടോ, പ്രതികരിക്കണം എന്നുണ്ടോ? അവർ വ്യക്തികളല്ലേ, സ്വതന്ത്രരായ വ്യക്തികളാണ് അല്ലേ. അവർക്ക് അവരുടേതായ രീതി ചിന്തിക്കാനും എക്സ്പ്രസ് ചെയ്യാനായിട്ട് കാര്യങ്ങളോട് ഇടപെടാനുള്ള ഇതുണ്ടല്ലോ. അത് ശരി, നമ്മളൊരാൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് എല്ലാ കാലത്തും അവർ നമ്മുടെ കീഴിലാവണമെന്നുണ്ടോ? ഇതെന്തത്? അപ്പം നമ്മളാര്? നമ്മളാണ് ഇവിടുത്തെ ജന്മികൾ, നമ്മളാണ് ഇവിടുത്തെ തമ്പരാക്കന്മാർ. തമ്പരാക്കെന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ടല്ലേ. നമ്മളാണ് ഇവിടുത്തെ സോ കോൾഡ് ഹൈ ക്ലാസ് ടീംസ്, എലീറ്റ് ടീം. നമ്മളാണ് നമ്മുടെ കീഴിൽ അവർ നിൽക്കണം, നമ്മൾ വിചാരിക്കണ പോലെ അവർ പെരുമാറണം എന്നൊക്കെ. അതന്നെ ഒരു തരം അടിമത്താണ് അതല്ലേ. അവർ നമ്മുടെ അടിമകളാവണം. ഏത് അഖിൽമാരാറും ഹിരൺദാസ് മുരളിയും അങ്ങനെയൊന്നുമല്ല. അവർക്ക് സ്വതന്ത്രമായ വ്യക്തികൾ. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും. റോഹിൻ കൊള്ളാമെന്ന് വേറൊരാൾ. പൊളി ഇൻ്റർവ്യൂ. വേടൻ പാട്ട് പാടും രാഷ്ട്രീയം പറയും, അത് തടയാൻ ആർക്ക് കഴിയും? അത് അവൻ്റെ സ്വാതന്ത്ര്യം. തടയേ. നല്ല ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അടിപൊളി എന്ന് പറയുന്നത്. അഖിലേ, ദളിതർക്ക് രാമനെ അറിയില്ല എന്ന് പറഞ്ഞത് തെറ്റില്ല. ദളിതർക്ക് രാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഹിരൺദാസ് മുരളി? അറിയില്ല, പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോഴൊക്കെയുണ്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുണ്ട് എടുത്തു മൂപ്പര്. അല്ല, അത് തെറ്റൊന്നല്ല, ഓരോരുത്തർക്ക് തോന്നാൻ രീതിയല്ലേ. അഖില്, ദളിതർക്ക് രാമനെ അറിയില്ല എന്ന് പറഞ്ഞതിൽ തെറ്റില്ല, നീ ദളിതരെക്കുറിച്ച് പഠിച്ചു നോക്ക്, അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. കണ്ടോ ഇവിടെ എത്ര. അപ്പോൾ അതായത് അഖില് ദളിതരെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നാണോ? അതെങ്ങനെ മനസ്സിലായി? അഖില് ദളിതരെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ താഴെ സവർണൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നതുകൊണ്ടാണ് അഖിലിന് ഇങ്ങനെ തോന്നുന്നത്. കണ്ട, അപ്പോഴേക്കും അവനെ സവർണനാക്കി. വേടനെ വളർത്തിയില്ലെങ്കിലും തളർത്തരുത്. ഇവിടെ ആരെയും തളർത്തരുത് എന്നാണ്. തളർന്നാലും തളർന്നു വീഴരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ദളിതർക്ക് കരുത്തായി അവരുടെ ശബ്ദമായി വേടൻ വളരട്ടെ. ദളിതർക്ക് കരുത്തായി അവരുടെ ശബ്ദമായി വേടൻ വളരട്ടെ. ഞങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുന്നു. എടോ അഖിലേ, നീ നിൻ്റെ DNA ടെസ്റ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ അറിയാം നീ ആരാണെന്ന്. ധൈര്യമുണ്ടോ നിനക്കെന്ന്? അയ്യോ, ദളിതർക്ക് രാമനെ അറിയില്ല എന്ന് നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു? നീ വേടനെ മാത്രമേ ദളിതനായി കാണുള്ളൂ എന്ന്. കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം വന്നു. ഉണ്ടെങ്കിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിൻ്റെ വീട്ടിലെ കാര്യം അങ്ങനെയാവും, എല്ലാവരെയും അങ്ങനെ കാണല്ലേ എന്ന്. നന്ദന ന്യൂസിന് റിപ്ലൈ കൊടുത്തവർക്ക് സീരാജ്. പഠിക്കാനൊന്നും സമയമില്ല പറ എന്ന്. ഞാൻ വേറൊരു കമൻറ്റ്, എൻ്റെ ഒരു വീഡിയോന് താഴെ വന്നൊരു കമൻറ്റാണ്. അതായത് ദളിതരുടെ വക്താവായിട്ട് ഹിരൺദാസ് മുരളിയെ വേടനെ ഞങ്ങൾ ആരും നിയമിച്ചിട്ടില്ല എന്ന്. കണ്ടോ, ആ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ തന്നെ ഓനെ പുറത്താക്കുകയാണ്. അങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ.
ചില ആൾക്കാർ ഞങ്ങളുടെ നേതാവാണ് വേടൻ ഹിരൺദാസ് മുരളി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആങ്കർ ലെറ്റിങ് ടോക്ക് കംപ്ലീറ്റ്ലി. എനിക്ക് ഈ അഭിപ്രായം കേട്ടോ. ആങ്കർ മറ്റേ സംസാരിക്കാൻ അനുവദിക്കണം. അതിപ്പോൾ ആരായാലും ഹിരൺദാസ് മുരളിയും ശരി അഖിലായും ശരി ഇപ്പോൾ ആരായാലും സംസാരിക്കാൻ അനുവദിക്കണ്ടേ? വെരി ഡിസ്റ്റർബിങ്. അഖിലിനെ പറയാൻ സമ്മതിക്കുന്നില്ല. റിയലി റൂട്ട് ഫ്രം ഇൻ്റർവ്യൂവർ, വെരി ഷാർപ്പ് ഇൻ്റർവ്യൂ എന്നൊക്കെ. ഇൻ്റർവ്യൂവർ ഷുഡ് മേക്ക് ഷുവർ നോട്ട് ടു ഇൻ്ററപ്റ്റ് ദ ഇൻ്റർവ്യൂ. റിയലി അനോയിങ്. വേടൻ അഖിൽ അഖിൽ നീയൊക്കെ വിമർശിക്കുന്നതോറും അവൻ വലുതായിക്കൊണ്ടിരിക്കുന്നു, നിനക്ക് വേറെ പണിയില്ലേ? ഈ ഒരു കമൻറ്റ് നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. ലോജിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. വേടൻ 3 ലവ് ചിഹ്നം. വേടൻ നമുക്ക് ഇഷ്ടമാണ്, ഹിരൺദാസ് മുരളി ഇഷ്ടമാണ്, അഖിലിനെ ഇഷ്ടമാണ് കേട്ടോ. അഖിൽ നീയൊക്കെ വിമർശിക്കുന്നതോറും അവൻ വലുതായിക്കൊണ്ടിരിക്കും. അതായത് അഖിൽ വിമർശിക്കുമ്പോൾ അവനെ തളർത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവിടെ എടുക്കുന്നത്. അത് അഖിലിൻ്റെ വളർച്ചയിൽ അസൂയ മൂത്തിട്ട് അഖിൽ മറ്റവനെ ഹിരൺദാസ് മുരളി ഒന്ന് തരം താഴ്ത്താമെന്ന് വിചാരിച്ചിട്ടാണോ വിമർശിക്കുന്നത്? വിമർശിക്കുന്നത് ഒരു പോസിറ്റീവായ ഒരു സംഗതിയായിട്ട് എടുത്തോടെ. പിന്നെ ഈ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമില്ലാത്തൊരു സംഗതി അപ്പുറത്ത് കാണുമ്പോൾ അതിൽ വേറെന്തോ തരികിടത്തിലാണെന്ന് തോന്നുമ്പോൾ ആളുകൾ വിമർശിക്കും. അതിനെന്തെങ്കിലും നെഗറ്റീവായിട്ട് എടുക്കണം. ചിലവർ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് വിമർശിക്കേണ്ട. അത് വിമർശനമല്ല, അത് സിനിസിസം ആണ്. വേറെ രീതിയിലുള്ള വിമർശനം അത്. ക്രിറ്റിസിസം സിനിസിസം ഉണ്ടല്ലോ, അവൻ വലുതായിക്കൊണ്ട് നിനക്ക് വേറെ പണിയില്ലേന്ന്. അത് ശരി. ഇൻ്റർവ്യൂ കൊള്ളാൻ, ബട്ട് ഇൻ്ററപ്റ്റിംഗ് ദ പേഴ്സൺ ഹു ഈസ് ടോക്കിംഗ് ഇസ് നോട്ട് ഗുഡ്. ഇൻ്റർവ്യൂർ അതൊന്നും ശ്രദ്ധിക്കണം. ഒരാളെ പറയാൻ സമ്മതിക്കാതെ തോന്നുമ്പോൾ ഇൻ്റർവ്യൂ കാണാൻ തോന്നുന്നില്ല എന്ന്. രാമൻ ആരാണെന്ന് അഖിലിന് അറിയത്തില്ല, അതാണ് സംഭവം. രാമൻ ആരാണെന്ന് അഖിലിന് അറിയത്തില്ല, അതാണ് സംഭവം. ആയിരിക്കാവില്ലേ? അഖിൽ ഉദ്ദേശിക്കുന്ന രാമനാവൂല, ഹിരൺദാസ് മുരളി ഉദ്ദേശിക്കുന്ന രാമൻ, അങ്ങനെയും വരാമല്ലോ. ലവ് മ്യൂസിക് വേടൻ. ദാറ്റ്സ് ഓൾ ദർ ഇസ് ടു ഇറ്റ്, ബട്ട് ഹിസ് ടീച്ചർ ഇസ് എക്സീഡിംഗ്ലി ഇലവേറ്റഡ്. ഓ, ദാറ്റ്സ് ആൾ ദർ ഇസ് ടു ഇറ്റ്. മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് വേടനെ വിലയിരുത്തുന്നത്. ബട്ട് ഈ സ്റ്റേച്ചർ എക്സീഡിംഗ്ലി ഇലവേറ്റഡ്. എനിക്ക് വരുമ്പോൾ തോന്നിയുള്ളത് വിഗ്രഹാരാധന പോലെ വേടനെ വിഗ്രഹം പോലെ ആരാധിക്കുന്നുണ്ടോ ആളുകൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ പ്രശ്നമായിരിക്കും. നമ്മളൊരു വ്യക്തിനെ വല്ലാണ്ട് ആരാധിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ടെങ്കിലേ പറ്റിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേടൻ സോങ്സ് ലവ് ചിഹ്നം. അലങ്കൃത പ്രജീഷ് ഇഷ്ടമാണ്. വേടൻ സോങ്സ് ഒരു ലവ് ചിഹ്നം. അഖിൽമാരാർ തീയും ലവ് ചിഹ്നം, രണ്ടുപേരും ഇഷ്ടമാണ്. വേറെ അഖിൽ പ്ലസ് വേടൻ ഈക്വൽ ടു വേടൻ എന്ന്. സോറി എന്ന് അതിൻ്റെ താഴെ ഒരാൾ. ആങ്കർ വേടനെ സപ്പോർട്ട് ചെയ്തു, വ്യൂസ് കൂട്ടാൻ നോക്കി, ബട്ട് അഖിൽ നിൻ്റെ ലെവലല്ല മോനേത്. മാരാർ പറഞ്ഞത് പോയിൻ്റാണ്. സ്വന്തം ഭാര്യയുടെ ചരിത്രത്തിൽ സംശയിച്ച് കാട്ടിൽ ഉപേക്ഷിച്ചു, ഒടുവിൽ സരിയു നദിയിൽ ചാടി ആത്മഹത്യ ചെയ്ത ലെവനെ എനിക്കും അറിയില്ല എന്ന്. അയ്യോ, കറണ്ടും പോയോ? അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. മതി, കുറച്ച് കമൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നിങ്ങൾ ദയവ് ചെയ്ത് ഇമോഷണലായിട്ട് അങ്ങനെ ഇങ്ങനെ നിർക്കരുത്. നിങ്ങൾ തെറി വിളിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നാണ് നമുക്ക് കുറേ കാര്യങ്ങൾ എനിക്കൊക്കെ പഠിക്കാനൊക്കെ സാധിക്കും. ഓക്കെ ഗൈസ്, ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ നോട്ടിഫിക്കേഷനിൽ ഓൾ ഒന്ന് അമർത്തുക ഗൈസ്. വേറെ വീഡിയോയുമായിട്ട് നമുക്ക് വേണ്ടവരാം. അതുവരേക്കും ഐ ലവ് യു ഹിരൺദാസ് മുരളി, അല്ലെങ്കിൽ ഐ ലവ് യു വേടൻ എന്നുള്ള പേരിലല്ലേ. ഐ ലവ് യു വേടൻ, ഐ ലവ് യു അഖിൽ, ഐ ലവ് യു അഖിൽ മാരാർ. ഓക്കെ, താങ്ക് യു, ഐ ലവ് യു ഓൾ.